അനേകം ആളുകൾ ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് എനിക്കറിയാം. കർത്താവിന്റെ ദാസനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി ഒന്ന് സ്വാഗതം ചെയ്ത് ഹല്ലേലൂയ നമ്മുടെ ഹാപ്പി വെൽക്കം ഒന്ന് അറിയിച്ച് ഞാൻ വേഗത്തിൽ ഇരുന്നുകൊള്ളാം. രാവിലെ കർത്താവിന്റെ ദാസൻ തന്നെ നേരിട്ട് കർത്താവിന്റെ ദാസൻ സാക്ഷ്യം വഹിച്ച 60ഓളം ഉയർത്തെഴുന്നേൽപ്പുകളെ കുറിച്ച് പറഞ്ഞു. യേശുയുടെ വൻകരയിൽ ഇത്രത്തോളം ഒരു ശുശ്രൂഷ ചെയ്തുള്ള സാക്ഷ്യം കർത്താവിന്റെ ദാസൻ പറഞ്ഞ പദം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പ്ലീസ് കം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പറഞ്ഞ പദം എന്താണെന്നറിയാമോ? ഞാൻ 60 പേരെ ഉയർപ്പിച്ചെന്നല്ല. ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ കേരളത്തിൽ നിൽക്കുന്ന ദേവദാസന്മാരുടെ മേൽ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി അകത്ത് കയറട്ടെ. മറ്റുള്ളവരെ ആരെയും ഹല്ലേലൂയ ചോദിക്കാനല്ല, ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തോട് പറയണം. ഹല്ലേലൂയ ഞാൻ പാടിയത് കൊണ്ടല്ല, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, ഉപവസിച്ചത് കൊണ്ടല്ല, കൺവെൻഷൻ നടത്തിയത് കൊണ്ടല്ല, പരസ്യയോഗം നടത്തിയത് കൊണ്ടല്ല, തമ്പുരാനെ സാക്ഷിക്കുവാൻ എനിക്ക് ലഭിച്ച ഭാഗ്യമത്രേ ഹല്ലേലൂയ എന്റെ ജീവിതം എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. കർത്താവിന്റെ ദാസൻ പറഞ്ഞത് 60ഓളം ಮರಿച്ചവർ ಉಯರ್ക്കുന്നത് കാണാൻ ಕರ್ತಾವನ ದಾಸನ ಭಾಗ್ಯ ಲಭಿಸು. ಕರ್ತನ ದಾಸರು ಹೇಳಿದ್ರು 60ಕ್ಕಿಂತ ಹೆಚ್ಚು ಜನರು ಮರಣದಿಂದ ಎದ್ದು ಬರೋದನ್ನ ನಾನು ನೋಡಿದ್ದೆ ಎಂಬುದಾಗಿ. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കുക. ನೀವು ಗೂಗಲ್ ನೋಡ್ರಿ, നമുക്കിപ്പോ അപ് ടു ഡേറ്റ് കിട്ടുന്ന കാലഘട്ടം. ಇವಾಗ ಎಲ್ಲವನ್ನು ನಮಗೆ ಸೌತ್ ಆಫ್ರಿക്കയിൽ ദാസന്മാർ അത്തരം ശുശ്രൂഷകൾ ചെയ്തിട്ടുള്ളതായി നമ്മൾ കേൾക്കുന്നു. ಎಷ್ಟು ಸೇವಕರುಗಳು ಎಂತೆಂತ ಸೇವೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ നമ്മുടെ രാജ്യത്തിൽ, ഈ ನಮ್ಮ ದೇಶದಲ್ಲಿ, കർണാടക സ്റ്റേറ്റിൽ, ಕರ್ನಾಟಕ ರಾಜ್ಯದಲ್ಲಿ ഒരു സാധാരണ ഗ്രാമമായ ಹುಣಸೂರಿൽ, ಒಂದು ಸಾಧಾರಣ ಗ್ರಾಮವಾಗಿರತಕ್ಕಂಥ ಹುಣಸೂರಲ್ಲಿ ഇത് സംഭവിച്ചെങ്കിൽ, ಇದು ನಡೆದಿದ್ರೆ നമ്മുടെ രാജ്യത്തിലുടനീളം ನಮ್ಮ ದೇಶದಲ್ಲೆಲ್ಲ ഇത് സംഭവിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കും? ಇದು ಸಂಭವಿಸುತ್ತದೆ ಎಂಬುದಾಗಿ ಎಷ್ಟು ಜನ ನಂಬುತ್ತೀರಾ? നമ്മളിലേക്ക് പകരപ്പെടുന്ന ദൈവത്തിന്റെ വചനം, ನಮ್ಮ ಮೇಲೆ ಸುರಿಯಲ್ಪಟ್ಟಂತ ದೇವರ ವಾಕ್ಯವು, ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുമ്പോൾ, ಆಮೇಲೆ ದೇವರ ಆತ್ಮ ನಮ್ಮೊಂದಿಗೆ ಮಾತನಾಡುವಾಗ, ഇന്ന് രാവിലെ നമ്മൾ കേട്ടതുപോലെ ಇವತ್ತು ಬೆಳಗ್ಗೆ ನಾವು ಕೇಳಿಸಿಕೊಂಡ ಹಾಗೆ നമ്മുടെ അകത്ത് തരുന്ന വിശ്വാസത്താൽ, ನಮ್ಮ ಒಳಗಿರ್ತಕ್ಕಂಥ ನಂಬಿಕೆಯಿಂದ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന വിശ്വാസത്തിന്റെ ജീവജല നദികൾ, ನಮ್ಮಂದ ಒಳಗೆ ಹೊರಡುವಂತ ನಂಬಿಕೆಯ ನದಿಗಳು അനേകരെ അവരുടെ മരിച്ച അവസ്ഥകളിൽ നിന്ന്, ಅನೇಕರನ್ನು ಸತ್ತಿರುವಂತ ಅವಸ್ಥೆಯಿಂದ, ശാരീരികമായി മരിച്ച അവസ്ഥയിൽ നിന്ന്, ಶಾರೀರಿಕವಾಗಿ ಸತ್ತೋಗಿರುವಂತ ಅವಸ್ಥೆಯಿಂದ ഉയർപ്പിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ട്. ಎಬ್ಬಿಸಲಿಕ್ಕೆ ನಮ್ಮ ದೇವರ ಆತ್ಮನ ನಮ್ಮ ಮಧ್ಯೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് രണ്ട് കൈകളും ചേർത്ത് കർത്താവിന്റെ ദാസനൊരു ഹല്ലേലൂയ ഹാർട്ടി വെൽക്കം കൊടുത്താട്ടെ. ಆಮೇಲೆ ಎರಡು ಕೈಗಳನ್ನು ಚಪ್ಪಾಳೆ ತಟ್ಟುತ್ತಾ ದೇವರ ದಾಸರನ್ನು ഹല്ലേലൂയ ആഹ്വാനിಸೋಣ. ഏകദേശം 7000ഓളം ദൈവമക്കൾ കൂടി വരുന്ന ഒരു ദൈവസഭയാണ്. 7,000 ಹೆಚ್ಚು ಜನ ಬರುವಂತ ಸಭೆಯಾಗಿದೆ. നാളെ തന്നെ തിരികെ പോകേണ്ടതുണ്ട്. അനേകം ഫോൺ കോൾസുകൾ വന്നുകൊണ്ടിരിക്കുക. ನಾಳೆನೇ ಅವರು ಹಿಂದಿರುಗಿ ಹೋಗಬೇಕಾಗಿದ್ದಾರೆ. ಅನೇಕ ಫೋನ್ ಕಾಲ್ಸ್ ഡിസംബർ മാസം അവസാനം ആ ചർച്ചിന്റെ ഇനാഗ്രേഷൻ ആണ്. ಈ ತಿಂಗಳ ಕೊನೆಯದಾಗಿ ಅಲ್ಲಿ ಇನಾಗ್ರೇಷನ್ ಇದೆ. തിരിച്ചു പോകേണ്ട അത്യാവശ്യമുണ്ട്. നാളെ തിരികെ ಹೋಗಬೇಕಾಗಿದ್ದಾರೆ. അതുകൊണ്ട് നാളെ പകൽക്കാലം വളരെ ഉത്സാഹത്തോടെ സ്നേഹത്തോടെ മറ്റുള്ളവരെ വിളിച്ച് കർത്താവിന്റെ ദാസനെ കേൾക്കുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിക്കാം. ಅದರಿಂದ ನಾಳೆ ಉತ್ಸಾಹದಿಂದ ನಾಳೆ ಹಗಲೊತ್ತು ಕೂಡ ನೀವು ಎಲ್ಲರೂ കർത്താവിന്റെ ദാസനെ നമ്മുടെ മധ്യ അയച്ചനായി ദൈവത്തിന് ഒരു മഹത്വം കൊടുക്കാം. ದಾಸನ ದೇವರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಕಳಿಸಿದ എല്ലാവരും കൈകൾ അടിച്ച് കർത്താവിന്റെ ദാസനെ ಕೈಗಳನ್ನು ತಟ್ಟಿ ದೇವರ ದಾಸನನ್ನು ಆಹ್ವಾನಿಸೋಣ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Thank you, Pastor. Thank you, Pastor. Thank you, please. അതുപോലെ നമ്മുടെ ഒപ്പം വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ക്രിസ്റ്റഫർ പാസ്റ്റർ, ಅದೇ ರೀತಿ ನಮ್ಮೊಂದಿಗೆ ಬಂದಿರತಕ್ಕಂತ ಕ್ರಿಸ್ಟೋಫರ್ ಪಾಸ್ಟರ್ ಅವರು, കർത്താവിന്റെ ദാസൻ നാളെ നമ്മളെ വൈകുന്നേരം ശുശ്രൂഷിക്കും. ಕರ್ತರ ದಾಸರು ನಾಳೆ ಸಂಜೆ ಕೂಡ ನಮ್ಮೊಂದಿಗೆ ಮಾತಾಡ್ತಾರೆ. കർത്താവിന്റെ ദാസനെയും ഈ മീറ്റിംഗിലേക്ക് ಕರ್ತರ ದಾಸರನ್ನು ಕೂಡ ಈ ಒಂದು ಕೂಟಕ್ಕೆ ನಾವು ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇನೆ. ഹല്ലേലൂയ. വേഗത്തിൽ സന്ധ്യ. അതുപോലെ നമ്മുടെ മധ്യേ കർത്താവിന്റെ ദാസനെ ലിജു പാസ്റ്ററിനെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു പാസ്റ്റർ. ഹല്ലേലൂയ. എല്ലാവരും കൈകളെ അടിച്ചു കർത്താവിന്റെ ദാസനോട് നല്ല ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ മധ്യേ അയച്ചിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ലിജു പാസ്റ്റർ, ഞാൻ രാവിലെ പറഞ്ഞ പോലെ വ്യത്യസ്തമായ ഭാഷകൾ ദൈവം കൊടുത്തിരിക്കുകയാണ്. ബാബയിൽ വെച്ച് ഭാഷ കലക്കപ്പെട്ടെങ്കിലും ഹല്ലേലൂയ ആ പദം ഉപയോഗിച്ചിരിക്കുന്ന കലക്കപ്പെട്ടെന്ന, എന്നാൽ വ്യത്യസ്ത ഭാഷകൾ കർത്താവിന്റെ വരദാനമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവിന്റെ ദാസന് ഇംഗ്ലീഷ് അറിയാം, തെലുങ്ക് അറിയാം, കന്നഡ അറിയാം, മലയാളം അറിയാം, തമിഴ് അറിയാം. ആ കർത്താവിന്റെ ദാസനെ നമുക്ക് ഇന്ന് ഹല്ലേലൂയ ലഭിച്ചതിനായി സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസനെ ഹാർദവമായി സ്വാഗതം ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ വളരെ ഉത്സാഹത്തോടും സന്തോഷത്തോടും കടന്നു വന്ന് കർത്താവിന്റെ ദാസനിൽ നിന്ന് ഹല്ലേലൂയ. ഓക്കെ
നമ്മൾ വളരെ ഉത്സാഹത്തോടും സന്തോഷത്തോടും കിടന്നു വന്നിരിക്കുന്നത് കർത്താവിൻ്റെ ദാസനുടെ പാട്ടുകൾ കേൾക്കാനാണല്ലോ. രാവിലെ നമുക്ക് മിസ്സിംഗ് ആയെങ്കിലും കർത്താവിൻ്റെ ദാസൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ, ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യേ ആയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ കർത്തനാമത്തിൽ ദൈവസഭയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ചേർത്തടിച്ച് ദൈവദാസന്മാരെല്ലാവരെയും ഹല്ലേലൂയ ദൈവസഭയിൽ നിന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാണ്. വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. വളരെ പ്രതീക്ഷയോടെ, വളരെ ഉത്സാഹത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. അല്പസമയം പോലും മുന്നോട്ട് പോകാതെ ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ദാസനുമായി കേൾപ്പിക്കാൻ ആഗ്രഹിക്കുക. എല്ലാവരുടെ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ഒരു നിമിഷം ഹല്ലേലൂയ കണ്ണുകൾ അടയ്ക്കുന്നതിന് മുമ്പ് ആ ബാക്കിലിരിക്കുന്നവർ പ്ലീസ് 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 ഐ റിക്വസ്റ്റ്, കർത്താവിന്റെ ദാസൻ രാവിലെ നമ്മളോട് പറഞ്ഞ അല്പം മുന്നോട്ടിരിക്കാമെങ്കിൽ ഒത്തിരി സന്തോഷമായിരിക്കും. കാരണം നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. പ്ലീസ് പ്ലീസ് കം ഫോർവേഡ്, പ്ലീസ് കം ഫോർവേഡ്, പ്ലീസ് പ്ലീസ്. ദേവദാസന്മാർ അല്പം മുമ്പോട്ട് വന്നിരുന്നാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുപോലെ മറ്റൊരു റിക്വസ്റ്റ് ഉണ്ട്. കർത്താവിന്റെ ദാസൻ മെസ്സേജ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആരും അലസമായി ഇതുവഴി നടക്കരുത്. വളരെ ഉന്മേഷത്തോടും ഉത്സാഹത്തോടും ഏകാഗ്രതയോടും കൂടെ ദിവസത്തിലായിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവിന്റെ പാദപീഠത്തിലാണ് നമ്മളായിരിക്കുന്നത്. കർത്താവിന്റെ കണ്ണുകൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ, ചിന്തകൾ എല്ലാം കൂടെ തമ്പുരാൻ അറിയുന്നുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ ഏകാഗ്രമാകാം. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഏകാഗ്രമാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ച് തമ്പുരാന്റെ മുഖത്തേക്ക് മാത്രം ഒന്ന് നോക്കാം. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും തമ്പുരാൻ വിളിച്ച് താഴ്വാരങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് ഉയർന്ന മലയുടെ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോയി. തമ്പുരാൻ അവിടെ തേജസ്കരിക്കപ്പെട്ടു. തമ്പുരാന്റെ മുഖം കണ്ടപ്പോൾ, തമ്പുരാന്റെ തേജസ് കണ്ടപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും പറയാ, തമ്പുരാനെ ഞങ്ങളിവിടെ 3 കുടിലുണ്ടാകട്ടെ. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. താഴ്വാരത്തിലെ അത്ഭുതങ്ങളെക്കാൾ, വിടുതലുകളെക്കാൾ, 5 അപ്പവും 2 മീനും വാഴ്ത്തി ഹല്ലേലൂയ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് വലിയ പന്തി ഭോജനം ലഭിച്ചതിനേക്കാൾ, രോഗികൾ സൗഖ്യമായതിനേക്കാൾ, മരിച്ചവർ ഉയർത്തതിനേക്കാൾ സ്വർഗത്തിലെ അപ്പന്റെ സാന്നിധ്യം, തേജസ്സേറിയ സാന്നിധ്യം, അപ്പാ അങ്ങയുടെ സന്നിധിയിൽ ഇരിപ്പാൻ ഞങ്ങൾ കൊതിക്കുക എന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ അപ്പാ അങ്ങയുടെ സന്നിധിയിൽ പറയുന്നു. അപ്പാ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങൾ ഇരുത്തണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ദൈവമക്കളോട് ഇടപെടുന്നുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം ഹൃദയങ്ങളിൽ, മനസ്സുകളിൽ, ആത്മമണ്ഡലങ്ങളിൽ ദൈവജനത്തിന്റെ മേൽ തമ്പുരാൻ പകരുകയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തമ്പുരാനെ ഞങ്ങൾ അങ്ങേ സ്വാഗതം ചെയ്യുക. അങ്ങ് ഞങ്ങളുടെ മധ്യയുള്ള കൃപകൾക്കായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ സന്തോഷ പരിപൂർണരാക്കുന്നു. ആത്മാവിൽ സന്തോഷിപ്പാൻ, ഹല്ലേലൂയ രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാൻ, ഹല്ലേലൂയ വിശ്വാസത്തിന്റെ പൂർണ്ണത അനുഭവിപ്പാൻ, പ്രത്യാശയോടെ അങ്ങ് നോക്കി പാർത്തിരിപ്പാൻ, ഇനിയുള്ള ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും തമ്പുരാന്റെ കൂടെ നടക്കുവാൻ, ഹാനോക്ക് നടന്നതുപോലെ, നോഹ നടന്നതുപോലെ, മോശപ്പച്ചൻ നടന്നതുപോലെ, അപ്പോസ്തലന്മാർ നടന്നതുപോലെ അപ്പാ ഞങ്ങൾക്ക് നടക്കുവാൻ, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ വസിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ തലവണക്കിരിക്കുന്ന എല്ലാ മക്കളെയും താഴ്ത്തിയേൽപ്പിക്കുന്നു. സൂക്ഷിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ തിരുക്കരങ്ങൾ തരുന്നു. പ്രത്യേകമായി കർത്താവിന്റെ ദാസൻ സ്റ്റീവൻ സുരേഷ് പാസ്റ്ററിനെയും, ഹല്ലേലൂയ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ലിജു പാസ്റ്ററിനെയും തിരുക്കരങ്ങൾ താഴ്ത്തിയേൽപ്പിക്കുക. കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. അഭിഷേകത്താൽ തന്റെ മക്കളെ നിറച്ച് അത്യുന്നതന്റെ ശക്തി തന്റെ മക്കളുടെ മേൽ പകർന്ന് ഞങ്ങളുടെ മേൽ പകരപ്പെടുന്ന ദൈവശക്തം ഹല്ലേലൂയ ജീവനായി ചൈതന്യമായി ഞങ്ങളെ വ്യാപരിക്കണമേ. Glory to God. Thank you Lord. Thank you Jesus. അപ്പാ അങ്ങേക്ക് മഹത്വം അർപ്പിക്കുന്നു. സകലമാനവും മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥനകളുടെ കൃപകൾക്കായി സ്തോത്രം. സകലം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച നസറനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും 2 കരങ്ങളും ചേർത്തടിച്ച് കർത്താവിന്റെ ദാസനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. Praise the Lord. Hallelujah. ಎಷ್ಟೆಲ್ಲ ಸಂತೋಷವಾಗಿದ್ದೀರಿ?
ಎಷ್ಟು ಜನ ಸಂತೋಷವಾಗಿದ್ದೀರಿ? സന്തോഷമുള്ളവരുണ്ട്. ಓಕೆ. ಈ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ഈ രാത്രി വേളയിൽ ಮತ್ತೊಂದು ಸತಿ ದೇವರ ವಾಕ್ಯವನ್ನು ಹಂಚಿಕೊಳ್ಳಕ್ಕೆ ದೇವರು ಕೊಟ್ಟಂತ ಕೃಪೆಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. വീണ്ടും ദൈവത്തിന്റെ വചനത്തെ സംസാരിപ്പാൻ ഒരുക്കി തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ನನ್ನನ್ನು ಆಹ್ವಾನ ಮಾಡಿದಂತ ಸೇವಕರು, ಅವರ ಕುಟುಂಬಕ್ಕೆ ಮತ್ತು ಎಲ್ಲ ಹಿರಿಯರಿಗೆ ಕೂಡಿ ಬಂದ ನಿಮ್ಮೆಲ್ಲರಿಗೂ ನಾನು ವಂದನೆ ತಿಳಿಸ್ತೇನೆ. എന്നെ ഇവിടുത്തെ ശുശ്രൂഷയ്ക്കായി വിളിച്ചു തന്ന കർത്താവിന്റെ ദാസൻ കുടുംബം, അതുപോലെ ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സത്യವನ್ನು അറിവിರಿ, സത്യ ನಿಮ್ಮನ್ನ ಬಿಡುಗಡೆ ಮಾಡುವುದು. അവൻ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ಇದು ಎಲ್ಲರಿಗೂ ಗೊತ್ತಿರತಕ್ಕಂತ ವಚನವೇ. അവൻ എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. ಆದ್ರೆ ನಾನು ಬೆಳಗ್ಗೆ ಹೇಳಿದ ಹಾಗೆ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ಯೇಸು ಕ್ರಿಸ್ತನೊಂದಿಗಿದ್ದಂತ ಶಿಷ್ಯರ ಮನ ಕಣ್ಗಳು ಮುಚ್ಚಲ್ಪಟ್ಟಿತ್ತು. അവൻ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ മനസ്സിന്റെ മനക്കണ്ണുകൾ അടഞ്ഞിരുന്നു. ಅವರು ಯೇಸುವನ್ನ ಪ್ರೀತಿಸುವವರಾಗಿದ್ದರು. അവർ യേശുവിനെ സ്നേഹിക്കുന്നവരായിരുന്നു. ಮುಂಜಾನೆ ಎದ್ದು ಹೋಗಿ ಹುಡುಕತಕ್ಕಂಥವರಾಗಿದ್ದರು. അവൻ രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പോയി യേശുവിനെ തേടുന്നവരായിരുന്നു. ಉಪವಾಸ ಮಾಡುವವರಾಗಿದ್ದರು. അവർ ഉപവസിക്കുന്നവരായിരുന്നു. 3 ದಿನ ಊಟನೇ ಮಾಡಿರಲಿಲ್ಲ. അവൻ 3 ദിവസം ആഹാരം പോലും കഴിച്ചിരുന്നിരുന്നില്ല. ಯೇಸು ಸಮಾಧಿയിൽ ಇಲ್ಲ ಅಂತಂದಾಗ ಓಡಿ ಹೋಗ್ತಿದ್ರು. യേശു കല്ലറയിൽ ഇല്ല എന്ന് കേട്ടപ്പോൾ ഓടിപ്പോയി. ಎಮ್ಮಾವರು ಶಿಷ್ಯರು ಅದರ ಬಗ್ಗೆನೇ ಮಾತಾಡ್ತಿದ್ರು. എമ്മൗസിലെ ശിഷ്യന്മാർ അതിനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. ಬೇರೆ ಮಾತೇ ಇಲ್ಲ, ಯೇಸುವಿನ ಮಾತೇ. അവൻ വേറെ ഒന്നും അവർക്ക് സംസാരിക്കാനില്ല, യേശുവിനെ പറ്റി മാത്രമായിരുന്നു സംസാരിച്ചു. ಯೇಸು ಬಂದ್ರು ಅವರಿಗೆ ಗೊತ್ತಿಲ್ಲ. അവൻ എന്നിട്ടും അവർക്ക് യേശു വന്നത് അവർ അറിഞ്ഞില്ല. ಇದಕ್ಕೆ ಕಾರಣವೇನು? ഇതിന്റെ കാരണം എന്താണ്? ಅವರಿಗೆ ಆಸಕ್ತಿ ಇತ್ತು, അവരിൽ അവർ താല്പര്യം ഉണ്ടായിരുന്നു, ಉಪವಾಸ ಇತ್ತು, ഉപവാസം ഉണ്ടായിരുന്നു, ಯೇಸು ಬಗ್ಗೆನೇ ಮಾತಾಡ್ತಿದ್ದಾರೆ, യേശുവിനെ കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ಆದ್ರೆ ಯೇಸುವೇ ಬಂದ್ರು ಅವ್ರಿಗೆ ಗೊತ್ತಿಲ್ಲ. അതിൽ യേശു വന്നത് അവർ അറിഞ്ഞേയില്ല. ದೇವದೂತರು ಬಂದ್ರು ಅವ್ರಿಗೆ ಗೊತ್ತಿಲ್ಲ. ദൈവദൂതന്മാർ വന്നതും അവർ അറിഞ്ഞില്ല. ಸರಿ, ಯೇಸು ತನ್ನ ವಿಷಯವಾಗಿ ಬರೆದಿರುವ ಎಲ್ಲಾ ಗ್ರಂಥಗಳಲ್ಲಿರುವ ವಿಚಾರಗಳನ್ನು ತಿಳಿಯಪಡಿಸಿದ್ರು ಅವ್ರಿಗೆ ಅರ್ಥ അവൻ ಆಗಿಲ್ಲ. യേശു തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ ഗൂഢമായ കാര്യങ്ങൾ പോലും അവർക്ക് അറിഞ്ഞിട്ടും അവർ അറിഞ്ഞില്ല. ಮೋಸೆ ಬರೆದಂತ ಗ್ರಂಥಗಳಲ್ಲಿ, ಕೀರ್ತನೆಗಳಲ್ಲಿ ಮತ್ತು ಪ್ರವಾದನೆ, ಮೇಜರ್ ಮತ್ತು ಮೈನರ್ ಪ್ರಾಫಿಟ್ಗಳು ಬರೆದಿರೋ ಎಲ್ಲಾ ವಿಚಾರವನ್ನು മോശ എഴുതിയ പുസ്തകങ്ങളിൽ, സങ്കീർത്തനങ്ങളിൽ, അതുപോലെ തന്നെ വലിയ ചെറിയ പ്രവാചകന്മാരിലൊക്കെ എഴുതിയിരിക്കുന്നതൊക്കെ അവർക്ക് അറിയാമായിരുന്നു. ಯೇಸುಗಿಂತ ಒಂದು ಒಳ್ಳೆ ಪ್ರೀಚರ್ ಯಾರು ಇಲ್ಲ. യേശുവിനേക്കാൾ നല്ലൊരു പ്രസംഗകൻ വേറെ ആരുമില്ല. ಎಲ್ಲ ವಿವರಿಸಿ ಹೇಳಿದ್ರು ಅವರ ಮನಸ್ಸಿಗೆ ಹೋಗ್ಲಿಲ್ಲ. എല്ലാം വളരെ വ്യക്തമായി പറഞ്ഞിട്ട് പോലും അവർക്കൊന്നും അവരുടെ മനസ്സിൽ വന്നില്ല. ರೊಟ್ಟಿಯನ್ನು ಮುರಿದಾಗ ಅವರ ಕಣ್ಣುಗಳು ತೆರೆಯಲ್ಪಟ್ಟವು. ആമേൻ സ്തോത്രം. അപ്പം നുറുക്കിയപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെടുവാനായി. ಆಗಲೂ ಅವ್ರು ಏನ್ ಹೇಳಿದ್ರು? ಆತನು ಮಾತಾಡುತ್ತಿದ್ದಾಗ ಒಳಗೆ ನಮಗೆ ಕುದಿತಿತ್ತು. ആമേൻ സ്തോത്രം. അവൻ പറഞ്ഞ കാര്യം എന്താണ്? അവൻ പറയുമ്പോൾ തന്നെ അവരുടെ അകത്ത് തീ കത്തിക്കൊണ്ടിരുന്നു. ಆದರೂ ಅವರಿಗೆ ಅದರ ಯಾವ ವಿಧದಲ್ಲೂ ಒಂದು ಬದಲಾವಣೆ ತಂದಿರಲಿಲ್ಲ. എന്നിട്ടും അവരുടെ ജീവിതത്തിൽ അതൊന്നും ഒരു വ്യത്യാസവും അവരിൽ കൊണ്ടുവന്നില്ല. ದೇವರು ತನ್ನನ್ನು ಪ್ರೀತಿಸುವವರಿಗಾಗಿ ಇಟ್ಟಿದ್ದನ್ನ ಕಣ್ಣು ಕಾಣಲಿಲ್ಲ, ಕಿವಿ ಕೇಳಲಿಲ್ಲ, ಅದರ ಮನಸ್ಸು ಅವರಿಗೆ ಊಹಿಸಲಿಲ್ಲ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ಆದರೆ ನಮಗಾದರೂ ತನ್ನ ಆತ್ಮದ ಮೂಲಕವಾಗಿ ಇವುಗಳನ್ನು എന്നാൽ നമുക്കോ ദൈവത്തിന്റെ ആത്മാവിനാൽ അതെല്ലാം വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಈ ದಿನದಲ್ಲಿ ನಾನು ನಿಮ್ಮೆಲ್ಲರನ್ನು ಕೇಳಿಕೊಳ್ತೇನೆ. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോടൊക്കെ ചോദിക്കുകയാണ്, ನಾವು ಪರಿಶುದ್ಧಾತ್ಮನ ಸಹಾಯದಿಂದ ಆತನನ್ನ ಅರಿಯತಕ್ಕ ಅರಿವಿನಲ್ಲಿ ಬರಬೇಕು. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടെ ആ യേശുവിനെ അറിയുവാൻ വേണ്ടി അടുത്തു വരണം. ಅಪೊಸ್ತಲನಾಗಿದ್ದ ಪೌಲನು ಒಂದು ಒಳ್ಳೆ ಸೇವಕರಾಗಿದ್ದ. അപ്പോസ്തല പൗലോസ് ഒരു നല്ലൊരു ശുശ്രൂഷകനായിരുന്നു. ಅದರಲ್ಲೂ ವಿಶೇಷವಾಗಿ ಅನ್ಯರಾಗಿರುವ ನಮಗೆ ದೇವರು ಅವರನ್ನ ಅಪೊಸ್ತಲರಾಗಿ ನೇಮಿಸಿದ್ದ. അതേപോലെ തന്നെ അവൻ അന്യനായിരുന്ന സ്തോത്ര പൗലോസിന്റെ ദൈവം ദൈവിക ശുശ്രൂഷക്കായി തിരഞ്ഞെടുത്തു. ಆತನು ಬೈಬಲ್ ಅಲ್ಲಿ ಎಲ್ಲೆಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು, പൗലോസ് ബൈബിളിൽ എവിടെയൊക്കെയാണോ പ്രാർത്ഥിച്ചിട്ടുള്ളത്, ನಮ್ಮ ಹಾಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಲ್ಲ. നമ്മളെ പോലെ അല്ല പ്രാർത്ഥിച്ചിരുന്നത്. ನಮ್ಮ ಪ್ರಾರ್ಥನೆ ಏನಾಗಿರ್ತದೆ? നമ്മുടെ പ്രാർത്ഥന എന്താണ്? ಗಿಮ್ಮಿ 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 ಅಂತ ಇರ್ತದೆ. ആമേൻ. താ 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 എന്നുള്ള പ്രാർത്ഥനയാണ്. ಒಂದು ಗಾದೆ ಇದೆ, ಜಿಮ್ಮಿ ಗಿಮ್ಮಿ ಗಿಮ್ಮಿ ಅಂತ ಹೇಳ್ತದೆ ಅಂತ. ആമേൻ സ്തോത്രം. ഒരു പഴഞ്ചൊല്ലുണ്ട്, ജിമ്മി എപ്പോഴും താ താ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. ಅಮೆರಿಕದಲ್ಲಿರುವ ಜಿಮ್ಮಿಗಳು ಯಾವಾಗಲೂ ಗಿಮ್ಮಿ 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 ಅಂತ ಹೇಳ್ತಾರೆ. ആമേൻ. നമ്മുടെ ഇടയിലുള്ള ജിമ്മികൾ എപ്പോഴും താ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ನಾವು ಜಿಮ್ಮಿಗಳಲ್ಲ, നമ്മൾ ജിമ്മികളല്ല, ನಾವು ಮಕ್ಕಳಾಗಿದ್ದೇವೆ. നമ്മൾ മക്കളാണ്. ಮಕ್ಕಳಾದ ಮೇಲೆ ಆತನ ಎಲ್ಲಾ ಆಶೀರ್ವಾದಕ್ಕೆ ಬಾಧ್ಯರಾಗಿದ್ದೇವೆ. അവൻ മക്കളാണ് എങ്കിൽ നമ്മൾ അവന്റെ എല്ലാ നന്മകൾക്കും അവകാശികൾ കൂടെയാണ്. ಆದ ಕಾರಣ ಇನ್ನು ನಾವು ಬೆಕ್ಕರ್ಸ್ ಅಲ್ಲ. അവൻ അതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ യാചകന്മാരല്ല, ಬೆಚ್ಚಕಾರಲ್ಲ, യാചകന്മാരല്ല. ಓಕೆ, ನಾವು ಕೇಳುವವರಲ್ಲ, അവൻ നമ്മൾ ആരും ചോദിക്കുന്നവരല്ല, ನಾವು ಆಳುವವರಾಗಿದ್ದೇವೆ. നമ്മൾ വാഴുന്നവരാണ്.
ಇದು ಹೇಗೆ ಆಗುತ್ತೆ? ഇത് എങ്ങനെ സംഭവിക്കും? ನೋಡಿ, ಮನುಷ್ಯನು ಆತ್ಮ ಪ್ರಾಣ ಶರೀರ ಉಳ್ಳವನಾಗಿದ್ದಾನೆ. മനുഷ്യൻ ദേഹം ദേഹി ആത്മാവുള്ളതാണ്. ನಮ್ಮ ಒಳಗಿನ ಮನುಷ್ಯನು ಮತ್ತೆ ಹುಟ್ಟಿದ್ದಾನೆ. ആമേൻ. നമ്മുടെ അകത്തെ മനുഷ്യൻ വീണ്ടും ജനിച്ചിരിക്കുന്നു. ಅದಕ್ಕೆ ನ್ಯೂ ಕ್ರಿಯೇಷನ್ ಅಂತ ಹೇಳ್ತಾರೆ. അതിനെ പുതിയ ക്രിയേഷൻ, പുതിയ സൃഷ്ടി എന്ന് പറയുന്നു. ನಾವೆಲ್ಲರೂ ಹೊಸ ಸೃಷ್ಟಿಗಳಾಗಿದ್ದೇವೆ. നമ്മളെല്ലാവരും പുതിയ സൃഷ്ടികളാണ്. ಆದರೆ ನಮ್ಮ ಶರೀರದಲ್ಲಿ എന്നാൽ നമ്മുടെ ശരീരത്തിൽ ಪಾಪ ವಾಸವಾಗಿದೆ. നമ്മുടെ ശരീരത്തിൽ പാപം വസിക്കുന്നുണ്ട്. ಆದರೆ ನಮ್ಮ ಮನಸ್ಸು, എന്നാൽ നമ്മുടെ മനസ്സ് ವಾಕ್ಯವನ್ನು ತಿಳಿದುಕೊಳ್ಳೋದ್ರ ಮೂಲಕ വചനം അറിയുന്നതിനാൽ ನಮ್ಮ ಮನಸ್ಸು ನೂತನವಾಗ್ತದೆ. ആമേൻ, നമ്മുടെ മനസ്സ് പുതുക്കം പ്രാപിപ്പാനിടയാകും. ನಮ್ಮ ಮನಸ್ಸು ನಮ್ಮ ಆತ್ಮ ಒಂದಾಗಿದ್ರೆ നമ്മുടെ മനസ്സും ആത്മാവും ഒന്നാണെങ്കിൽ ನಮ್ಮ ಶರೀರವನ್ನು ಅಧೀನಪಡಿಸಬಹುದು. നമ്മുടെ ആമേൻ, നമ്മുടെ ശരീരത്തെ നമുക്ക് അധീനപ്പെടുത്തുവാൻ കഴിയും. ಮಾಂಸಕ್ಕೆ ವಿರೋಧವಾಗಿ ಆತ್ಮ, ಆತ್ಮಕ್ಕೆ ವಿರೋಧ ಮಾಂಸ ಒಂದಕ್ಕೊಂದು ಹೋರಾಡ್ತಾ ಇದೆ. ആമേൻ, ശരീരത്തിനെതിരായിട്ട് ആത്മാവും ആത്മാവിനെതിരായിട്ട് ശരീരവും ഒന്നിനോടൊന്ന് പോരാടുകയാണെങ്കിൽ, ನಾವು ಶರೀರದಲ್ಲಿ ವಾಸವಾಗಿದ್ದರೆ, ആമേൻ, നമ്മൾ ശരീരത്തിൽ വസിക്കുമ്പോൾ ಇದ್ದೇನೆ, ആമേൻ, നമ്മൾ ശരീരത്തിൽ വസിക്കുക, ಆದರೆ ಶರೀರ ಪ್ರಕಾರ ನಡೆಯುವವರಾಗಿರಬಾರದು. ആമേൻ, എന്നാൽ നമ്മൾ ആമേൻ ജഡപ്രകാരം നടക്കുന്നവരാകരുത്. ನಾವು ಶರೀರದ ಹಾಗೆ ಯೋಚನೆ ಮಾಡಬಾರದು. നമ്മൾ ജഡപ്രകാരം ചിന്തിക്കരുത്. ನಾವು ಆತ್ಮೀಯರಾಗಿರೋದ್ರಿಂದ ആമേൻ, നമ്മൾ ആത്മീകരായിരിക്കുന്നതിനാൽ ಆತ್ಮಿಕವಾಗಿ ಚಿಂತಿಸಬೇಕು. നമ്മൾ ആത്മീകമായി നമ്മൾ ചിന്തിക്കുന്നവരായിരിക്കും. ಆತ್ಮ ಪ್ರೇರಿತರಾಗಿ ನಡೆಯುವವರಾಗಿರಬೇಕು. അവൻ ആത്മാവിന്റെ പ്രേരണയിൽ നടക്കുന്നവരായിരിക്കണം. ಯಾರ್ಯಾರು ಯೇಸುವನ್ನ ಅಂಗೀಕರಿಸಿಕೊಂಡು ಆತನ ರಕ್ಷಕರಾಗಿ ಸ್ವೀಕಾರ ಮಾಡಿಕೊಳ್ಳುತ್ತಾರೋ ಅವರಿಗೆ ಮಕ್ಕಳಾಗುವ ಅಧಿಕಾರ ಕೊಡ್ತಾರೆ. ആരൊക്കെ ദൈവത്തെ യേശുവെ രക്ഷകനായി സ്വീകരിച്ച അംഗീകരിക്കുന്നുവോ അവർക്ക് തന്റെ മക്കളാകുവാനുള്ള അവസരം ദൈവം തന്നിട്ടുണ്ട്. ಆದರೆ ಯಾರೆಲ್ಲ ಆತ್ಮ ಪ್ರೇರಿತರಾಗಿ ನಡೀತಾರೋ ಅವರು ಪುತ್ರರಾಗಿರ್ತಾರೆ. അവൻ ആരൊക്കെ ആത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് നടക്കുന്നുവോ അവർ പുത്രന്മാരായി തീരുവാനുള്ള ഭാഗ്യം. ನಾವು ಮಕ್ಕಳಾಗಿರಂಗಿಲ್ಲ. അവൻ നമ്മൾ മക്കളായിരിക്കുന്ന പോലല്ല, ನಾವು ಪುತ್ರರಾಗಿರಬೇಕು. നമ്മൾ അവന്റെ പുത്രന്മാരെന്ന പദവിയിലേക്ക് ನಾವು ರಕ್ಷಣೆ ಹೊಂದಿದಾಗ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ಆ ಮಕ್ಕಳ ಅಧಿಕಾರವನ್ನು ಹೊಂದಿದ್ದೇವೆ. മക്കളെന്ന അധികാരം പ്രാപിച്ചിരിക്കുന്നു. ನಾವು ಆತ್ಮದಲ್ಲಿ ನಡೆಯುವಾಗ നമ്മൾ ആത്മാവിൽ നടക്കുമ്പോൾ ನಾವು ಆ ಮಗನಾದ ಅಧಿಕಾರವನ್ನು ಉಪಯೋಗಿಸ್ಕೊತೇವೆ. അവൻ മകൻ എന്നുള്ള അധികാരം നമ്മൾ ഉപയോഗിക്കാനിടയാകും. ಹಲ್ಲೆಲೂಯ. ವೇದದಲ್ಲಿ 2 ಮಕ್ಕಳು ಒಬ್ಬ ತಂದೆಗಿದ್ದರು. അവൻ വചനത്തിൽ രണ്ട് മക്കളും ഒരു അപ്പനുണ്ടായിരുന്നു. ಒಬ್ಬನ ಕಿರಿಯವನು, ಒಬ್ಬನ ಹಿರಿಯವನು. അവൻ ഒരുവൻ ചെറിയവനും ഒരുവൻ വളരെ വലിയവനും. ചെറിಯವൻ ಅಂದ್ರೆ ಚಿನ್ನ ಮಗು ಅಲ್ಲ, ಅವನು ಬೆಳೆದವನಾಗಿದ್ದ. അവൻ ചെറിയവൻ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയല്ല, അവനും വളർന്നവനാണ്. ಆ ചെറിಯವನು ಬಂದು ತಂದೆ ಹತ್ರ ಕೇಳಿದ. ആ ചെറിയവൻ വന്ന് അപ്പനോട് ചോദിക്കുകയാണ്. ಲೂಕನ ಬರೆದ ಸುವಾರ್ತೆ 15ನೇ ಅಧ್ಯಾಯ 11ನೇ ವಚನದಲ್ಲಿ, ലൂക്കോസിന്റെ സുവിശേഷം 15ാം അധ്യായത്തിന്റെ 11ാമത്തെ വാക്യത്തിൽ, ನನಗೆ ಬರಬೇಕಾದ ಆಸ್ತಿಯಲ್ಲಿ ನನಗೆ ಪಾಲು ಕೊಡು. അവൻ എനിക്ക് ലഭിക്കേണ്ടതാകുന്ന ഓഹരി, ആ നന്മയുടെ ഓഹരി തരണമെന്ന് പറയുകയാണ്. ಆತನು ಭಿಕ್ಷೆ ಬೇಡಲಿಲ್ಲ. അവൻ ഭിക്ഷ ചോദിച്ചില്ല. ಆತನು ಹೇಳಿದ, ನನಗೆ ಬರಬೇಕಾದ ಪಾಲನ್ನು ನನಗೆ ಕೊಡು. എനിക്ക് വരേണ്ടതാകുന്ന ആ ഭാഗം എനിക്ക് ലഭിക്കണമെന്നാണ് താൻ പറഞ്ഞത്. ಅವನು ತಕೊಂಡ. അവൻ അത് വാങ്ങിച്ചു. ಅಪ್ಪ ಇಲ್ಲ ಅಂತ ಹೇಳಂಗಿಲ್ಲ. അപ്പൻ ഇല്ലെന്ന് പറഞ്ഞില്ല. ಕೊಡ್ಲೇಬೇಕು. അപ്പൻ കൊടുത്തേ പറ്റൂ. ಕೊಡ್ಲಿಲ್ಲ ಅಂದ್ರೆ ಕೋರ್ಟ್ಗೆ ಹೋಗ್ತಿದ್ದ. അവൻ കൊടുത്തില്ലെങ്കിൽ അവൻ കോടതിയിൽ പോകും. ಕೋರ್ಟ್ ಹೇಳ್ತಿದ್ದು ಕೊಡಬೇಕು ಅಂತ. അവൻ കോടതി പറയും അവൻ കൊടുക്കണമെന്ന് പറയും. ಅದಕ್ಕೆ ಅಪ್ಪ ಕೊಟ್ಟು ಬಿಟ್ರು. അവൻ അത് വേണ്ട എന്ന് കരുതി അപ്പൻ എന്ത് ചെയ്തു? കൊടുത്തു. ಎಲ್ಲ ಗಮನವಾಗಿ ಕೇಳಿದ್ರು. എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം. ಅವನು ತಂದೆಯಿಂದ ಅಧಿಕಾರ ಆಸ್ತಿಯನ್ನೆಲ್ಲ ತಕೊಂಡು അവൻ അപ്പനിൽ നിന്ന് ആ ആസ്തിയൊക്കെ വാങ്ങി ದೂರ ದೇಶಕ್ಕೆ ಹೋದ. അവൻ ദൂരത്തേക്ക് പോയി. 11-12 ವಚನಗಳಲ್ಲಿ ಹೀಗೆ ಹೇಳ್ತದೆ. 12-13 വചനങ്ങളിൽ വായിക്കുന്നു. ಆತ ಅವರ ತಂದೆ ಆಸ್ತಿಯನ್ನು ಹಂಚಿಕೊಟ್ರು ಅಂತ ಹೇಳ್ತದೆ. അവന്റെ അപ്പൻ തന്റെ ഓഹരി വീതം വെച്ച് നൽകി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ಅಂದರೆ ಅಪ್ಪನಿಗೆ ಒಂದು ಪಾಲು, എന്ന് പറഞ്ഞാൽ അപ്പൻ ഒരു ഭാഗം, ಮಗನಿಗೆ ದೊಡ್ಡವನಿಗೆ ಒಂದು ಪಾಲು, അവൻ മുതിർന്നവന് മൂത്തവൻ ഒരു ഭാഗം, ಚಿಕ್ಕವನಿಗೆ ಒಂದು ಪಾಲು, ആ ഇളയവൻ ഒരു ഭാഗം. ಚಿಕ್ಕವನು ತೆಗೆದುಕೊಂಡು ಹೋದ. അവൻ ചെറിയവന്റെ ഭാഗം അവൻ കൈപ്പറ്റി അവൻ കടന്നുപോയി. ಯಹೂದ್ಯರ ಕಲಾಚಾರ ಪ್ರಕಾರ അവൻ യഹൂദന്റെ നിയമപ്രകാരം ಒಂದು ವೇಳೆ ಅಪ್ಪ ಸತ್ತೋದ್ರೆ ഒരുപക്ഷെ അപ്പൻ മരിച്ചുപോയാൽ ಹಿರಿಯ ಮಗನಿಗೆ ಡಬಲ್ ಪೋರ್ಷನ್, അവൻ മൂത്തവന് രണ്ടിരട്ടി ആ ഭാഗം ലഭിക്കും. ಅಪ್ಪನ ಭಾಗ ಕೂಡ ಅವನಿಗೆ ಹೋಗ್ತದೆ. അപ്പന്റെ ഭാഗം കൂടെ അവന് കിട്ടുമായിരുന്നു. ಎಲ್ಲ ಮನಸ್ಸಲ್ಲಿ ಇಟ್ಕೊಳ್ರಿ. എല്ലാം ഇത് മനസ്സിൽ വെച്ചോ. ಈಗ ದೊಡ್ಡವನಿಗೆ 2 ಪಾಲು, അവൻ മൂത്തവന് 2 ഭാഗം, ಚಿಕ್ಕವನಿಗೆ ಒಂದು ಪಾಲು. ചെറിയവന് 1 ഭാഗം. ಇವನು ದೂರ ದೇಶಕ್ಕೆ ಹೋದ. ഇവൻ ദൂരത്തേക്ക് പുറപ്പെട്ടു പോയി. ಎಲ್ಲವನ್ನು
ಕಳ್ಕೊಂಡ, അവൻ എല്ലാം നഷ്ടപ്പെടുത്തി, ಎಲ್ಲ ಕಳ್ಕೊಂಡ. എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ಕೊನೆಗೆ ಅಂದಿಗೆ ಸಿಕ್ಕುವ ಆಹಾರ ಕೂಡ ಸಿಕ್ಕಿಲ್ಲ, ഏറ്റവും ഒടുവിലായി പന്നി കഴിക്കുന്ന ആഹാരം വരെ അവൻ തേടി, ಅವನಿಗೆ ಸಿಕ್ಕಿಲ್ಲ. അവൻ അതുപോലും അവൻ ലഭിച്ചില്ല. ಆಗ ಅವನಿಗೆ ಬುದ್ಧಿ ಬಂತು. അവൻ അപ്പോഴാണ് അവന്റെ ബുദ്ധി അവൻ തിരിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങി. ಅವನು ಏನ್ ಹೇಳ್ತಾನೆ ಗೊತ್ತಾ? അവൻ എന്താ പറയുന്നറിയോ? ನನ್ನ ತಂದೆಯ ಮನೆಯಲ್ಲಿ എന്റെ പിതാവിന്റെ ഭവനത്തിൽ ಕೆಲಸ ಮಾಡುವವರಿಗೆ ಒಳ್ಳೆಯ ಆಹಾರ ಇದೆ. അവൻ വേല ചെയ്യുന്നവർക്ക് പോലും നല്ല ആഹാരമുണ്ട്. ಏನಂದ ಅವನು? എന്താ പറഞ്ഞവൻ? ನನ್ನ ತಂದೆಯ ಮನೆಯಲ್ಲಿ എന്റെ അപ്പന്റെ ഭവനത്തിൽ ಕೆಲಸ ಮಾಡುವವರಿಗೆ ಒಳ್ಳೆಯ ಆಹಾರ ಇದೆ. അവൻ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് പോലും വേലക്കാർക്ക് പോലും നല്ല ആഹാരമുണ്ട്. ಆದ ಕಾರಣ ನಾನು ದೇವರಿಗೆ ವಿರೋಧವಾಗಿ ಅಪ್ಪನಿಗೆ ವಿರೋಧವಾಗಿ ತಪ್ಪು ಮಾಡಿದ್ದೇನೆ. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് വിരോധമായും അപ്പന് വിരോധമായും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ತಂದೆ ಮನೆಗೆ ಹೋಗಿ ഞാൻ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി ಕೆಲಸಕ್ಕೆ ಸೇರ್ಕೊತೇನೆ. അവന്റെ വേലക്കാരനായി ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ಯಾಕಂದ್ರೆ ನನಗೆ ಊಟ ಬೇಕು. എന്തുകൊണ്ടെന്നാൽ അവന് ആഹാരം വേണം. ತಂದೆ ಮನೆಯಲ್ಲಿ ಊಟ ಇದೆ, അപ്പന്റെ ഭവനത്തിൽ വീട്ടിൽ ആഹാരമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಆಗ ಮನೆಗೆ ಹಿಂದಿರುಗಿ ಹೋದ. അവൻ തിരിച്ച ഭവനത്തിലേക്ക് പോവുകയാണ്. ಅಲ್ಲಿ ಅಪ್ಪ അവിടെ അപ്പൻ ದೂರದಿಂದ ನೋಡಿ, ദൂരത്ത് നിന്ന് ആ മകൻ വരുന്നത് കണ്ട് ಓಡಿ ಅಪ್ಪಿಕೊಂಡ, ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഹല്ലേലൂയ. ನಾವಾಗಿದ್ರೆ നമ്മളായിരുന്നെങ്കിൽ ಬಯಸಿರ್ತಿದ್ವಿ. നമ്മളായിരുന്നെങ്കിൽ നല്ല ആളുടെ പറഞ്ഞ ಬಂದವನು ಹಾಗೆ ಓಡೋಡ್ಬೇಕು. അവൻ വരുന്നവൻ ആ കേട്ടോറിന് അവൻ അവിടെ തന്നെ പോയേനെ. ಆದ್ರೆ ಚಿಕ್ಕವನಿಗೆ ಅವರ ತಂದೆ ಬಗ್ಗೆ ಗೊತ್ತಿತ್ತು. എന്നാൽ ആ ചെറിയവന് ഇളയവന് അപ്പനെ കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു. He knew his father. അവന്റെ പിതാവിനെ അറിയാമായിരുന്നു. ಆತನ ಕ್ಯಾರೆಕ್ಟರ್ ಗೊತ್ತು, അവന്റെ സ്വഭാവം അറിയാം, ಅಪ್ಪನ ಪ್ರೀತಿ ಗೊತ್ತು, അപ്പന്റെ സ്നേഹം അറിയാം, ಅಪ್ಪನ ಕೇರ್ ಗೊತ್ತು, അപ്പന്റെ കെയറിങ് അറിയാം. ವಿಚಾರಣೆ ಮಾಡುವವರಪ್ಪ, അവൻ ವಿಚಾರಿಸುವವನು, അവൻ അപ്പൻ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നവനാണെന്നറിയാം. ಅವನಿಗೆ ಗೊತ್ತಿತ್ತು. അത് അവൻ അറിയാമായിരുന്നു. ಆದ್ರೆ ಅವನ ಸ್ವಭಾವ ಅವನನ್ನ ದೂರ ತಗೊಂಡು, എന്നാൽ അവന്റെ സ്വഭാവമാണ് അവനെ ദൂരേക്ക് വലിച്ചു കൊണ്ടുപോയത്. ಮನೆಗೆ ಬಂದ ಮೇಲೆ അവൻ വീട്ടിലേക്ക് വന്നതിന് ശേഷം ಅಪ್ಪ ಬಹಳ ಸಂತೋಷಪಟ್ಟು അപ്പൻ ഒരുപാട് സന്തോഷിച്ച് ಅವನನ್ನು ಅಪ್ಪಿಕೊಂಡು അവനെ കെട്ടിപ്പിടിച്ച് ಮನೆಯಲ್ಲಿ ಸ್ವೀಕಾರ ಮಾಡಿಕೊಂಡು വീട്ടിനകത്ത് കൂട്ടിക്കൊണ്ടു വന്നു. ಅವನನ್ನು ಸ್ನಾನ ಮಾಡಿಸಿ അവനെ കുളിപ്പിച്ച് ಅವನಿಗೆ ವಸ್ತ್ರವನ್ನು ಕೊಟ್ಟು അവന് നല്ല വസ്ത്രം കൊടുത്ത് ಉಂಗುರವನ್ನು ತೊಡಿಸಿ അവന് നല്ല മോതിരം അണിയിച്ചു. ಕಾಲಿಗೆ ಚಪ್ಪಲಿಯನ್ನು ಹಾಕಿದ್ರು. അവന് ആ കാലിൽ നല്ല ചെരുപ്പിടിയിപ്പിച്ചു. ಎಲ್ಲ ಗಮನವಾಗಿ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ಬಟ್ಟೆ ಅಡ್ಜಸ್ಟ್ ಆಗಿಬಿಡಬಹುದು. അവൻ വസ്ത്രം അഡ്ജസ്റ്റ് ചെയ്യാം. ಯಾರದೋ ಬಟ್ಟೆ ಕೂಡ ಹಾಕೋಬಹುದು. അവൻ ആരുടെയെങ്കിലും വസ്ത്രം വേണമെങ്കിൽ ഇടിക്കാം. ಆದ್ರೆ ಉಂಗುರ ಹಾಕಕ್ ಬರೋದಿಲ್ಲ. അവൻ മോതിരം അങ്ങനെ ഇടാൻ പറ്റുന്നതല്ല. ಸೈಜ್ ಕರೆಕ್ಟ್ ಆಗಿರ್ಬೇಕು. അവൻ ഈ മോതിരത്തിന്റെ സൈസ് കറക്റ്റ് ആയിരിക്കണം. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഹല്ലേലൂയ. ಶೂ ಕರೆಕ್ಟ್ ಆಗಿ ಸೈಜ್ ಇರ್ಬೇಕು. അവൻ ഷൂ കറക്റ്റ് ആയ സൈസ് ഉണ്ടായിരിക്കണം. ನಾ ಚರ್ಚ್ಗೆ ಹೋಗ್ತಿದ್ದೆ, ಚರ್ಚ್ಗೆ ಹೋಗ್ತಿದ್ದೆ. അവൻ ചർച്ചിലേക്ക് പോകുമ്പോ ನನ್ನ ಶೂ ಎಲ್ಲಿ ಕಳ ಬಿಟ್ಬಿಡ್ತೀನಿ. അവൻ എന്റെ ഷൂ എവിടെ വേണേലും ഞാൻ ഇട്ടിട്ട് പോകും. ಯಾರು ಕದಿಯಕ್ಕಾಗಲ್ಲ. അവൻ ആർക്കും അത് മോഷ്ടിക്കാൻ കഴിയില്ല. ನನ್ನ ಸೈಜ್ 12, 13 ಸೈಜ್. അവൻ എന്റെ ഷൂവിന്റെ സൈസ് 12, 13 ಇಲ್ಲಿ ಯಾರಿಗೂ ಇಲ್ಲ ಅನ್ನಿಸ್ತೇನೆ. ഇവിടെ ആർക്കും കാണത്തില്ല അത്രയും വലിയ കാല്. 12 ಬಿಟ್ಟು ಬೇರೆ ಶೂ ನಾನು ಹಾಕಕ್ ಬರೋದಿಲ್ಲ. അവൻ 12 എന്ന സംഖ്യയുള്ള ഷൂ അല്ലാതെ വേറെ ഒന്നും എനിക്ക് ഇടാൻ പറ്റത്തില്ല. ನೀವು ಕೂಡ ನನ್ನ ಶೂ ಯಾರು ಹಾಕಕ್ಕಾಗಲ್ಲ. നിങ്ങളിൽ ആർക്ക് പോലും എന്റെ ഈ ഷൂ ഇടാൻ പറ്റത്തില്ല. ಹಾಗಾದ್ರೆ ಶೂ ಸೈಜ್ ಗೊತ್ತಿರ್ಬೇಕು. അങ്ങനെയാണെങ്കിൽ ഷൂവിന്റെ സൈസ് അറിഞ്ഞിരിക്കണം. ಅವರಪ್ಪ ನೋಡ್ರಿ, അപ്പനെ നോക്കിയാണ് ಅವನಿಗೊಂದು ಶೂ ಮಾಡಿಟ್ಟಿದ್ದ. അവന്റെ മകന് വേണ്ടി ഒരു ഷൂ പണിത് വെച്ചിരുന്നു. ಅವನಿಗೆ ಉಂಗುರ ಸೈಜ್ ಗೊತ್ತಿತ್ತು. അവന്റെ ആ മോതിരത്തിന്റെ സൈസ് അവൻ അറിയാമായിരുന്നു. ಆ ಮಟ್ಟಕ್ಕೆ ಅಪ್ಪ ಮಗನ ಮೇಲೆ ಚಿಂತೆ ಉಳ್ಳವನಾಗಿದ್ದ. അപ്പന് ആ മകനോടുള്ള സ്നേഹത്തിൽ നിന്നിരുന്നവനായിരുന്നു. ഹല്ലേലൂയ. ನಮ್ಮ ತಂದೆ ಪರಲೋಕದಲ್ಲಿರುವ ತಂದೆ, നമ്മുടെ സ്വർഗത്തിലുള്ള നമ്മുടെ പിതാവായ ദൈവം ನಮ್ಮನ್ನು ವಿಚಾರಿಸುವ ತಂದೆ, അവൻ നമ്മളെ കുറിച്ച് ചിന്തയുള്ളവനാണ്. ನಮ್ಮನ್ನು ಪ್ರೀತಿಸಿ ತನ್ನ ಮಗನನ್ನೇ ಕೊಟ್ಟಂತ ತಂದೆ, അവൻ നമ്മളെ സ്നേഹിച്ച് തന്റെ കുമാരനെ നൽകിയ ദൈവമാണ്. ನಾವು ಬೇಡೋದಕ್ಕೆ ಮುಂಚೆ ನಮ್ಮ ಯೋಚನೆಗಳನ್ನು ತಿಳಿದಿರುವ ತಂದೆ, അവൻ നമ്മൾ യാചിക്കുന്നതിന് മുന്നമേ നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ നിലവുകൾ അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ನಮಗಾಗಿ ಎಲ್ಲವನ್ನು ಕೊಟ್ಟಂತ ತಂದೆ, അവൻ നമുക്ക് വേണ്ടി ಎಲ್ಲத்தையும் തന്ന ദൈവം. ಅಧಿಕಾರವನ್ನು ಕೊಟ್ಟ ತಂದೆ, അധികാരം തന്ന പിതാവ്. ಅಭಿಷೇಕವನ್ನು ಕೊಟ್ಟ ತಂದೆ, അഭിഷേകം തന്ന പിതാവ്. ನಮಗಾಗಿ ಯಾವುದು ಹಿಡ್ಕೊಳ್ಳದ ಸ್ವಂತ ಮಗನನ್ನೇ ನಮಗೆ ಕೊಟ್ಟ. അവൻ നമുക്ക് വേണ്ടി ഒന്നും പിടിച്ചു വെക്കാതെ തന്റെ സ്വന്തം കുമാരനെ പോലെ നമുക്ക് തന്ന ദൈവം. ತಂದೆ ಈ ಜಗತ್ತಲ್ಲಿ ಯಾರು ಇರಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഇങ്ങനെയുള്ള ദൈവം ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനൊരു പിതാവ് ഇല്ലേ ഇല്ല. ಆದರೆ ಮನೆಯಲ್ಲಿ
ಒಬ್ಬ ಹಿರಿಯವನಿದ್ದ. അവൻ അങ്ങനെ എന്നാൽ അവൻ വീട്ടിൽ ഒരു മൂത്ത ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു. ಈ ಮೂತವ ಹೊಲದಿಂದ ಕೆಲಸದಿಂದ ಬಂದ. അവൻ മൂത്തവൻ പാടത്തുനിന്ന് ജോലി ചെയ്ത് അവൻ കടന്നു വരികയാണ്. ಬಂದು ಶಬ್ದವನ್ನು ಕೇಳಿದಾಗ അവൻ വരുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്നു. ಏನು ಅಂತ ವಿಚಾರಿಸಿ അവൻ ഈ ശബ്ദം എന്താണെന്ന് അവൻ ചിന്തിക്കുകയാണ്. ಜನರು ಹೇಳಿದ್ರು ಈ ತರ ನಿಮ್ ತಮ್ಮ ಬಂದಿದ್ದ. ജനം പറയുകയാണ് നിന്റെ അനുജൻ ഇങ്ങനെ മടങ്ങി വന്നിട്ടുണ്ട്. ಈಗ ಇವನು ಆಚೆ ನಿಂತ್ಕೊಂಡ್ಬಿಟ್ಟ. ഇവൻ അപ്പോൾ ഉടനെ തന്നെ അവൻ പുറത്തു നിന്നു. ಕೋಪ ಬಂದ್ಬಿಡ್ತು. അവന് ദേഷ്യം വന്നു. ಆಚೆ ನಿಂತ್ಕೊಂಡ್ಬಿಟ್ಟ. അവൻ പുറത്തു നിൽക്കുക. ಆಗ ಅಪ್ಪ ಬರ್ತಾರೆ. അപ്പൊ അപ്പൻ വരികയാണ്. ಬಾ ಒಳಗೆ. അപ്പം പറയാ മോനെ അകത്ത് വാ. ಆಗ ದೊಡ್ಡವನು ಹೇಳ್ತಾನೆ. അപ്പൊ മൂത്തവൻ പറയാ ಎಲ್ಲ ಗಮನಕ್ಕೆ എല്ലാരും ശ്രദ്ധിക്കട്ടെ, ನಾನು ನಿನ್ನ ಕೆಲಸವನ್ನೆಲ್ಲ ಮಾಡಿದ್ದೇನೆ. ഞാൻ നിന്റെ വേലയെല്ലാം ചെയ്തിട്ടുണ്ട്. ಇವತ್ತು ಅನೇಕರು ಹಾಗೆ ಇದ್ದೇವೆ. ഇന്ന് അനേകര് ഇതുപോലെയാണ് ഇവിടെ. ನಾವು ಬಹಳ ದಿನದಿಂದ ಚರ್ಚಿಗೆ ಬರ್ತೇವೆ. ഞാൻ എത്രയോ നാള് കൊണ്ട് ഞാൻ ചർച്ചിൽ വരുന്നുണ്ട്. ದಶಮ ಭಾಗ ಕಾಣಿಕೆ ಕೊಡ್ತೇವೆ. ഞാൻ ദശമാംശവും സ്വത്രകാഴ്ച ഇടുന്നുണ്ട്. ಕೈ ತಟ್ಟಿ ಆಟ ಹಾಡುತ್ತೇವೆ. അവൻ കൈ തട്ടി ഞാൻ ആരാധിക്കുന്നുണ്ട്. ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೇವೆ. പ്രാർത്ഥിക്കുന്നുണ്ട്. ಮುಂಜಾನೆ ಎದ್ದೇಳ್ತೇವೆ. രാവിലെ അധികാരം എഴുന്നേൽക്കുന്നുണ്ട്. ಆದರೆ എന്നാലും ತಂದೆಯನ್ನ ಪ್ರಶ್ನೆ ಕೇಳ್ತೀವಿ. അവൻ അപ്പനോട് അങ്ങനെ ചോദിക്കുകയാണ്. ಅವನು ಹೇಳಿದ, അവൻ പറയാ ನಿನ್ನ ಆಸ್ತಿಯನ್ನೆಲ್ಲ ಅವನು ಹಾಳು ಮಾಡಿದ್ದಾನೆ. അവൻ നിന്റെ ആസ്തി എല്ലാം അവൻ നഷ്ടപ്പെടുത്തിയവനാണ്. ಎಲ್ಲ ಗಮನವಾಗಿ ಕೇಳಿಸಿ. എല്ലാരും ശ്രദ്ധിച്ചു കേട്ടാട്ടെ. ಅಪ್ಪ ಏನಂದ? അപ്പൻ എന്താ പറഞ്ഞേ? ಚಿಕ್ಕವನೇನಂದ? അവൻ ചെറിയവൻ എന്താ പറഞ്ഞേ? ನನಗೆ ಬರಬೇಕಾದ ಪಾಲನ್ನು ಕೊಟ್ಟು ಬಿಡು. അവൻ എനിക്ക് ലഭിക്കേണ്ട എന്റെ ഓഹരി ഇങ്ങ് തന്നേരെ. ದೊಡ್ಡವನೇನು ಹೇಳ್ತಾನೆ? മുതിർന്നവൻ എന്താ പറയുന്നത്? ನಿನ್ನ ಆಸ್ತಿಯನ್ನ ಹೋಗಿ ಹಾಳು ಮಾಡಿದ್ದಾನೆ. അവൻ മൂത്തവൻ എന്താ പറയുന്നത്? നിന്റെ ആസ്തിയെ കൊണ്ടുപോയി നശിപ്പിച്ചവനാണ് അവൻ. ಆಸ್ತಿ ಯಾರ್ದು? ആസ്തി ആരുടെയാണ്? ಯಾರದ? ആരുടേതാ? നിങ്ങളത്. നിങ്ങളത്. ഹല്ലേലൂയ. ആമേൻ. ಅರ್ಥವೇ? മനസ്സിലായില്ലേ? ಈ ಅಖಿಲ ಲೋಕವನ್ನು ದೇವರು അവൻ ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം ನಮಗಾಗಿ ಸೃಷ್ಟಿ ಮಾಡಿದ. അവൻ നമ്മളെയും അതുപോലെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ನಮ್ಮನ್ನು ಪ್ರೀತಿಸಿ നമ്മളെ സ്നേഹിച്ച് ನಮಗಾಗಿ ಎಲ್ಲವನ್ನು ಮಾಡಿದ್ದಾನೆ. നമുക്ക് വേണ്ടി എല്ലാം നൽകിയിരിക്കുകയാണ്. ನಾವು ಅದನ್ನ ಹೊಂದದೆ ಭಾಗ್ಯ ಇಲ್ಲದೆ ಹೋಗ್ಬಿಟ್ಟಿದ್ವಿ. ആമേൻ സ്തോത്രം. നമ്മൾ അതൊക്കെ പ്രാപിക്കുവാനുള്ളതാകുന്ന ഭാഗ്യമില്ലാതെ നാം കടന്നുപോയി. ಆದರೂ ತನ್ನ ಮಗನಾದ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ಬಲಿ ಕೊಟ್ಟು ಆತನನ್ನು ನಂಬುವ ನಮಗೆ ಮಕ್ಕಳಾಗುವ ಅಧಿಕಾರವನ್ನು ಕೊಟ್ಬಿಟ್ಟು, എന്നിട്ടും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സ്വന്തം കുമാരനെ നമുക്ക് വേണ്ടി നൽകി തന്ന് ആ ഭാഗ്യമൊക്കെ തിരിച്ചു പ്രാപിക്കുവാനുള്ളതാകുന്ന അധികാരം ദൈവം തന്നു. ಒಬ್ಬನು ಆತನ ನಂಬುವವನು ನಾಶವಾಗುವುದಿಲ್ಲ. അവനെ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകുകയില്ല. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಈ ಅಧಿಕಾರವನ್ನು ನಾವು ಹೊಂದಿದ್ದೇವೆ. ഈ അധികാരം നമ്മൾ പ്രാപിച്ചിരിക്കുകയാണ്. ಸಿಕ್ಕವನು ಅಧಿಕಾರ ಉಪಯೋಗಿಸಿಕೊಂಡ. അവൻ ചെറിയവൻ ഇളയവൻ ആ അധികാരം ഉപയോഗിച്ചു. ಆದರೆ ದೊಡ್ಡವನಿಗೆ ತನಗಿರುವ ಅಧಿಕಾರ ಅವನಿಗೆ ಗೊತ್ತೇ ಇಲ್ಲ. അവൻ മൂത്തവന് തനിക്കുള്ളതാകുന്ന അധികാരം അവൻ അറിയത്തേ ഇല്ല. ಅವನೇನು ಹೇಳಿದ? ನಿನ್ನ ಆಸ್ತಿಯನ್ನು ಸೂಳೆಗಳ ಹತ್ರ ಹೋಗಿ ಹಾಳು ಮಾಡಿ ಬಂದಿದ್ದ. അവൻ മൂത്തവൻ എന്താണ് പറയുന്നത്? നിന്റെ ആസ്തിയെല്ലാം അവൻ കൊണ്ടുപോയി വെറുതെ പാഴാക്കി കളഞ്ഞിട്ട് വന്നിരിക്കുന്നു എന്ന്. ಆದರೆ ನನ್ನ ಸ್ನೇಹಿತರಿಗಾಗಿ ಒಂದು ಕುರಿಯನ್ನು ನೀನು ಕೊಟ್ಟಿಲ್ಲ. എന്നാൽ എന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ പോലും തന്നിട്ടില്ല നീ. ಆಗ ಅಪ್ಪ ಹೇಳ್ತಾನೆ, അപ്പോൾ അപ്പൻ പറയുകയാണ്, ನನ್ನದಲ್ಲ ನಿನ್ನದೇ. എന്റെ എല്ലാം നിന്റേതാണ്. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹೆಸರಿಗೆ ಅರ್ಥವಾಯಿತು? എത്ര പേർക്ക് മനസ്സിലായി? ಬಹಳ ಜನಕ್ಕೆ ಅರ್ಥ ಆಗಿಲ್ಲ. ഒരുപാട് പേർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ಇವತ್ತು ಸಭೆ ಅದೇ ಪರಿಸ್ಥಿತಿಯಲ್ಲಿದೆ. ഇന്ന് സഭയും അതേ വിഷയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ಅಲ್ಲಿ ಕನ್ನಡದಲ್ಲಿ ಒಂದು ಮಾತು ಹೇಳಿದ್ದಾನೆ. കന്നഡത്തിൽ ഒരു ചൊല്ലുണ്ട്. ಬೇರೆ ಭಾಷೆಯಲ್ಲಿ ಎಲ್ಲೂ ಇಲ್ಲ. വേറെ ഭാഷയിലൊന്നുമില്ല. ಆದ್ರೆ ಒರಿಜಿನಲ್ ಗ್ರೀಕ್ ಟ್ರಾನ್ಸ್ಲೇಷನ್ ಅಲ್ಲಿ ಇದೆ. എന്നാൽ ഒറിജിനൽ ഭാഷയിൽ ഗ്രീക്കിലുണ്ട്. ಅಪ್ಪ ಆ ದೊಡ್ಡವನು ಕೇಳ್ತಾನೆ, മൂത്തവൻ പറയുന്നു, ನಿನ್ನ ಆಸ್ತಿಯನ್ನೆಲ್ಲ ಹಾಳು ಮಾಡಿ ಬಂದಿದ್ದ. നിന്റെ ആസ്തിയൊക്കെ അവൻ നശിപ്പിച്ചിട്ട് വന്നതാണ്. ನಾನಾದ್ರೂ ನೀನು ಹೋಗಂದ್ರೆ ಹೋಗು, ಬಾ ಅಂದ್ರೆ ಬರ್ತಿದ್ದೆ. ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഞാനാണെങ്കിൽ നീ വാ എന്ന് പറയുമ്പോൾ വരുന്നു, പോ എന്ന് പറയുമ്പോൾ ഞാൻ പോകുന്നു. ಆದರೆ ನನ್ನ ಸ್ನೇಹಿತರಿಗೆ ಒಂದು ಕುರಿ ಕೂಡ ಕೊಟ್ಟಿಲ್ಲ. എന്നിട്ട് പോലും നീ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ തന്നില്ല. ಆಗ ಅಪ್ಪ ಹೇಳ್ತಾನೆ, അപ്പം പറയാ, ಕಂದ മകനെ. ಮಗನೇ ಅಲ್ಲೇ ಕಂದ ಅಲ್ಲ, ಮಗು. ಅದು ಮಗು ಮನೆಯಲ್ಲ. അതെ, ശിശുവേ, ಶಿಶುವೆ, ಕುഞ്ഞೆ. Praise the Lord. ಇವನು ಒಳ್ಳರ பெரிய ஆள் வீட்டுல. ഇവൻ വീട്ടിലെ മൂത്തവനാ. ബുദ്ധി ശിശുവ. അവന്റെ ബുദ്ധി ശിശുവിനെ പോലെയാ. വലിയ വിശ്വാസിയാ, വലിയ വിശ്വാസിയാ. അത് ബുദ്ധി ഇന്ന് ശിശുവേ. അവന്റെ ബുദ്ധിമണ്ഡലം അവന് ശിശുവിനെ പോലെയാ. ഹല്ലേലൂയ. ಬಹಳ ವಿಶ್ವಾಸಿಗಳು ಹಾಗೆ ಇದ್ದಾರೆ. ഒരുപാട് വിശ്വാസികൾ അങ്ങനെ ഉണ്ട്. ನಾನು ಪೊರದಲ್ಲಿಂದ ವಿಶ್ವಾಸಿಯ. ഞാൻ
പിറന്നതുപോലെ വിശ്വാസിയായിട്ടാ. ഹല്ലേലൂയ. ನಾವು പഴയ വിശ്വാസിയാ. നമ്മൾ വലിയ വിശ്വാസികളാണ്. ആദ്ര ബുദ്ധി ഇന്ന് ശിശുവേ. അവൻ ബുദ്ധി ഇനിയും കുഞ്ഞിനെ പോലെയാ. ഹല്ലേലൂയ. അർത്ഥമായ മനസ്സിലായ അർത്ഥം എന്താ? അവൻ ಹೇಳ್ತಾನೆ, അവൻ പറയുകയാണ്, ನನ್ನ ಸ್ನೇಹಿತರಿಗೆ ಒಂದು ಕುರಿ ಕೊಟ್ಟಿಲ್ಲ, എന്റെ സ്നേഹിതർക്ക് വേണ്ടി ഒരാടിനെ പോലും തന്നില്ല. 15ನೇ ಅಧ್ಯಾಯ 12ನೇ ವಚನದಲ್ಲಿ ಹೇಳ್ತಾರೆ. 15ാം അധ്യായം 12ാം വാക്യത്തിൽ പറയുന്നു, ആസ്തിಯನ್ನು അപ്പ ഹഞ്ചിപ്പെട്ടുവിട്ട. അവൻ ആസ്തിയെ, അവനുള്ളതാകുന്നു ആസ്തിയെ അവൻ തന്റെ മക്കൾക്ക് വേണ്ടി അവൻ ഭാഗം വീതിച്ചു കൊടുത്തു. ಈಗ ಆಸ್ತಿ ಯಾರ್ದು? ഇപ്പൊ ഈ ആസ്തി ആരുടേതാണ്? ചിಕ್ಕവನು ತಗೊಂಡು ಹೋದ. അവൻ ചെറിയവൻ, ഇളയവൻ അത് വാങ്ങിക്കൊണ്ട് പോയി. ഉಳಿದಿದ್ದല്ല ಯಾರ್ದು? അതിന്റെ ബാക്കിയുള്ളതൊക്കെ ഇനി ആരുടേതാ? മനസ്സാണ്. അർത്ഥാക്കില്ല. ഹല്ലേലൂയ. ആസ്തിಯನ್ನ ಹಂಚಿಕೊಟ್ಬಿಟ್ಟ. അവൻ ആസ്തി എല്ലാം അവൻ വീതം വെച്ചു. ಚಿಕ್ಕವನಿಗೆ, ചെറിയവന്, ದೊಡ್ಡವನಿಗೆ, മൂത്തവന്, ತಂದೆಗೆ, അപ്പന്. ಈಗ ഇപ്പോ ಚಿಕ್ಕವನು ಹಾಳು ಮಾಡ್ಬಿಟ್ಟ. അവൻ ഇളയവൻ അതെല്ലാം കൊണ്ട് നശിപ്പിച്ചു. ಈಗ ಇರೋ ಆಸ್ತಿ ಯಾರ್ದು? ഇനി ബാക്കിയുള്ള ആസ്തിയൊക്കെ ആരുടെയാ? ಬಾಯಿ വാ തുറന്ന് പറഞ്ഞേട്ടെ. வெரி குட். யார் போறது? வெரி குட். நீ போயிச்சுக்குவே. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಇನ್ನೂ தெரியாம உட்கார்ந்திருக்காங்க. അവൻ ഇനിയും മനസ്സിലാകാതെ ഇരിക്കുന്നവരുണ്ട്. ഇത് ആസ്തിയല്ല ಯಾರ್ದು? ഈ ആസ്തിയൊക്കെ ആരുടെയാ? ഹല്ലേലൂയ. ഒരുവേള അപ്പ സത്തു ಹೋದ್ರು, ഒരുപക്ഷെ അപ്പൻ മരിച്ചു പോയാലും 2 വർഷം അപ്പന്റെ ആസ്തി ഉണ്ട്. 2 മടങ്ങ് അപ്പന്റെ ആസ്തി കൂടെ ഇവന്റെയാ. ആനാ അത് മനസ്സിലാവില്ല. ചിലർക്കൊന്നും ഇങ്ങോട്ട് മനസ്സിലായില്ല. നിങ്ങൾക്കും മനസ്സിലാവില്ല, അവനക്കും മനസ്സിലാവില്ല. നിങ്ങൾക്കും മനസ്സിലായില്ല, അവനും മനസ്സിലായില്ല. അവൻ എഴുതാനെ ഒന്നും അവൻ പറയാ, നീ ഒരാടിനെ പോലെ നീ എനിക്ക് തന്നില്ല. നിനക്ക് തരം പാടില്ല, നീ എടുത്തുകൊള്ളപ്പ. അവൻ നിനക്ക് തരേണ്ട ആവശ്യമില്ല, നീ അങ്ങ് എടുത്താ മതി. അത് തെരിയില്ല. അവൻ അതും മനസ്സിലായില്ല, അത് ಗೊತ್ತಿಲ್ಲ. അതും ചിലർക്ക് അറിയത്തില്ല. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ജോലി കഴിക്കണമേ, ജോലി തരണമേ, വീട് കെട്ടണമേ, വീട് കെട്ടണേ, സുഖമാവണമേ, സുഖമാകണേ. ഇത് പിച്ച കേൾക്കുന്ന ആളല്ല നമ്മൾ ഭിക്ഷ ചോദിക്കേണ്ടവരല്ല. നമ്മൾ സ്വതന്ത്രമായി ജീവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. Praise the Lord. Hallelujah. When you know the truth will set you free. ആമേൻ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. What is truth? സത്യം ಅಂದ್ರೆ ಏನು? സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു നിനಗಾಗಿ ಮಾಡಿರೋದು ಎಲ್ಲವನ್ನೂ ತಿಳ್ಕೊಂಡ್ರೆ ಅದು ನಿನ್ನನ್ನು ಬಿಡುಗಡೆ ಮಾಡ್ತದೆ. യേശു നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നീ മനസ്സിലാക്കുകയാണെങ്കിൽ ആ സത്യം നിന്നെ സ്വതന്ത്രമാക്കുവാനിടയാകും. ಹಳೆಯ ಒಡಂಬಡಿಕೆಯಲ್ಲಿ, പഴയ നിയമത്തിൽ ಬೇಡಿಕೋಬೇಕಾಗಿತ್ತು. അവൻ യാചിക്കണമായിരുന്നു. ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ, പുതിയ നിയമത്തിൽ, ನನ್ನವನು ಹೇಳುವ ನೀತಿವಂತನ ನಂಬಿಕೆಯಿಂದ ನಡಿಬೇಕಾಗಿದೆ. അവൻ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കണം. ഹല്ലേലൂയ. ആമേൻ. Praise the Lord. ആമേൻ. ಅರ್ಥ ಆಯ್ತಾ? മനസ്സിലായോ? Right. ಈಗ ನಾವು ഇപ്പോൾ നമ്മൾ ಕಿರಿಯ ಕುಮಾರನು ಮನೆಗೆ ಬಂದ. ആമേൻ. ഇളയവൻ ഭവനത്തിലേക്ക് വന്നു. ಮನೆಯಲ್ಲಿ ಅಪ್ಪ ಅವನನ್ನ ಮಗನಾಗಿ ಸ್ವೀಕರಿಸಿಕೊಂಡ. അവൻ വീട്ടിൽ അപ്പൻ അവനെ മകനായി സ്വീകരിച്ചു. ಆಗ ದೊಡ್ಡವನಿಗೆ ಕೋಪ ಬಂತು. അപ്പോൾ ഉടനെ മൂത്തവന് കോപം വന്നു. ಈಗ ಅಪ್ಪ ಹೇಳ್ತಾನೆ, അപ്പൻ പറയുകയാണ്, ನನ್ನದಲ್ಲ ನಿನ್ನದೇ, എന്റെതെല്ലാം നിന്റെതാ. ಆತನದೆಲ್ಲ ನಮ್ಮದೇ, അവന്റെതെല്ലാം നമ്മുടേതാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ಆತನದೆಲ್ಲ ನಿನ್ನದೇ, അവന്റെതെല്ലാം നിങ്ങളുടേതാണ്. ദൈവದ സുഖം നിങ്ങളದೇ. അവൻ ദൈവിക സുഖം നിങ്ങളുടേതാണ്. ഹല്ലേലൂയ. ആമേൻ. പരലോകದಲ್ಲಿ ಎಲ್ಲ ಆತ್ಮೀಯ ಆಶೀರ್ವಾದ ನಿಮ್ಮದೇ. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടേതാണ്. അബ്രഹാമിനുണ്ടായ ആശീർവാദങ്ങൾ നിಮ್ಮದೇ. അബ്രഹാമിന് നൽകി കൊടുത്ത അനുഗ്രഹമെല്ലാം നിങ്ങളുടേതാണ്. ಕ್ರಿಸ್ತ ಯೇಸುವಿನಲ್ಲಿ ಆದಿಕಾಂಡದಿಂದ ಮಲಾಕಿವರೆಗಿರುವ ಎಲ್ಲಾ ವಾಗ್ದಾನಗಳು ಆಮೆಂಬುದಾಗಿ ಎಂಬುದಾಗಿದೆ. അവൻ ക്രിസ്തുവേ യേശു മുഖേന ആ ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി വരെയുള്ളതാകുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടേതാണ്. ഹല്ലേലൂയ. നാം ಏನು ಮಾಡಿದ್ದಕ್ಕಾಗಿ? അവൻ നമ്മൾ എന്ത് ചെയ്തതുകൊണ്ടാണ്? ನಂಬಿದ್ದಕ್ಕಾಗಿ.
വിശ്വസിച്ചതുകൊണ്ട്. ಯಾರನ್ನು ನಂಬಿದ್ರು? ആരെല്ലാം വിശ്വസിച്ചു? ಯೇಸುವನ್ನು ವಿಶ್ವಾಸ. യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട്. ഹല്ലേലൂയ. ಆ ಯೇಸುವೇ ಸತ್ಯವಾಗಿದ್ದ. ആ യേശു സത്യമാണ്. ಆ ಸತ್ಯವನ್ನು ನೀವು ಅರಿವಾಗ ആ സത്യം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ಆ ಸತ್ಯ ನಿಮ್ಮನ್ನು ಬಿಡುಗಡೆ ಮಾಡುತ್ತದೆ. ആ സത്യം നിങ്ങളെ വിടുവിക്കുവാൻ ഇടയായി. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ನನ್ನ ಜನರು എന്റെ ജനം ನನ್ನನ್ನು ಅರಿಯದೆ ನಾಶವಾಗಿ ಹೋಗ್ತಿದ್ದಾರೆ. എന്നെ അറിയാതെ നശിച്ചു കൊണ്ടിരിക്കുന്നു. ಇವತ್ತು ಜನರಿಗೆ ആ ತಂದೆಯ ಬಗ್ಗೆ ಅರಿವಿಲ್ಲ. അവൻ ഇന്നത്തെ ജനത്തിന് ആ പിതാവിനെ, ആ അപ്പനെ അറിയത്തില്ല. ನಾನು ಮಗನಾಗಿದ್ದೇನೆ ಎಂಬ ಅರಿವು ನಮಗಿಲ್ಲ. അവൻ നമ്മൾ മക്കളാണ്, മകനാണ് എന്നുള്ള അറിവ് നമുക്കില്ല. ಹಲ್ಲೆಲೂಯ. അവൻ ಗಲಾತ್ಯರ 5:7 ಹೇಳ್ತದೆ. അവൻ ഗലാത്യർ പുസ്തകം 5:7 പറയുന്നു. ಆ ವಾಸಿಗೆ വായിക്കാം. 5:7. ഗലാത്യർ 5:7. നിങ്ങൾ നന്നായി ഓടിയിരിക്കുന്നു. ആ. സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആ തടുത്തു കളഞ്ഞു. നിങ്ങൾ നന്നായി ഓടിയിരിക്കുന്നു. 4:7. 4:7. 4:7 വായിച്ച. 4:7. അങ്ങനെ നീ ആ. ഇനി ദാസനല്ല, ഇനി ನೀವು ದಾಸರಲ್ಲ. ഇനി പുത്രനത്രേ. ആ. പുത്രനെങ്കിലോ ആ. ദൈവഹിതത്താൽ ആ. അവകാശിയുമാകുന്നു. ഹല്ലേലൂയ. ಅದೊಂದೊಂದ್ಸಲ ಜೋರಾಗಿ ಹೇಳ್ಬಿಡಿ. അവൻ അത് വീണ്ടും ഒരു പ്രാവശ്യം പറയാം. ಈಗ ಕೇಳಿದ್ರೆ ಅದು ಓದಕ್ಕೆ. ಇನ್ನು ನೀವು ದಾಸರಲ್ಲ, നിങ്ങൾ ദാസനല്ല, ಮಗನಾಗಿದ್ದೀರಿ. പുത്രനത്രേ. ಮಗನಾದ ಮೇಲೆ പുത്രനാണെങ്കിലോ ನೀವು ಎಲ್ಲರ ಮೇಲೆ ಸ್ವಾಧೀನ ಮಾಡ್ಕೊಳ್ಳೋರಾಗಿದ್ದೀರಿ. ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. ಯಾರ ಅವಕಾಶಿ ನಮ್ಮ? ആരാണ് അവകാശികൾ? നാം ദൈവത്തിന് എല്ലാത്തിനും അവകാശി. നമ്മൾ ദൈവത്തിന്റെ സകലത്തിന്റെയും അവകാശികളാണ്. ഹല്ലേലൂയ. ആതനിക്ക് ഇദ്ദിദ്ದ ಎಲ್ಲದಕ್ಕೂ ನಾವು ಅವಕಾಶಿಗಳಾಗಿದ್ದೀವಿ. അവനുള്ളതിനെല്ലാത്തിന്റെയും അവകാശികളാണ്. ಅವಕಾಶಿ ಯಾವತ್ತೂ ಬೇಡುವವರಾಗಿರುವುದಿಲ್ಲ. അവകാശി ഒരിക്കലും ഈ ഭിക്ഷ യാചിക്കുന്നവനായിരിക്കില്ല. ಅದೇ ಗಲಾತ್ಯರ 4:1 ಓದ್ರಿ. അത് ആ ഗലാത്യർ 1:4 വായിച്ചേ. അവകാശി ആ. സർവത്തിനും ആ. യജമാനെങ്കിലും ആ. ശിശുവായിരിക്കുന്നിടത്തോളം ആ. ദാസനേക്കാൾ ದಾಸನೆತ್ತಾಳೆ. ഒട്ടും വിശേഷതയുള്ളവനല്ല. ಈಗ ನೋಡ್ರಿ, ഇപ്പൊ നോക്കിയേ. ನೀವು ಮಕ್ಕಳಾಗಿದ್ರು, നിങ്ങൾ മക്കളാണെങ്കിലും ಬುದ್ಧಿ ಮಗುವಾಗಿದ್ದರೆ അവൻ ബുദ്ധി, നിങ്ങളുടെ വിവരം, നിങ്ങളുടെ ബുദ്ധി ആ കുഞ്ഞ് ശിശുവിനെ പോലാണെങ്കിൽ ದಾಸನಂತೆ ಇರ್ತೀರಿ. അവൻ നിങ്ങൾ ദാസനെ പോലെയായിരിക്കും. ದಾಸನ ಏನ್ ಮಾಡ್ತಾನೆ? ദാസൻ എന്താ ചെയ്യുക? ಪ್ರತಿ ಅವನು ಕೆಲಸ ಮಾಡಿದ ದುಡ್ಡು ತಗೊಳಕ್ಕೂ അവൻ ജോലി ചെയ്തിരിക്കുന്ന ജോലിയുടെ കൂലി വാങ്ങാൻ പോലും ಹೀಗೆ ನಿಂತ್ಕೊತಾನೆ, ഇങ്ങനെ നിൽക്കണം, ಹೀಗೆ ಬೇಡ್ಕೊತಾನೆ. ഇങ്ങനെ ചോദിക്കണം. ಹಲ್ಲೆಲೂಯ. ആമേൻ. ಮಗನು ಹಾಗಲ್ಲ. മകൻ അങ്ങനല്ല. ಹಲ್ಲೆಲೂಯ. ആമേൻ. ಯಾರಲ್ಲಿ? ആരവിടെ? ಯಾರಲ್ಲಿ? അവിടെ ആരാ? ಆಮೇನ್. ಅರ್ಥಮಾಯ? മനസ്സിലായോ? ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಕೆಲವರು ചിലര് ಮಕ್ಕಳಾಗಿದ್ದಾರೆ, മക്കളാണ്. ಮಗುವಾಗಿರೋದ್ರಿಂದ അവൻ ഈ ശിശുവിനെ പോലുള്ളത് കൊണ്ട് ಅವರ ಬುದ್ಧಿ ದಾಸರಂತೆ ಇದೆ. അവരുടെ ബുദ്ധി ദാസന്മാരെ പോലെ തന്നെയാണ്. ಹಲ್ಲೆಲೂಯ. ആമേൻ. ಬೇಡಿಕೊಳ್ತಾ ಇರ್ತಾರೆ. ആമേൻ. ഇങ്ങനെ യാചിച്ചുകൊണ്ടേയിരിക്കും. ದೈವವೇ, ദൈവമേ, നൽകണമേ, നൽകണമേ, ಪರಿಶುದ್ಧಾತ್ಮವೇ, പരിശുദ്ധാത്മാവേ, ഇറങ്ങി വരണമേ. ഇറങ്ങി വരണമേ. ಸ್ತೋತ್ರ. ಹಲ್ಲೆಲೂಯ. സ്തോത്രം. ನಾವು ಬೇಡುವವರಲ್ಲ, നമ്മൾ യാചിക്കേണ്ടവരല്ല. we are sons. നമ്മൾ മക്കൾ. ಯೇಸು ಒಂದು ಮಾದರಿಯಾಗಿದ್ರು. യേശു നമുക്കൊരു മാതൃകയാണ്. ಆತನು ಹಿರಿಯ ಸಹೋದರರಾಗಿದ್ದ. അവൻ നമുക്ക് മൂത്ത സഹോദരനാണ്. ಆತನು ಪರಲೋಕದಲ್ಲಿರುವ ತಂದೆ ಎಂಬುದಾಗಿ ಕರೆದ. അവൻ സ്വർഗത്തിലുള്ള പിതാവിനെ അപ്പ എന്ന് വിളിച്ചു. ನೀವು ನಾನು ಆತನನ್ನು ತಂದೆ ಎಂದು ಕರೀತೀವಿ. ഞാനും നിങ്ങളും അവനെ അപ്പ എന്ന് വിളിക്കാറുണ്ട്. ಯೇಸು ಹೇಳಿಕೊಟ್ರು. യേശു പറഞ്ഞു കൊടുത്തു, ನಮಗೆ ಪರಲೋಕದಲ್ಲಿರುವ ನಮ್ಮ ತಂದೆಯೇ. സ്തോത്രം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നിങ്ങൾ ತಂದೆಯಲ್ಲ, നിങ്ങളുടെ തന്റെ അപ്പനല്ല. എന്നുடைய ತಂದೆ ಇಲ್ಲ. അവൻ എന്റെ പിതാവേ എന്നുമല്ല, ഞങ്ങളുടെ ತಂದೆ. ഞങ്ങളുടെ പിതാവേ. ತಂದೆ ನಮಗೂ ತಂದೆ. യേശുവിനും അപ്പനാണ്, നമുക്കും അപ്പനാണ്. ಯೇಸು ಹೇಗೆ ಹುಟ್ಟಿದ್ರು? യേശു എങ്ങനെയാ പിറന്നത്? ಪರಿಶುದ್ಧಾತ್ಮ ನೆರಳು ಮೇಲೆ ಬಿತ್ತು. അവൻ പരിശുദ്ധാത്മ നിറവ് അവന്റെ മേൽ വന്നു. ಆಕೆ ಹೊಟ್ಟೆಯಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮ ಒಂದು ಶಿಶು ಉಂಟಾಯಿತು. അവളുടെ അകത്ത് പരിശുദ്ധാത്മാവിനാൽ ഒരു ശിശു ഉണ്ടായി. ಆ ಶಿಶು ಪರಿಶುದ್ಧ ಶಿಶು ಆಗಿತ್ತು. ആ ശിശു പരിശുദ്ധ കുഞ്ഞായി ജനിച്ചു. ഹല്ലേലൂയ.
ಯಾರ ಸಹಾಯದಿಂದ ಯೇಸು ಹುಟ್ಟಿದ್ರು? ആരുടെ സഹായത്താലാണ് യേശു പിറന്നത്? ಪರಿಶುದ್ಧಾತ್ಮನು ವಾಕ್ಯವು ಹುಟ್ಟಿ ಈ ಭೂಮಿಯಲ್ಲಿ ಯೇಸು ಆಗಿದ್ದು. അവൻ പരിശുദ്ധാത്മാവിനാൽ വചനം ജഡമായി ഈ ഭൂമിയിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ನೀವು ನಾವು അവൻ നിങ്ങളും ഞാനും ಮತ್ತೆ ಹುಟ್ಟಿದ್ದೇವೆ. അവൻ വീണ്ടും ജനിച്ചിരിക്കുകയാണ്. ಆಮೆನ್. ആമേൻ. ಯಾವುದರಿಂದ ಹುಟ್ಟಿದ್ದೇವೆ? അവൻ എന്തിൽ നിന്നാണ് ജനിച്ചത്? ಮಾಂಸ ರಕ್ತದಿಂದ ಒಂದು ಸತಿ ತಂದೆ ತಾಯಿ ಹುಟ್ಟಿದ್ವಿ. അവൻ ജഡപ്രകാരമായി ഞാനും നിങ്ങളും ഒരിക്കൽ ജനിച്ചിരിക്കുകയാണ്. ಮತ್ತೆ ಹುಟ್ಟಿ born again ಆಗಿದ್ದೇವೆ. അവൻ വീണ്ടും ജനിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ಅದು ಹೇಗೆ ಜನಿಸಿದಿವೆ? അതെങ്ങനെ ജനിച്ചിരിക്കുന്നത്? ಆತ್ಮದಿಂದಲೂ ವಾಕ್ಯದಿಂದಲೂ ಮತ್ತೆ ಜನಿಸಿ. ആത്മാവിനാലും വചനത്തിനാലും വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಯಾವ ಆತ್ಮದಿಂದ ಯೇಸು ಹುಟ್ಟಿದ್ರು അവൻ ഏത് ആത്മാവിനാൽ യേശു ജനിച്ചുവോ ಅದೇ ಆತ್ಮದಿಂದ ನೀವು ನಾನು അതേ ആത്മാവിനാൽ ഞാനും നിങ്ങളും ജനിച്ചിരിക്കുകയാണ്. ಆತನು ತಂದೆ ಎಂದು ಕರೀತಾರೆ. അവൻ യേശു അപ്പ എന്ന് വിളിച്ചു. ನಾನು ತಂದೆ ಎಂದು ಕರೀತೇನೆ. ഞാനും അപ്പ എന്ന് വിളിക്കണം. ಆಮೆನ್. ആമേൻ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಯೇಸು ನನಗೆ ಹಿರಿಯ ಸಹೋದರ. അവൻ യേശു എനിക്ക് മൂത്ത ജ്യേഷ്ഠനാണ്. Praise the Lord. ഹല്ലേലൂയ. ನಮಗೆ ಕೊಡಲ್ಪಟ್ಟ ಆತ್ಮ അവൻ എനിക്ക് നൽകപ്പെട്ട ആത്മാവ് ಅಪ್ಪ ತಂದೆ ಕೂಗತಕ್ಕ ಪುತ್ರ ಸ್ವೀಕಾರದ ಆತ್ಮ. അപ്പ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവാണ്. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಮಗನಾದ ಮೇಲೆ അവൻ മകനാണെങ്കിൽ ಅಧಿಕಾರವನ್ನು ಹೊಂದಿದ್ದೇವೆ. അധികാരം പ്രാപിച്ചിരിക്കുകയാണ്. ಆ ಅಧಿಕಾರವನ್ನ ആ അധികാരത്തെ ಯೇಸು ಹೇಗೆ ಉಪಯೋಗಿಸಿದ್ರು യേശു എങ്ങനെയാണ് ഉപയോഗിച്ചത്? ನಾನು ನಿಮಗೆ ತೋರಿಸ್ಕೊಡ್ತೀನಿ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ಯೇಸು ಒಂದು ದಿನ യേശു ഒരു ദിവസം ಒಂದು ಕೂಟ ನಡೆಸಿದ್ರು. അവൻ ഒരു മീറ്റിംഗ് നടത്തുകയാണ്. 5,000 ಜನ ಗಂಡಸರು. അവൻ 5000 പേരുണ്ട്. ಆ ಕೂಟದಲ್ಲಿ ಯೇಸು ಅವರಿಗೆ ಊಟಕ್ಕೆ ಏನಾದ್ರು ಕೊಡುವಂತ. അവൻ യേശുവിനോട് അവരെ ആഹാരം കൊടുക്കുവാൻ വേണ്ടി പറയുക. ಆಗ ಶಿಷ್ಯರು ಹೇಳಿದ್ರು ಇವರಿಗೆ 2 ವರ್ಷದ ಕೂಲಿ ಕೊಟ್ಟರು ಊಟಕ್ಕೆ ಸಾಕಾಗೋದಿಲ್ಲ. അവൻ യേശു കർത്താവ് പറയുന്നത് 2 വർഷത്തെ ಯೇಸು ಅರ್ಥ ಅಲ್ಲ ಶಿಷ್ಯರು. ശിഷ്യനോട് പറയുകയാണ് ഇത് ചെയ്താലും അത് ആവത്തില്ല എന്ന്. ಆಗ ಶಿಷ್ಯರು ಹೇಳಿದ್ರು ಅಪ್ಪ ಶಿಷ್ಯರು- 2 ವರ್ಷ ಆದ್ರೂ ಇವರಿಗೆ ಊಟ ಕೊಡಕ್ ಆಗುದಿಲ್ಲ. അവിടെ ശിഷ്യന്മാർ പറയാണ് നമ്മൾ 2 വർഷം എടുത്താൽ പോലും ഇവിടെയുള്ളവർക്ക് കൊടുത്തു തീർക്കാൻ പറ്റത്തില്ല. ಹಾಗಾಗಿ ಯೇಸು ಏನ್ ಮಾಡಿದ್ರು? അപ്പൊ അവരോട് യേശു അവിടെ എന്താണ് അവിടെ ചെയ്യുന്നത്? ನಿನ್ನ ಬಳಿಗೆ ಏನೈತೆ? നിങ്ങളുടെ കരങ്ങളിൽ എന്താണ് ഉള്ളത്? 5 ರೊಟ್ಟಿ 2 ಮೀನು. 5 അപ്പവും 2 മീനും. ಎಲ್ಲ ಗಮನ ಕೇಳಿ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. He behaved like son. Behaved like son. മകನ ಹಾಗೆ ವರ್ತಿಸಿಕೊಂಡ್ರು. അവൻ സ്തോത്രം. അവൻ മകനായി പ്രവർത്തിക്കുകയാണ്. ಹಲ್ಲೆಲೂಯ. ആമേൻ. ನಮ್ಮ ಕೈಯಲ್ಲಿ ಕೊಟ್ರೆ നമ്മുടെ കയ്യിലാണ് തരുന്നതെങ്കിൽ ನಾವು ഇത്രേ ഉള്ളോ എന്ന് നമ്മളാണെങ്കിൽ നമ്മൾ ചോദിച്ചാൽ കരഞ്ഞുണ്ട്. ನಮ್ಮ ಕೈಯಲ್ಲಿ ಕೊಟ್ರೆ നമ്മുടെ കയ്യിലാണ് തന്നതെങ്കിൽ നമ്മൾ കരഞ്ഞു വിളിച്ച് ചോദിച്ചാൽ ഇത്രേ ഉള്ളോ എന്ന് ചോദിച്ചാൽ ಯೇಸು ಕೈಯಲ್ಲಿ 5 ರೊಟ್ಟಿ 2 ಮೀನು ಕೊಟ್ಟಾಗ യേശുവിന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും കൊടുത്തപ്പോ he behaved like a son. ಮಗನ ಹಾಗೆ ವರ್ತಿಸಿಕೊಂಡ್ರು. അവൻ സ്തോത്രം മകനായി താൻ പ്രവർത്തിക്കുകയാണ്. ಈಗ ಯೇಸು ಏನ್ ಹೇಳಿದ್ರು? യേശു എന്താണ് പറഞ്ഞത്? 5 ರೊಟ್ಟಿ 2 ಮೀನು ತೆಗೆದುಕೊಂಡು 5 അപ്പവും 2 മീനും കയ്യിലേക്ക് വാങ്ങി. Praise the Lord. Praise the Lord. ಅದರ ಮೇಲಕ್ಕೆ ತೆಗೆದು അവനത് മുകളിലേക്ക് ഉയർത്തി. ಉಪವಾಸ ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಲ್ಲ. ഉപവാസ പ്രാർത്ഥന നടത്തിയില്ല. ಆನ್ಲೈನ್ ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಲ್ಲ. ഓൺലൈൻ പ്രാർത്ഥന ചെയ്തില്ല. ಅದನ್ನು ಒಂದೇ ಒಂದು ಮಾತಾಡು. അവർ ഒറ്റ വാക്ക് പറഞ്ഞു. ದೇವರಿಗೆ ಸ್ತೋತ್ರ. ദൈവത്തിന് സ്തോത്രം. ಆ ರೊಟ್ಟಿಯನ್ನು ಕೊಡಕ್ಕೆ ಹೇಳಿದ್ರು. ആ അപ്പം അവൻ അവർക്ക് കൊടുക്കുവാൻ പറഞ്ഞു. 5,000 ಜನರು ತಿಂದು ತೃಪ್ತಿಯಾದರು. 5000 പേർ കഴിച്ച് തൃപ്തരാകുവാനിടയായി തീർന്നു. ಹಲ್ಲೆಲೂಯಾ. ಅರ್ಥ ಆಯ್ತಾ? മനസ്സിലായോ? ಆಮೇಲೆ ಕೆಲವೊಮ್ಮೆ ನೀವು ಮಾತಾಡಿ ഇടയ്ക്ക് ದಯಮಾಡಿ ನನ್ನ ಮೇಲೆ ಗಮನವಾಗಿರ್ಬೇಕು. ಈ ವಿಷಯ ಅವ್ರಿಗೆ ಹೋಗ್ಬೇಕು ಒಳಗೆ ಪ್ಲೀಸ್. ಈಗ ನಮಗೆ ಫಾರ್ ಎಕ್ಸಾಂಪಲ್ ಮನೆಯಲ್ಲಿ ഇപ്പൊ നമ്മൾ വീട്ടിലാണെങ്കിൽ ನಿಮ್ಮ ಗಂಡ നിങ്ങളുടെ ഭർത്താവ് ನಿಮ್ಮ ಹತ್ರ ಬಂದು 5,000 ರೂಪಾಯಿ ಕೊಡ್ತಾರೆ. അവൻ നിങ്ങളുടെ കയ്യിൽ 5000 രൂപ തരിക. ಲೇಡೀಸ್ ಕೈಯಲ್ಲಿ ಕೊಡ್ತಾರೆ. സഹോദരിമാരുടെ കയ്യിൽ തരിക. ನೀವೇನ್ ಮಾಡ್ತೀರಾ? നിങ്ങൾ എന്ത് ചെയ്യും? ಈ 5,000 ನಾನು ಏನ್ ಮಾಡಕ್ಕಾಗುತ್ತೆ? ഈ 5000 കൊണ്ട് ഞാൻ എന്തോ ചെയ്യാൻ പറ്റും? അങ്ങനല്ലേ? അങ്ങനെതാണ് പറയുന്നത്. അങ്ങനല്ലേ പറയുക അല്ലേ? അല്ലേ? ഹല്ലേലൂയ. അവൻ ನೀವು നിങ്ങൾ ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್ ಕಷ್ಟಪಟ್ಟು അധ്വാനിച്ച് ಎಲ್ಲ ಹೋಗಿ എല്ലാം കളഞ്ഞ് ಬರೀ 5,000 ರೂಪಾಯಿ ಕೈಗೆ ಬರ್ತದೆ ತಿಂಗಳಿಗೆ. അവൻ ഒരു മാസം എല്ലാം കഴിഞ്ഞ് 5000 കയ്യിൽ വരും. ಇದನ್ನ ನೋಡಿದ ತಕ್ಷಣ ഇത് കണ്ട ഉടനെ ಇರೋ ವಿಶ್ವಾಸ ಕೂಡ ಡೌನ್ ಆಗ್ಬಿಡುತ್ತೆ. അവൻ ഉള്ള വിശ്വാസം കൂടെ അങ്ങ് പോകും. ಅಯ್ಯೋ ದೈವವೇ
അയ്യോ കർത്താവേ, ഈ 5,000 എന്നെ ചെയ്യാം. ഈ 5,000 കൊണ്ട് ഞാൻ എന്തോ ചെയ്യാനാ? Praise the Lord. ആമേൻ. ഇതെല്ലാം നമ്മ മനസ്സിലോടുവന്നത്. ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നോടും. യേശു മനസ്സ് അതുകൊണ്ടില്ല. യേശുവിന്റെ മനസ്സിൽ അങ്ങനെ അവൻ ചിന്തിച്ചില്ല. He acted like son. അവൻ സ്തോത്രം മകനെ പോലെ അവൻ പ്രവർത്തിക്കാനെയായി. അതിനെടുത്തു അവൻ പറയുക, സ്തോത്രമാണ്. അവൻ എടുത്ത് സ്തോത്രം ചെയ്യുക. 5,000 ജന തൃപ്തിയാകും. 5,000 പേര് കഴിച്ച് അവൻ തൃപ്തരാകുവാനിടയായി. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. ഡോക്ടർ ಹೇಳ್ತಾರೆ, ഡോക്ടർ പറയും, അയ്യോ 300 ಐತೆ ಶುಗರ್. അവൻ അയ്യോ 300 ഉണ്ട്, 300 ഉണ്ട് ഷുഗർ. നമ്മളെന്താ പറയും? ಓ ಕೇಳ್ರಪ್ಪ, ಕೇಳು, ನನಗೆ 300 ಡಾಕ್ಟರ್ ಹೇಳಿದ್ರು. അവൻ ഡോക്ടർ പറഞ്ഞു 300 ഉണ്ട്. 300 ഉണ്ട്. 300 ഉണ്ട്. ಸಿಸ್ಟರ್ ನನಗೆ 300 ഉണ്ട്. നിങ്ങളിങ്ങനെ കൊട്ടി കൊട്ടി സിസ്റ്റർ എനിക്ക് 300 ഉണ്ട് ഷുഗർ. ಊರೆಲ್ಲ ಹೇಳ್ಕೊಂಡ್ ಬರ್ತೀಯ. നാടെല്ലാം ചുറ്റി നടന്ന് നമ്മൾ പറയും എനിക്ക് ഷുഗർ 300 ആണ്. ಯೇಸು ಇದ್ರಾಗ ಹೇಳ್ತಿರ್ಲಿಲ್ಲ. യേശു അങ്ങനെ പറഞ്ഞിരുന്നില്ല. ಆತನ ಹೇಳ್ತಿದ್ರು, ಆತನ ಗಾಯಗಳಿಂದ ನಾನು ವಾಸಿಯಾಗಿದ್ದೆ. അവൻ പറയാണ് അവന്റെ അടിപ്പിണരുകൾ സൗഖ്യം വന്നിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ಈಗ ಯೇಸು ಸ್ವಾಮಿ ഇപ്പൊ യേശു ಆತನು ಒಂದು ಸತಿ ಹೋಗ್ತಿದ್ರು. യേശു ഒരിക്കലും ಇങ്ങനെ കടന്നു പോവുകയാണ്. ಆ ಟೋಲ್ ಅಲ್ಲಿ ನಿಲ್ಸ್ಬಿಟ್ರು. അവൻ ടോളിനെടുക്കൽ നിർത്തിക്കുക. ಒಂದು ಕಾಯಿನ್ ಕೊಡ್ಬೇಕು ಇಬ್ಬರಿಗೆ. ഒരു കോയിൻ 1 രൂപ നാണയം കൊടുക്കണം. ಪಾಕೆಟ್ ಅಲ್ಲಿ ಕೈ ಬಿಟ್ರೆ ಕಾಸಿಲ್ಲ. അവൻ പോക്കറ്റിൽ കൈയിട്ടപ്പോ അവൻ കാശില്ല. ಪೇತ್ರರು പത്രോസ് ಅವರೇ ಇಲ್ಲ. അവരേലും ഇല്ല. ನಮ್ಮ ಹತ್ರ ಕಾಸು ಇಲ್ಲದಿದ್ರೆ നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ ನಮ್ಮ ಮುಖ ಹೆಂಗಾಗತ್ತೆ? നമ്മുടെ മുഖം എങ്ങനെയാവും? 6 ಗಂಟೆ ತರ ಆಗ್ಬಿಡ್ತದೆ. അവൻ 6 മണി വൈകുന്നേരത്തെ 6 മണി പോലെ ആയിത്തീരും. ಒಂದು ಮುಳ್ಳು ಮೇಲೆ ಒಂದು ಮುಳ್ಳು ಕೆಳಗೆ. അവൻ ഒരു സൂചി മേലെ ഒരു സൂചി കീഴെ. പൈസ അവൻ കാശുണ്ടെങ്കിൽ 9.25. അവൻ 9.25 പോലെ നിൽക്കും ഇങ്ങനെ. സൂചി ഇങ്ങനെ ഇരിക്കും. ചില പേർ മൂഞ്ചി പാത്തലേ അറിയും. അവൻ ചിലരുടെ മുഖം നോക്കിയാലേ നമുക്ക് മനസ്സിലാവും പൈസ ഇല്ല, നിങ്ങളുടെ കയ്യിൽ കാശില്ല എന്ന്. എങ്ങനെ അറിയോ? എങ്ങനെ അറിയാം? മൂഞ്ചി കാട്ടി കൊടുക്കും. അവൻ ഈ സൂചി മേലോ താഴെ 6 മണി പോലെ നിൽക്കും. ആದ್ರೆ യേശു അവൻ എന്നാൽ യേശു ഒരു കായിൻ ഇല്ല. അവൻ 1 രൂപ ഇല്ല. പേത്രുവിന്റെ ഇല്ല. പത്രോസിന്റെ കയ്യിൽ 1 രൂപ ഇല്ല. യേശു ഇങ്ങനെ പ്രാർത്ഥിക്കലേ. യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചില്ല, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഞാൻ എല്ലാத்தைയും വിട്ട് ഇവിടെ വന്നു. ഞാൻ എല്ലാം വിട്ടിട്ട് ഞാൻ ഇവിടെ വന്നു. 1 രൂപയും കൂടെ എന്റെ കയ്യിൽ ഇല്ല. 1 രൂപ പോലും എന്റെ കയ്യിൽ ഇല്ലല്ലോ. അങ്ങനെ പ്രാർത്ഥന ചെയ്ത. അങ്ങനെ പ്രാർത്ഥിച്ചോ? പേത്രു ನೋಡಿ ಹೇಳಿದ್ರು, പത്രോസിനെ നോക്കി പറഞ്ഞു, ಒಂದು ಗಾಣವನ್ನು ಹಾಕು. ആമേൻ, നീ പോയി ഒരു ചൂണ്ടയിട്. ಅಲ್ಲಿ ಒಂದು ಮೀನ್ ಸಿಗ್ತದೆ. ആ ഉടനെ നിനക്ക് ഒരു മീൻ കിട്ടും. ಅದರಲ್ಲಿರುವ ನಾಣ್ಯವನ್ನು ನಿನಗೂ ನನಗೂ ಕಟ್ಟು ಹೋಗು. ആമേൻ, അതിൽ നിന്ന് കിട്ടുന്ന ആ നാണയം എടുത്ത് എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി അടയ്ക്ക്. ಅಲ್ಲಿ ಹೋಗಿ ಪೇತ್ರನ ಜೋಡಿ ಹಾಕಿದ. ആമേൻ, അവിടെ പോയി പത്രോസ് പോയി ചൂണ്ടയിട്ടു. ಪಾಪ ಒಂದು ಮೀನ್ ಬಾಯಲ್ಲಿ ನಾಣ್ಯ ಹೋಗ್ಬಿಟ್ಟು. ആമേൻ, പാപം ഒരു മീനിന്റെ വായിക്കകത്ത് 2 കാശ് നാണയം ഉണ്ടായിരുന്നു. ಅದು ಒಳಗೂ ಒಂದೇ ಒಳಗೂ ಹೋಗಿಲ್ಲ, ಹೊರಗೂ ಬಂದಿಲ್ಲ. ആ നാണയത്തുണ്ട് അകത്തോട്ടും പോയില്ല, പുറത്തോട്ടും പോയില്ല. ಅದು ಬಾಯಲ್ಲಿ ಕಷ್ಟಪಡ್ತಾ ಇತ್ತು. അത് വായിൽ വെച്ചുകൊണ്ട് അത് കഷ്ടപ്പെടുക. ಆ ಮೀನ್ ಪೇತ್ರನಿಗೆ ಸಿಕ್ತು. ആ മീനിനെ തന്നെ പത്രോസിന് കിട്ടി. ನಾಣ್ಯವನ್ನು ತೆಗೆದ, ആ നാണയത്തുണ്ട് പുറത്തെടുത്തു. ಮೀನನ್ನು ಬಿಸಾಡ. അവൻ മീനിനെ കളഞ്ഞു. ಸ್ತೋತ್ರ ಹಲ್ಲೆಲೂಯಾ. സ്തോത്രം ഹല്ലേലൂയ. ಅವನು ನಾಣ್ಯವನ್ನು ತಗೊಂಡ್ಬಂದು ആ നാണയം എടുത്തുകൊണ്ട് വന്നു. ಕೊಟ್ಟು ಒಳಗೆ ಹೋದ್ರು. അവൻ കൊടുത്തിട്ട് അവൻ അകത്തേക്ക് പ്രവേശിച്ചു. Praise the Lord. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ನೀನು ನಾನಾಗಿದ್ರೆ നിങ്ങളോ ഞാനോ ആയിരുന്നെങ്കിൽ ಇನ್ನೊಂದು ಮೀನು ಹಿಡಿತಿದ್ವಿ. അവൻ വീണ്ടും ഒരു മീനെ കൂടെ പിടിക്കും. ಯಾಕಂದ್ರೆ ಇನ್ನೊಂದು ಬಾಯಲ್ಲಿ ಕೈ ಹಾಕಿ എന്താ ഇനി അടുത്ത മീന്റെ വായിക്കകത്തും കൈയിട്ടാണ്. ಪೇತ್ರನು ಯೇಸು ಜೊತೆಲಿದ್ದ ಕಾರಣ പത്രോസ് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ಅವನಿಗೆ ಗೊತ್ತು, അവനറിയാം ಇಲ್ಲಿ ಟೋಲಲ್ಲಿ 1 ರೂಪಾಯಿ ಇಲ್ಲ. അവൻ ഈ ടോൾ ഗേറ്റിൽ 1 രൂപ ഇല്ലാത്തതുകൊണ്ട് ಒಳಗೆ ಹೋದ್ರೆ ಊಟ ಹೊಟ್ಟೆಲ್ಲಿ ಎಲ್ಲ ಊಟಕ್ಕೆಲ್ಲ ಬೇಕಲ್ಲ. അവൻ ഇതിനകത്ത് ചേർന്ന് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആഹാരത്തിനൊക്കെ വേണമല്ലോ. ಅದಕ್ಕೆಲ್ಲ ಚಿಂತೆ ಇಲ್ಲ. അതിനെപ്പറ്റിയൊന്നും അവൻ ഒരു വിചാരവുമില്ല. ಯೇಸು ಜೊತೆಲಿದ್ದ. കാരണം ഞാൻ യേശുവിന്റെ കൂടെയുണ്ട്. ಯೇಸು ಜೊತೆಲಿದ್ದ. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ಯೇಸು ನಿನ್ನ ಜೊತೆಲಿದ್ದ. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಯೇಸು ಮಗನೇ പോലെ ವರ್ತಿಸಿಕೊಂಡು. അവൻ യേശു ಮಗನ ಹಾಗೆ ವರ್ತಿಸಿ. യേശു മകനെ പോലെ പ്രവർത്തിക്കാനിടയായി. ಮಗುವಾಗೆ ಕರೀಲಿಲ್ಲ. അവൻ ഒരു കുഞ്ഞിനെ പോലെ അവൻ കരഞ്ഞില്ല. ಆತನು ಮಗನ ಹಾಗೆ ಪ್ರಾಬ್ಲಮ್ಗಳನ್ನ ಸಾಲ್ವ್ ಮಾಡ್ತಾನೆ. അവൻ ഒരു മകനെ പോലെ അവൻ തന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനിടയായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ಇನ್ನೊಂದು ಸತಿ വീണ്ടും ഒരു പ്രാവശ്യം യേಸು ಲಾಸರು ನೋಡ್ಕೊಂಡು ಬರ್ತಾರೆ. അവൻ ലാസറിനെ കാണാൻ വേണ്ടി കടന്നു വരികയാണ്. ಲಾಸರು ಸತ್ತೋಗಿದ್ದ. ലാസർ മരിച്ചു പോയിരുന്നു. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಈಗ ಯೇಸು ನೋಡ್ತಾರೆ. അവൻ യേശു നോക്കുമ്പോൾ ಆತನು
ನಾವಾಗಿದ್ರೆ അവൻ നമ്മളായിരുന്നെങ്കിൽ ಇನ್ನೂ 3 ದಿವಸ ಉಪವಾಸ ಪ್ರಾರ್ಥನೆ. ഇനിയും വീണ്ടും ഒരു 3 ദിവസം ഉപവാസം കൂടെ ഇരുന്ന ಆಗ ಒಟ್ಟು ಎಷ್ಟು ದಿನ ಆಯ್ತು? വിശക്കുന്നുണ്ട്. ಲಾಜರ್ ಸತ್ತು ಎಷ್ಟು ದಿನ ಆಯ್ತು? അവൻ ലാസർ മരിച്ച ദിവസമായി 4 ದಿವಸ ಆಯ್ತು. 4 ദിവസമായി. ಇವಾಗ ಉಪವಾಸ ಪ್ರಾರ್ಥನೆ 3 ದಿವಸ. അവൻ വീണ്ടും ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന. എത്ര ആവും? 7. ಆಗ ಲಾಜರ್ ವೈರ್ ಒಡೆஞ்சி പോയി. അവൻ ലാസറിന്റെ വയറെല്ലാം കൂടെ പൊട്ടി പോവുമായിരുന്നു. യേശു ಹಾಗೆ ಮಾಡಲಿಲ್ಲ. യേശു അങ്ങനെ ചെയ്തില്ല. ಎಲ್ಲಿಟ್ಟಿದ್ದೀರಾ? എവിടെയാ വെച്ചേ? ಅವರು ಸಮಾಧಿ ತೋರಿಸಿದ್ರು. അവന്റെ കല്ലറ കാണിച്ചു കൊടുത്തു. ಆತನ ಹೇಳಿದ್ರು, അവൻ പറഞ്ഞു ಬಂಡೆ ತೆಗೀರಿ. അവൻ ആ കല്ല് മാറ്റുക. He behaved like a son. അവൻ ഒരു മകനെ പോലെ അവൻ പ്രവർത്തിക്കുകയാണ്. He never behaved like a beggar. അവൻ ഒരിക്കലും ഒരു യാചകനെ പോലെ യാചിച്ചില്ല. ಆತನು ಕಲ್ಲನ್ನು ತೆಗೆಯಕ್ಕೆ ಹೇಳಿದ್ರು. അവൻ കല്ല് മാറ്റുവാൻ കൽപ്പിച്ചു. ಲಾಜರುವೇ, അവൻ ലാസറേ ಎದ್ದು ಬಾ, പുറത്തു വാ. ಬಂದ್ಬಿಟ್ಟ. അവൻ പുറത്തു വന്നു. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ನಾವು ಪ್ರಾಬ್ಲಮ್ ಅನ್ನೇ ಮೆಡಿಟೇಟ್ ಮಾಡಬಾರದು. ആമേൻ. നമ്മൾ ആ പ്രശ്നത്തെ തന്നെ ധ്യാനിക്കരുത്. സത്യമನ್ನ ಮೆಡಿಟೇಟ್ ಮಾಡಬೇಕು. ആമേൻ. സത്യത്തെ ധ്യാനിക്കണം. ಸತ್ಯದ ಪ್ರಕಾರ ನಾನು ಮಗನಾಗಿದ್ದೇನೆ. സത്യത്തിൻ പ്രകാരം ഞാനും നിങ്ങളും മക്കളാണ്. ಮಗನಾದ ಮೇಲೆ അവൻ മക്കളായതിനു ശേഷം ಬಾಧ್ಯನಾಗಿದ್ದೇನೆ. അവകാശികളുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಅರ್ಥ ಆಯ್ತಾ? മനസ്സിലായോ? ಅರ್ಥ ಆಯ್ತಾ? മനസ്സിലായോ? ಪ್ರಾಬ್ಲಮ್ ಬರುವಾಗ അവൻ പ്രശ്നം വരുമ്പോൾ ಪ್ರಾಬ್ಲಮ್ ನ ಮಾತಾಡಬೇಡ್ರಿ. പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കരുത്. ಪ್ರಾಬ್ಲಮ್ ಅನ್ನು ನೋಡಿ ಮಾತಾಡಿ. അവൻ പ്രശ്നത്തെ കണ്ട് സംസാരിക്കണം. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, യേശുവിൻ നാമത്തിൽ ಎತ್ತುಕೊಂಡು ಹೋಗು. അവൻ അഴിഞ്ഞു പോ എന്ന് പറയണം. ಆಮೆನ್. Praise the Lord. ആമേൻ. Every stumbling block became a stepping block. ആമേൻ. സ്തോത്രം. എല്ലാ ആ തടസ്സങ്ങളും അത് തടസ്സങ്ങളായി തന്നെ നിൽക്കും. ആ തടസ്സങ്ങൾ നിങ്ങൾക്ക് സ്റ്റെപ്പിംഗ് ബ്ലോക്ക് ഉണ്ടാവും. അവൻ ആ തടസ്സങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള പടിയെ അവൻ തടുത്തു നിർത്തുന്നതായിരിക്കും. അവൻ ആ തടസ്സങ്ങൾ നിങ്ങൾക്ക് അടുത്ത ചവിട്ടുപടിയാണ്. ചവിട്ടി മേലെ പോകും. അത് നിങ്ങളെ മുന്നോട്ട് ചവിട്ടുപടിയായി മാറുവാനിടയാണ്. If anybody is facing a problem, അവൻ ആരെങ്കിലും പ്രശ്നങ്ങളെ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അത് നിങ്ങൾ നാശം ಮಾಡಕ್ಕಾಗುವುದಿಲ್ಲ. അവൻ ആ പ്രശ്നങ്ങൾക്ക് നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. യേശു നാമത്തിൽ സ്റ്റെപ്പ് മേലെ ഹತ್ತಿ ಮುಂದೆ ಹೋಗ್ತೀವಿ. യേശുവിന്റെ നാമത്തിൽ അതിനെ ചവിട്ടി മുകളിലേക്ക് കയറണം. ആമേൻ. ആമേൻ. ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬರುವ ಪ್ರತಿಯೊಂದು ಸಂಗತಿ, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ വിഷയങ്ങളും ಆಕ್ಸಿಡೆಂಟ್ ಆಗಿ ಯಾವುದು ಬರುವುದಿಲ್ಲ. ആമേൻ, അത് അപ്രതീക്ഷിതമായി വരുന്ന വിഷയങ്ങളല്ല. ಎಲ್ಲ ದೇವರ ಚಿತ್ತದ ಮೇರೆಗೆ, എല്ലാം ദൈവത്തിന്റെ ഹിതപ്രകാരം. ಪ್ರಾಣಿಗೆ ಮೇಲೆ ಯಾರಿಗೂ ಶೋಧನೆ ಬರುವುದಿಲ್ಲ. ആമേൻ. പിശാചിന് ആ ഒരു ശോധനയും കടന്നു വരുന്നതല്ല. ಪ್ರಾಣಿಗೆ ಮೇಲೆ, ನಮ್ಮ ಸಾಮರ್ಥ್ಯಕ್ಕೆ ಮೇಲೆ ಬರುವುದಿಲ್ಲ. ആമേൻ. നമുക്ക് തടുക്കാൻ കഴിയുന്നതിന് മുകളിൽ വരുന്നതല്ല. ನಮಗೆ ಬರುವ ಪ್ರತಿಯೊಂದು ಶೋಧನೆ ಜಯಿಸುವ ಸಾಮರ್ಥ್ಯವು ನಮ್ಮ ಒಳಗೈತೆ. നമുക്ക് കടന്നു വരുന്ന പ്രതിസന്ധികൾ സകലത്തെയും നമുക്ക് ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ನಾವು ಮೇಲೆ ಬರುವುದಕ್ಕಾಗಿ ಅವುಗಳು ಬಂದೈತೆ. ആമേൻ. നമ്മൾ മുകളിലേക്ക് വരുവാൻ വേണ്ടിയാണ് ഈ പ്രതിസന്ധി വരുന്നത്. ಆಮೆನ್. ആമേൻ. ನಮ್ಮನ್ನು ನಾಶ ಮಾಡುವುದಕ್ಕೆ ಈ ಲೋಕದಲ್ಲಿ ಒಂದು ಶಕ್ತಿಗೂ ಅಧಿಕಾರ ಇಲ್ಲ. ആമേൻ. നമ്മെ നശിപ്പിക്കുവാൻ ഈ ലോകത്തിൽ യാതൊരു ശക്തിക്കും അധികാരമില്ല. ಯೇಸು ಶಿಲುಬೆ ಮೇಲೆ ಜಯೋತ್ಸವ ಎಂಬ ಹೆಸರನ್ನು ತೋರಿಸಿದ್ದಾರೆ. ആമേൻ. യേശു കർത്താവ് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയിരിക്കുകയാണ്. ಎಲ್ಲಾ ದುರ್ದನಗಳು, ആമേൻ, എല്ലാ വാഴ്ചകളും അധികാരങ്ങളും എല്ലാ ശക്തികളെയും ನಿರಾಯುಧರಾಗಿ ಮಾಡಿ ആമേൻ ആയുധവർഗം വെപ്പിച്ച് ಆತನ ಜಯೋತ್ಸವ ಎಂಬ അവൻ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ದೇವರು ಎಲ್ಲವನ್ನು ನಮ್ಮ ಪಾದಕ್ಕೆ ಅಧೀನಪಡಿಸಿದ್ದಾನೆ. യേശു എല്ലാം നമ്മുടെ കാൽച്ചുവട്ടിലാക്കി വെച്ചിരിക്കുകയാണ്. എഫെസ്യർ 1:19-20-21 ಹೇಳುತ್ತದೆ. എഫെസ്യർ 1:18-19 വാക്യം വായിക്കുന്നു. ದುರ್ದನಗಳು ಶಕ್ತಿಗಳನ್ನು ದೇವರು ನಮ್ಮ ಪಾದಕ್ಕೆ ಅಧೀನಪಡಿಸಿದ್ದಾನೆ. എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ നമ്മുടെ കാൽ കീഴാക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാൽ ಕೆಳಗೆ ಬರಬೇಕಾಗಿದ್ದ ತಲೆ ತಗೊಂಡ್ಬರಬಾರದು. അവൻ കാലിന്റെ അടിയിൽ ഇരിക്കുന്ന സംഭവത്തെ പൊക്കിയെടുത്ത് തലയിൽ കയറ്റി വെക്കരുത്. ಇಲ್ಲಿ ತಗೊಂಡ್ಬರಬಾರದು. അവൻ ഇവിടെ വരെ വരരുത്. ಇಲ್ಲಿ ದೇವರ ವಾಕ್ಯ ಮಾತ್ರ ಇದೆ. ഇവിടെ ദൈവത്തിന്റെ വചനം മാത്രമേ ഉണ്ടാകാവൂ. ಲೂಕನ ಬರೆದ ಸುವಾರ್ತೆ 10ನೇ ಅಧ್ಯಾಯ ലൂക്കോസിന്റെ സുവിശേഷം 10ാം അധ്യായം 19ನೇ ವಚನ ಹೇಳುತ್ತದೆ. 19ാമത്തെ വാക്യം പറയുന്നു, ಯಾವುದು ನಿಮ್ಮನ್ನು ಹಾನಿ ಮಾಡದು. അവൻ യാതൊന്നും നിന്നെ അവൻ നശിപ്പിക്കുകയില്ല. Nothing shall harm you. അവൻ ഒന്നും നിന്നെ തകർക്കത്തില്ല. ಎಲ್ಲ ಹೇಳಿ ಬಾಯಿ ತೆಗೆದು. എല്ലാരും പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞാട്ടെ. ಯಾವುದು ನಮ್ಮನ್ನು ನಾಶ ಮಾಡುವುದಿಲ್ಲ. ഒന്നും തന്നെ എന്നെ നശിപ്പിക്കുകയില്ല. ಆ ವಚನ ವಾಸಿ ಅಷ್ಟೇ.
ഒന്നും നിങ്ങൾക്ക് ആ. ഒരിക്കലും ദോഷം വരുത്തുകയില്ല. അതൊക്കെ ഒന്നും നിങ്ങളെ ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഒരിക്കലും ഒന്നും ഞങ്ങളെ ദോഷം വരുത്തുന്നില്ല. അവൻ ഒന്നും ഒരിക്കലും നമുക്കൊരു ദോഷവും ചെയ്യുകയില്ല. വായ തുറന്ന് പറയുന്നു. വാ തുറന്നെന്ന് പറഞ്ഞേ, ഉള്ളല്ല, വായ തുറന്ന് പറയുന്നു. ഉള്ളിൽ നിന്നല്ല, ഇവിടെ നല്ല വാ തുറന്ന് പറഞ്ഞ, ഉള്ളിലല്ല വാ തുറന്ന് പറ. പറയണം, അങ്ങനെ പറയണം. പറയണം, വാ തുറന്ന് പറയണം. Speak to the mountains. അവൻ പർവ്വതങ്ങളോട് സംസാരിക്കണം. പർവ്വതം അത് നോക്കി സംസാരിക്കണം. പർവ്വതങ്ങളോട് സംസാരിക്കണം. ഏതാണെങ്കിലും ആരാനും ശരി ഈ പെട്ടവനോട് മാതാടുന്നത്. അവൻ ആരെങ്കിലും ഈ മലയോട് സംസാരിച്ചാൽ എത്തിക്കൊണ്ട് പോയി സമുദ്രത്തിൽ വീണ് ಎಂಬುದಾಗಿ അവൻ മുന്നിൽ നിന്ന് പോയി ഈ സമുദ്രത്തിൽ പോയി വീഴാൻ പറഞ്ഞാൽ അവൻ ಹೇಳಿದಂತೆ ಆಗುವುದು. അവൻ പറയുന്ന പോലെ സംഭവിക്കും. ನೀನು ಹೇಳಿದಂತೆ ಆಗುವುದು. നീ പറയുന്നത് പോലെ സംഭവിക്കത്തുള്ളൂ. ഓ അല്ല, ನೀನು ಮಾತಾಡಿದ್ರೆ ಹಾಗೆ ಆಗ್ತದೆ. നീ സംസാരിച്ചാൽ അങ്ങനെ തന്നെ അവൻ സംഭവിക്കും. ಆಮೆನ್. അതെ, ಅದೇ ಸತ್ಯ ಅಂತ ಅರಿಗಿರ ಅರಿವು. അവൻ അത് സത്യത്തെ അറിയണമെന്ന് പറയുന്നത്. ಸತ್ಯವನ್ನು ನೀವು ತಿಳ್ಕೊಂಡ್ರೆ സത്യം നിങ്ങൾ അറിഞ്ഞാൽ ಸತ್ಯವೇ ನಿಮ್ಮನ್ನ ಬಿಡುಗಡೆ ಮಾಡ್ತದೆ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കി തീർക്കും. ಈಗ ಸತ್ಯ ಏನ್ ಹೇಳ್ತದೆ? ഈ സത്യം എങ്ങനെ പറയുന്നത്? ನೀವು ಇನ್ನು ಕೂಸುಗಳಲ್ಲ, ಆಮೆನ್. ಪುತ್ರರಾಗಿದ್ದೀರಿ. നിങ്ങൾ ഇനിയും ശിശുക്കളല്ല, നിങ്ങൾ പുത്രന്മാരാണ്. ಆಮೆನ್. ಹಲ್ಲೆಲೂಯ. ആമേൻ. ನೀವು ಪುತ್ರರಾದರೆ നിങ്ങൾ പുത്രന്മാരാണെങ്കിൽ ಅವನ ಎಲ್ಲ ಆಶೀರ್ವಾದಕ್ಕೆ ಬಾಧ್ಯರು ಆಗಿದ್ದೀರಿ. അവന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അവകാശികൾ കൂടെയാണ്. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ പഴയ നിയമത്തിൽ ಇಸ್ರಾಯೇಲ್ ಜನರಿಗೆ ഇസ്രായേൽ ജനത്തിന് ಆಕಾಶದಿಂದ ಮನ್ನ ಬಂತು. അവൻ ആകാശത്തിൽ നിന്ന് മന്ന കടന്നു വന്നു. ಬಂಡೆಯಿಂದ ನೀರು ಬಂತು. അവൻ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. 40 ವರ್ಷಗಳೆಲ್ಲ ನಡೀತಿತ್ತು. 40 വർഷം ഇതെല്ലാം സംഭവിക്കുന്നുണ്ടായിരുന്നു. ಆಮೇಲೆ അതിനുശേഷം ಕಾನಾನೂರಲ್ಲಿ ಕಾಲಿಟ್ಟಾಗ അവൻ കാനാനിലേക്ക് പ്രവേശിച്ച ശേഷം ನೋ ಮನ್ನ, ഓ മന്നയില്ല, ನೋ ವಾಟರ್, അവൻ വെള്ളമില്ല, ಅಗ್ನಿಸ್ತಂಭ ಮೇಘಸ್ತಂಭ ಇಲ್ಲ. അഗ്നിസ്തംഭവും ഇല്ല, മേഘസ്തംഭവും ഇല്ല. ಈಗ ಯಾರಿದ್ದಾರೆ? ഇപ്പൊ ആരാ ഉള്ളത്? ದೇವರ ಜೊತೆಯಲ್ಲಿದ್ದಾರೆ. അവൻ ദൈവം കൂടെയുണ്ട്. ಹಲ್ಲೆಲೂಯ. ആമേൻ. ಅವ್ರು ಹೇಳಿದ್ರು, അവൻ പറയുകയാണ്, ನೀವು ಹೋಗಿ നിങ്ങൾ പോയി ಸ್ವಾಧೀನ ಮಾಡ್ಕೊಳ್ಳಿ. അവൻ അതിനെ അവകാശമാക്കിക്കൊള്ളും. ಅಲ್ಲಿ ರಾಕ್ಷಸಿಗಳಿದ್ದಾರೆ, ಜೈಂಟ್ಸ್ ಇದ್ದಾರೆ ಒಳಗಡೆ. ಕಾನಾನ್ ದೇಶದ ಜೈಂಟ್ ರಾಕ್ಷಸಿಗಳು, മല്ലന്മാരുണ്ട്. ರಾಕ್ಷಸಿಗಳಿದ್ದಾರೆ. അവൻ മല്ലന്മാരുണ്ട് അവിടെ. ಅವರು വലിയ വലിയ ആളുണ്ട്. അവൻ അവിടെ വലിയ വലിയ ആൾക്കാരുണ്ട്. ആനാ നാ ഉങ്ങളോട് ഉണ്ട്. അവൻ എന്നാലും ഞാൻ നിന്നോട് കൂടെയുണ്ട്. Praise the Lord. ആമേൻ. ಎಲ್ಲ ಗಮನ ಕೇಳಿ. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടെ. ಈಗ ಒಳಗೆ ಹೋಗಿ ഇവർ അകത്തേക്ക് പോകുമ്പോൾ ಅವರು കೈಯಲ್ಲಿ ಕತ್ತಿ ಹಿಡ್ಕೋಬೇಕು. അവർ കയ്യിൽ അവർ കത്തി പിടിക്കണം. ನೀವು ವಾಕ್ಯ ಹಿಡ್ಕೋಬೇಕು. നിങ്ങൾ വചനം പിടിക്കണം. ಅಲ್ಲಿ ರಾಕ್ಷಸಿಗಳನ್ನ ಹಾಳು ಮಾಡಬೇಕು. അവിടെയുള്ള മല്ലന്മാരെ നമ്മൾ നശിപ്പിക്കണം. ಆ ಏರಿಯಾನ ಶಬ್ದ ಮಾಡಬೇಕು. ആ ദേശത്തെ നമ്മൾ പിടിച്ചടക്കണം. Hallelujah. ആമേൻ. Praise the Lord. ഹല്ലേലൂയ. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. ಈ 40 ವರ್ಷಗಳು ഈ 40 വർഷം ಮನ್ನಾ ಫ್ರೀ. അവൻ മന്ന ഫ്രീ ആയിരുന്നു. ನೋ ಫೇತ್ ಆದ್ರೂ ಮನ್ನಾ ಫ್ರೀ. വിശ്വാസമേ ഇല്ലായിരുന്നു, എന്നിട്ടും മന്ന ഫ്രീ ആയിരുന്നു. ಆ ಬಂಡೆಯಿಂದ ನೀರು ಬರ್ತಿತ್ತು. അവൻ പാറയിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. ಅಗ್ನಿಸ್ತಂಭം ಮೇಘಸ್ತಂಭಂ ಎಪ್ಪೋഴും ഉണ്ടായി. അപ്പൊ അഗ്നിസ്തംഭവും മേഘസ്തംഭവും എപ്പോഴും ഉണ്ടായിരുന്നു. ಅವರ ಶೂ ಚಪ್ಪಲಿ ಬೆಳೀತಾ ಬರ್ತಿತ್ತು. അവരുടെ അവരുടെ ചെരുപ്പ് വളർന്നുകൊണ്ടേയിരുന്നു. ಅವರ ಬಟ್ಟೆಗಳು ಬೆಳೀತಾನೆ ಬರ್ತಿತ್ತು. അവരുടെ വസ്ത്രങ്ങൾ വളർന്നുകൊണ്ടേയിരുന്നു. ಈ 40 ವರ್ಷ ನೋ ಶಾಪಿಂಗ್. അവൻ ഈ 40 വർഷം ഷോപ്പിംഗ് ഇല്ലായിരുന്നു. ಅಲ್ಲಿ ಮಾಲ್ಗೆ ಏನೂ ಇಲ್ಲ. അവൻ ഇവിടെ ഷോപ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു. ಲುಲ್ಲು ಮಾಲ್ ಲಲ್ಲು മാൾ ಏನೂ ಇಲ್ಲ. ലുലുമാളും ഗില്ലുമാളും ഒന്നും ഇല്ലായിരുന്നു. ಅವರ ಫ್ರೀ ಅಲ್ಲ. അവിടെ എല്ലാം ഫ്രീ ആയിരുന്നു. ಆ ಕಾನಾನ್ ಹೋದ್ಮೇಲೆ അവൻ എന്നാൽ കാനാനിലേക്ക് കടന്ന ശേഷം you have to live by faith. അവൻ നീ വിശ്വാസത്തോടെ ജീവിക്കണം. ಈ 40 ವರ್ಷ ഈ 40 വർഷം ಫ್ರೀ ಆಗಿ ತಿಂದ್ರಲ್ಲ, അവൻ നീ ഫ്രീ ആയിട്ട് തിന്നില്ലേ? ಅವ್ರು ಯಾರು ಒಳಗೆ ಹೋಗಿಲ್ಲ. അവൻ ആ ഫ്രീ ആയി തിന്നവൻ ആരും അകത്ത് പോയില്ല. ಯೋಶುವ ಕಾಲ ಬಿಟ್ಟು ಬೇರೆ ಯಾರು ಒಳಗೆ ಹೋಗಿಲ್ಲ. യോശുവയും കാലേബും ഒഴികെ ആരും അതിനകത്ത് പോയില്ല. ಒಳಗೆ ಹೋಗ್ಬೇಕಾ ಬೇಡ? അവൻ അകത്ത് പോണോ വേണ്ടയോ?
ರೆಸ್ಟ್ ಆಗಿರ್ಬೇಕಾ ಬೇಡ? അവൻ അതിനകത്ത് ഇരിക്കണോ പോണോ വേണ്ടയോ? ಆಗ ಫೇತ್ ಬೇಕು. അവൻ വിശ്വാസം വേണം. ನಂಬಿಕೆ ಇಲ್ಲದೆ അവൻ വിശ്വാസം ഇല്ലാതെ ನಮಗೆ ರೆಸ್ಟ್ ಇರುವುದಿಲ್ಲ. നമുക്ക് വിശ്രമം ഉണ്ടാവുകയില്ല. ಈ ಹೋರಾಟ ಒಳ್ಳೆ ಹೋರಾಟ. ഈ പോരാട്ടം നല്ല പോരാട്ടമാണ്. ಪೌಲ್ ತಿಮೋಥಿ ಹೇಳ್ತಾರೆ, പൗലോസ് തിമോഥെയോസിനോട് പറയുന്നു, ಒಳ್ಳೆ ಹೋರಾಟವನ್ನು ಹೋರಾಡು, ഞാൻ നല്ല പോർ പൊരുതു, ನಂಬಿಕೆಯನ್ನು ಕಾಪಾಡಿ. അവൻ വിശ്വാസം കാത്തു. ಆ ನಂಬಿಕೆಗೆ ಆಧಾರ ಯಾರು? ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാരാണ്? ಕ್ರಿಸ್ತನ ವಾಕ್ಯ. അവൻ ക്രിസ്തുവിന്റെ വചനമാണ്. By hearing and hearing the word of Christ. അവൻ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിലൂടെ. ക്രിസ്തുവിന്റെ വചനം കേൾക്കാൻ വിശ്വാസം വരും. അവൻ ക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോൾ വിശ്വാസം വരും. റോമർ 10:17 വചനം എഴുത്തത്. അവൻ റോമർ 10:15 വാക്യം ഇങ്ങനെ പറയുന്നു, By hearing and hearing the word of Christ, faith comes. അവൻ ക്രിസ്തുവിന്റെ വചനം കേൾക്കുന്നതിലൂടെ വിശ്വാസം ലഭിക്കും. പ്രമാണം കേಳುವಾಗ ಭಯ ಬರ್ತದೆ. അവൻ പ്രമാണം കേൾക്കുമ്പോൾ ഭയമുണ്ടാകും. ക്രിസ്തുവിന്റെ വചനം കേಳುವಾಗ ನಂಬಿಕೆ ಬರ್ತದೆ. അവൻ ക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോൾ വിശ്വാസം ഉളവാകും. പ്രമാಣ കേಳುವಾಗ ന്യായപ്രമാണം കേൾക്കുമ്പോൾ ನಮಗೆ ಧೈರ್ಯ ಹೋಗ್ಬಿಡುತ್ತೆ. അവൻ നമുക്കുള്ള വിശ്വാസം പോകും. ಆದರೆ ಕ್ರಿಸ್ತನ ವಾಕ್ಯ ಕೇಳುವಾಗ, എന്നാൽ ക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോൾ ಎಂತ ಪಾಪಿ ಆಗಿದ್ರು ನಿನಗೆ ನಂಬಿಕೆ ಬರ್ತದೆ. എത്ര വലിയ പാപിയാണെങ്കിലും നിന്റെ അകത്ത് വിശ്വാസം ഉളവാകും. ಯಾಕಂದ್ರೆ ಕ್ರಿಸ್ತನ ವಾಕ್ಯಕ್ಕೆ ಜೀವ ಇದೆ. അവൻ കാരണം എന്നാൽ ക്രിസ്തുവിന്റെ വചനത്തിന് ജീവനുണ്ട്. ಪ್ರಮಾಣ ಪರಿಶುದ್ಧವಾದದ್ದು. അവൻ ന്യായപ്രമാണം പരിശുദ്ധമാണ്. ಅದು ದೇವರ ಸಮವಾಗಿರುವ ನೀತಿ. അത് ദൈവത്തിന്റെ സമമായ നീതിയാണ്. ಅದಕ್ಕೆ ಶಕ್ತಿ ಇಲ್ಲ. എന്നാൽ അതിന് ശക്തിയില്ല. ಆದರೆ ಕ್ರಿಸ್ತನ ವಾಕ್ಯಕ್ಕೆ ಶಕ್ತಿ ಇದೆ. എന്നാൽ ക്രിസ്തുവിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ಶಕ್ತಿ ಮಾತ್ರ ಜೀವನ ಇದೆ. ശക്തി മാത്രമല്ല, അതിന് ജീവനുമുണ്ട്. ನಿನಗೆ ಇಲ್ಲದೆ ಇರುವುದನ್ನು ಉಂಟು ಮಾಡುವ ಅದರ ಶಕ್ತಿ ಅದರೊಳಗೆ ಪ್ರವೇಶ. അത് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ശക്തി പുറപ്പെട്ടു ചെല്ലുന്നതാണ്. അന്ധകാരത്തെ അകറ്റി വെളിച്ചമുണ്ട് ಮಾಡುತ್ತದೆ. അന്ധകാരത്തെ അകറ്റി അത് വെളിച്ചത്തെ കൊണ്ടുവരുന്നതാണ്. ക്രമമില്ലാത്തതിനെ ക്രമപ്പെടുത്തുವ ശക്തി ವಾಕ್ಯಕ್ಕೆ ಇದೆ. ക്രമമില്ലാത്തതിനെ ക്രമപ്പെടുത്തുന്നതാണ്. ಖಾಲಿಯಾಗಿರುವ ಜಾಗಗಳನ್ನು ತುಂಬಿಸುವ അത് ശൂന്യമായതിനെ അവൻ നിറയ്ക്കുന്ന ശക്തിയാണ്. ഹല്ലേലൂയ. ഈ വചനം ಮಳೆಗೆ ಸಮವಾಗಿದೆ. ಮಳೆ അവനിത് മഴയ്ക്ക് തുല്യമാണ്. ಆಕಾಶದ ಮಳೆ ಬರ್ತದೆ. ആകാശത്തിൽ നിന്ന് മഴ വരും. ಬಿತ್ತುವವನಿಗೆ ಬೀಜ, ಉಣ್ಣುವವನಿಗೆ ಆಹಾರ. അവൻ വിതയ്ക്കുന്നവന് ബീജ, അവൻ വിത്തും കഴിക്കുന്നവൻ ആഹാരവും. ಅದು ಮಾಡದೆ ವಾಪಸ್ ಹಿಂತಿರುಗಿ ಬೆರೆದಾಗಿ ಹೋಗುವುದಿಲ್ಲ. അവൻ അതിന്റെ പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങി പോകത്തില്ല. ನನ್ನ ವಾಕ್ಯವು ಹಾಗೆ. ഞാൻ എന്റെ വചനവും അപ്രകാരം ಹಾಗೆ. എന്റെ വചനവും അപ്രകാരമാണ്. ದೇಶಕ್ಕಾಗಿ ಕಳಿಸಲ್ಪಡುತ್ತದೋ, ഏത് ദേശത്തിന് വേണ്ടി അയക്കപ്പെടുന്നുവോ ದೇಶವನ್ನು ನೆರವೇರಿಸಿ ആ ഉദ്ദേശത്തെ നിറവേറാതെ അത് ആ വചനം മടങ്ങി പോകുന്നതല്ലോ. ഹല്ലേലൂയ. ಒಂದು ಸತಿ ಯೇಸು ಬಳಿಗೆ ഒരിക്കൽ യേശുവിന്റെ ಒಬ್ಬ ವ್ಯಭಿಚಾರ ಮಾಡಿದ ಸ್ತ್ರೀಯನ್ನು ಕರ್ಕೊಂಡು ಬರ್ತಾನೆ. ഒരു വ്യഭിചാരിയായ സ്ത്രീയെ കൊണ്ടുവരികയാണ്. ಅವಳು ವ್ಯಭಿಚಾರಿನೇ. അവൾ വ്യഭിചാരിയാണ്. ಆದ್ರೆ ಕರ್ಕೊಂಡು ಬರುವಾಗ ಸುಳ್ಳು ಹೇಳಿದ್ರು. അവൻ അവളെ കൊണ്ടുവരുമ്പോൾ അവൾ കള്ളം പറഞ്ഞു. ಈಕೆ ವ್ಯಭಿಚಾರ ಮಾಡ್ತಿದ್ದಾಗ ಹಿಡ್ಕೊಂಡ್ ಬಂದಿದ್ದೇವೆ. അവൻ ഇവൾ വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് വിളിച്ചു കൊണ്ടുവന്നതാണ്. ವ್ಯಭಿಚಾರ ಮಾಡೋದಕ್ಕೆ ಒಬ್ಬರಲ್ಲ ಇಬ್ಬರು ಇರಬೇಕು. അവൻ വ്യഭിചാരം ചെയ്യണമെങ്കിൽ ഒരാളല്ല രണ്ടുപേര് വേണം. ಆದ್ರೆ ಒದ್ದ ಹಾಲನ್ನ ಬಿಟ್ಟು ಇವಳ ಮಾತ್ರ ಕರ್ಕೊಂಡ್ ಬಂದ ಉದ್ದೇಶ ಇದೆ. അവൻ എന്നാൽ ഈ വ്യഭിചാരം ചെയ്തുകൊണ്ടിരുന്ന മറ്റേ അദ്ദേഹത്തെ വിട്ടിട്ട് ഇവളെ മാത്രം പിടിച്ചോണ്ട് വന്നൊരു ഉദ്ദേശം ಈಕೆಯನ್ನ ಕಲ್ಲುಡಿಬೇಕು ಅಂತಲ್ಲ. അവൻ ഇതിനർത്ഥം അവളെ കല്ലെറിയണമെന്നല്ല, ಯೇಸುವನ್ನ ಕಲ್ಲುಡಿಬೇಕೆಂಬುದಾಗಿ. യേശുവിനെ കല്ലെറിയാൻ വേണ്ടിയിട്ടാണ്. ಯಾಕಂದ್ರೆ ಯೇಸು ಪಾಪಿಗಳನ್ನ ಪ್ರೀತಿಸ್ತಾರೆ. എന്തുകൊണ്ടെന്നാൽ യേശു പാപികളെ എല്ലാം സ്നേഹിക്കുക, ಪಾಪಿಗಳನ್ನ ಕ್ಷಮಿಸಿದ್ದಾರೆ. അവൻ യേശു പാപികളെ എല്ലാവരും അവരോടൊക്കെ ക്ഷമിക്കുകയാണ്. ಮೋಶೆ ನ್ಯಾಯ ಪ್ರಮಾಣ ಪ್ರಕಾರ ವ್ಯಭಿಚಾರ ಮಾಡ್ತಿದ್ದವಳು ಹಿಡಿದ್ರೆ കല്ലുടിಬೇಕು ಅಂತ ಹೇಳ್ತದೆ. മോശയുടെ ന്യായപ്രമാണ പ്രകാരം വ്യഭിചാരം ചെയ്യുന്നവരെ കണ്ടാൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന നിയമം ಈಗ ಯೇಸು ಮುಂದೆ ನಿಲ್ಲಿಸಿಬಿಟ್ರು. ഇവിടെ യേശുവിന്റെ മുൻപിൽ അവളെ കൊണ്ടു നിർത്തി. ಎಲ್ಲರ ಕೈಯಲ್ಲಿ ಎರಡು ಕಲ್ಲಿದೆ. എല്ലാവരുടെ കയ്യിൽ ഈ രണ്ട് കല്ല് വീതമുണ്ട്. ಯಾಕಂದ್ರೆ ಅವರು ಬಂದ ಜಾಗ ದೇವಾಲಯ. അവൻ എന്തുകൊണ്ടെന്നാൽ അവർ വന്നിരിക്കുന്ന സ്ഥലം ദൈവത്തിന്റെ ആലയമാണ്. ಅಲ್ಲಿ ಮುಂದೆ ಎಲ್ಲ ಸ್ಲಾಬ್ ಹಾಕಿದ್ದಾರೆ, ಟೈಲ್ಸ್. അവൻ അവിടെ ടൈൽസ് ആക്കിയിട്ടുണ്ട്, ಕಲ್ಲು ಗ್ರಾನೈಟ್ ಹಾಕ್ಬಿಟ್ಟಿದ್ದಾರೆ. അവിടെ ഗ്രാനൈറ്റ് ഉണ്ട്. ಅಲ್ಲಿ ಕಲ್ಲು കിട്ടത്തില്ല. അവിടെ കല്ല് ലഭിക്കുന്നില്ല. വരുമ്പോഴേ കല്ല് ತಗೊಂಡು വരുമ്പോഴേ കല്ല് പെറുക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ പറയ യേಸುവೇ ಇದನ್ನ ಮಾಡ್ತಾರೆ, ಏನ್ ಮಾಡ್ಬೇಕು? യേശുവേ പറ എന്താ ചെയ്യണ്ടേ? ಆಗ ಯೇಸು ನೋಡಿದ್ರು. അപ്പൊ യേശു ഇങ്ങനെ നോക്കുക, ಕೆಳಗೆ ಕೂತ್ಕೊಂಡು അവൻ യേശു താഴെ ഇരുന്നുകൊണ്ട് ಪ್ರಮಾಣವನ್ನು ಕೊಟ್ಟವನು ಆತನೇ. അവൻ ന്യായപ്രമാണം കൊടുത്തവൻ അവനാണ്. ಈ ಪ್ರಮಾಣ ಬರೆದವನೇ ಆತನು. ഈ ന്യായപ്രമാണം എഴുതിയവൻ അവനാണ്. ಪ್ರಮಾಣ ದೇವರ ಸ್ಟ್ಯಾಂಡರ್ಡ್.
ದೇವರ ಸ್ಟ್ಯಾಂಡರ್ಡ್. അവൻ ഈ ന്യായപ്രമാണം ദൈവത്തിന്റെ സ്റ്റാൻഡേർഡാണ്. ദൈവത്തിന്റെ നീതി. ഇത് ദൈവത്തിന്റെ ഒരു നീതിയാണ്. നാം യാരും ആತನ നീതി ಮುಂದೆ ನಿಂತ್ಕೊಳ್ಳೋಕೆ നമുക്ക് ആർക്കും അവന്റെ ആ ഒരു നീതിക്ക് മുൻപിൽ നിൽക്കാൻ കഴിയത്തില്ല. ಅದಕ್ಕೆ യേശു ಹೇಳಿದ್ರು. അതുകൊണ്ട് യേശു പറയാ ಓಕೆ ಕೆಳಗೆ ಕೂತ್ಕೊಂಡ್ಬಾರ್ದು. അവൻ താഴെ ഇരുന്നു കൊണ്ട് അവൻ എഴുതുകയാണ്. ಇಲ್ಲಿ ಬರೀತಿದ್ದಾಗಲೇ അവൻ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ಒಂದು ಮಾತನ್ನೇ ಹೇಳಿದ್ರು. ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, ನಿಮ್ಮಲ್ಲಿ ಪಾಪ ಮಾಡದಿದ್ದವನು ಮೊದಲು ಕಲ್ಲನ್ನು ಹೊಡೆಯಿರಿ. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. ಇಲ್ಲಿ ಯಾರಾಗಿದ್ದೀರಾ? ഇവിടെ അവൻ നിങ്ങളിൽ യാരാതും പാപം ചെയ്യാതെ, നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ പാപം ചെയ്യാത്തവരായിട്ട്? ಮೊದಲು ಕಲ್ಲು ಹೊಡೆಯಿರಿ. ആദ്യം അവൻ എറിയട്ടെ. ಬೈಬಲ್ ಹೇಳ್ತದೆ, വചനം പറയുക, ಮೊದಲು ವಯಸ್ಸಾದವರು ಕಲ್ಲುಗಳನ್ನು ಕೆಳಗೆ ಹಾಕಿದ್ರು. അവൻ ആദ്യമേ അത് അറിവുള്ളവരെ ഇത് കല്ല് താഴെയിട്ടു. അവൻ മുതിർന്നവർ കല്ലാക്കി, മുതിർന്നവരെല്ലാം താഴെയിട്ടു. അപ്പോൾ യവനസ്ഥരും കല്ലാക്കി. ഉടനെ തന്നെ യവനക്കാരും കല്ല് താഴെയിട്ടു. ಎಲ್ಲ പോയി. ആരുമില്ല, എല്ലാരും പോയി. ಆಗ ಯೇಸು ಅಲ್ಲಿ ಕೂತಿದ್ದಾಗ അവൻ യേശു അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ಆ ಸ್ತ್ರೀ ಇವರ ಜೊತೆಲೇ ಬಂದು അവനോട് കൂടെ വന്നു. ಆದ್ರೆ ಯೇಸು ಹೇಳಿದ ಮಾತು, ആ യേശു പറഞ്ഞ വാക്ക് ಆಕೆ ಮನಸ್ಸಲ್ಲಿ ಪ್ರವೇಶಿಸಿತು. അവളുടെ മനസ്സിനകത്ത് കടന്നു. ಆಕೆ ಒಂದು ತೀರ್ಮಾನ ಮಾಡಿದ್ರು. അവൾ അകത്തൊരു തീരുമാനമെടുത്തു. ನಾನು ಕಲ್ಲಲ್ಲಿ ಏಟು ತಿನ್ಬೇಕಾದರೆ ഞാൻ കല്ലെറിയൽപ്പെടണമെങ്കിൽ ಇಂಥ ಮನುಷ್ಯನ ಕೈಯಲ್ಲಿ ಏಟು ತಿನ್ಬೇಕು. അവൻ ഈ വ്യക്തി തന്നെ എന്നെ എറിയണം. ಎಲ್ಲ ಕಲ್ಲಲ್ಲೇ ಇದೆ, എല്ലാ കല്ലും അവന്റെ മുൻപിലുണ്ട്. ಹೊಡೆದ್ರೆ ಈ ಮನುಷ್ಯನನ್ನ ಹೊಡೆಯಲಿ. അവൻ ഈ കല്ലെറിയണമെങ്കിൽ ഇവൻ എന്നെ എറിയണം. ಯಾಕಂದ್ರೆ ಅವರು ಬಂದವರೆಲ್ಲ ಈಕೆ ಗ್ರಾಕಿ. അവൻ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർ വന്നവരെല്ലാം അവർ മാറിപ്പോയി. ಅವರ ಕಸ್ಟಮರ್. അവൻ വന്നവരെല്ലാം ഇവളുടെ കസ്റ്റമറാണ്. അവൻ ಅದಕ್ಕೆ ಅವಳು ಗೊತ್ತಿತ್ತು. അതുകൊണ്ട് അവൾക്ക് മനസ്സിലായിരുന്നു, ಇವರ ಹಾಗೆ ಈತನಲ್ಲ. ആ പോയവരെ പോലെ ആരെ പോലെ അല്ല ഇവൻ. ಅವರು ಹೇಳೋದೊಂದು ಮಾಡೋದೇ ಒಂದು, അവര് പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന്. ಈತನ ಹಾಗಲ್ಲ. ഇവിടെ ഇരിക്കുന്നവർ അങ്ങനല്ല. ಈತನ ಕೈಯಲ್ಲಿ ಏಟಿರ್ಬೇಕು. ഞാൻ ഏറ് കൊള്ളുന്നെങ്കിൽ ഇവന്റെ കൈ കൊണ്ട് കൊള്ളണം. ಅಲ್ಲೇ ನಿಂತಿದ್ದು, അവിടെ തന്നെ നിൽക്കുകയാണ് അവൾ. ಯೇಸು ತಲೆ ಎತ್ತಿ ಹೇಳಿದ್ರು, യേശു തല ഉയർത്തി പറയുക, ನಿನ್ನನ್ನು ಯಾರು ನ್ಯಾಯ ತೀರಿಸಲಿಲ್ವಾ? അവൻ നിന്നെ ആരും കുറ്റം വിധിച്ചില്ലയോ? ಆಕೆ ಹೇಳುದು, ಇಲ್ಲ ಸ್ವಾಮಿ. അവൾ പറയാ, ഇല്ല ഇല്ല യജമാൻ. ಆಗ ಯೇಸು ಒಂದು ಮಾತು ಹೇಳುದು, അപ്പോൾ യേശു പറയുക, ಗೋ, ನೋ ಮೋರ್ ಸಿನ್. അവൻ നീയും കടന്നു പോവുക, ഇനി മേലിൽ പാപം ചെയ്യരുത്. ಒಂದೇ ಮಾತು ಹೇಳಿದ್ರು, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ಗೋ, ನೋ ಮೋರ್ ಸಿನ್. അവൻ ഇനി പാപം ചെയ്യരുത്, കടന്നു പോകും. ಅಷ್ಟೇ ಹೇಳಿದ್ರು. അത്രയും പറഞ്ഞുള്ളൂ. ಆಕೆ ಅಲ್ಲಿಂದ ಹೋದ್ಲು. അവൾ അവിടുന്ന് കടന്നു പോയി. ಆ ವಾಕ್ಯ ಒಳಗೋಯಿತು. ആ വാക്ക് അവളുടെ അകത്ത് പോയി. ಪ್ರಮಾಣ ಹೇಳುತ್ತದೆ, ന്യായപ്രമാണം പറയുന്നു, ಪಾಪ ಮಾಡಬೇಡ, പാപം ചെയ്യരുത്, ವ್ಯಭಿಚಾರ ಮಾಡಬೇಡ. വ്യഭിചാരം ചെയ്യരുത്. ಪ್ರಮಾಣ ಹೇಳುತ್ತದೆ, ന്യായപ്രമാണം പറയുക. ಅದಕ್ಕೆ ಪವರ್ ಇಲ್ಲ. അതിന് ശക്തിയില്ല. സത്യത്തിന് ശക്തി ഉണ്ട്. സത്യത്തിന് ശക്തിയുണ്ട്. അത് ಒಂದು ಮಾತು ಹೇಳಿದ್ರೆ, അത് ഒരു വാക്ക് പറഞ്ഞാൽ ಅದು ನೀ ಸ್ವೀಕರಿಸಿಕೊಂಡ್ರೆ, അത് നീ സ്വീകരിച്ചാൽ ಇನ್ನು ಪಾಪ ಮಾಡಲೇ ಇಲ್ಲ. അവൻ ഇതിന് ശേഷം പാപം ചെയ്തിട്ടേ ഇല്ല. സത്യത്തെ അറിവീர்கள். സത്യത്തെ അറിയുക. സത്യമേ നിങ്ങളെ വിടുതಲೆ ആക്കും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നിന്നನ್ನು ಬಿಡುಗಡೆ ಮಾಡ್ಕೊಳಕ್ಕಾಗಲ್ಲ. അവൻ നിങ്ങൾക്ക് നിങ്ങളെ വിടുതൽ ആക്കാൻ പറ്റത്തില്ല. ಪ್ರಮಾಣ ನಿಮ್ಮನ್ನು ಬಿಡುಗಡೆ ಮಾಡಕ್ಕಾಗುದಿಲ್ಲ. ന്യായപ്രമാണത്തിന് ഇതിനെ വിടുവിക്കാൻ പറ്റത്തില്ല. സത്യವನ್ನು അറിಯುವಾಗ ಸತ್ಯ ನಿಮ್ಮನ್ನು ಬಿಡುಗಡೆ ಮಾಡಿ. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ വിടുതലേക്ക് നടത്തും. ಜೀವ ಇದೆ. സത്യത്തിന് ജീവനുണ്ട്. ಸತ್ಯವು ಅದು ದೇವರಾಗಿದೆ. അവൻ സത്യം, അത് ദൈവമാണ്. ಅದು ನಮಗೆ ಸಹಾಯ ಮಾಡುತ್ತದೆ. അത് നമുക്ക് സഹായം ചെയ്യുന്നതാണ്. സത്യಕ್ಕೂ ಪ್ರಮಾಣಕ್ಕೆ ಏನು ವ್ಯತ್ಯಾಸ? സത്യത്തിന്റെ ന്യായപ്രമാണത്തിന്റെ വ്യത്യാസം എന്താണ്? ಪ್ರಮಾಣ ದೇವರ ಸ್ಟ್ಯಾಂಡರ್ಡ್. അവൻ ന്യായപ്രമാണം ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്. ಪರಿಶುದ್ಧತೆ ದೇವರಿಗೆ ಸಮವಾದದ್ದು. അവൻ വിശുദ്ധി, അത് ദൈവത്തിന്റെ സമമാണ്. ಯಾರೂ ನೆರವೇರಿಸಕ್ಕಾಗಿಲ್ಲ. അവൻ ആരും അതിനെ നിറവേറ്റുവാൻ കഴിഞ്ഞില്ല. ಮೋಸೆ ಕೂಡ ನೆರವೇರಿಸಕ್ಕಾಗಿಲ್ಲ. മോശയ്ക്ക് അത് നിറവേറ്റാൻ കഴിഞ്ഞില്ല. ಯಾರೂ ನೆರವೇರಿಸಕ್ಕಾಗಿಲ್ಲ. ആർക്കും അത് നിറവേറ്റാൻ കഴിഞ്ഞില്ല. ಬೈಬಲ್ ಅಲ್ಲಿ ರೋಮರ್ ಬರೆದ ಪತ್ರಿಕೆ 6:23 ಹೇಳುತ್ತದೆ, റോമർ 6:23 ഇങ്ങനെ പറയുന്നു, ಎಲ್ಲರೂ ಪಾಪ ಮಾಡಿ ದೇವರ ಮಹಿಮೆಯನ್ನು ಕಳ್ಕೊಂಡು എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. ಒಬ್ಬನಾದರೂ ಇಲ್ಲವೇ ಇಲ್ಲ. അവൻ ആരും തന്നെ ഇല്ല. ಹಲ್ಲೆಲೂಯಾ. ആമേൻ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಅರ್ಥ ಆಯ್ತಾ? മനസ്സിലായോ? ಆದರೆ ಯೇಸು ಕ್ರಿಸ್ತನು എന്നാൽ യേശു കർത്താവ് ಪಾಪಿಗಳನ್ನು ಹುಡುಕೊಂಡು ಬಂದು പാപികളെ തേടി വന്നു. ಓಡಿಯುವುದಕ್ಕಾಗಲ್ಲ. അവൻ അടിക്കാൻ വേണ്ടിയല്ല. ಪೊಲೀಸ್ ಬರ್ತಾರೆ, അവൻ പോലീസ് വരും, ಕಳ್ಳನ್ನು ನೋಡಿ ಹೊಡಿತಾರೆ. കള്ളനെ കണ്ടാൽ അവൻ അടിക്കും. ನನ್ನ ಯೇಸು ಬರ್ತಾರೆ, യേശു വരും, ಹೊಡಿಯುವುದಕ್ಕಾಗಲ್ಲ, അടിക്കാനല്ല, ಅವನು ರಕ್ಷಿಸುವುದಕ್ಕೆ. അവനെ രക്ഷിക്കാൻ വേണ്ടി.
യേശു ಅಂದರೆ യേശു എന്ന് പറഞ്ഞാൽ മത്തായി പറഞ്ഞ സുവാർത്തെ 1:21. മത്തായിയുടെ സുവിശേഷം 1:21. ಅರ್ಥ ಏನ್ ಗೊತ್ತಾ? അതിന്റെ അർത്ഥം എന്താ അറിയോ? ತನ್ನ ಜನರನ್ನು ಅವರ ಪಾಪದಿಂದ ಬಿಡಿಸಿ ಕಾಯುವಾತನು. അവൻ തന്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് വിടുവിച്ച് കാക്കുന്നവൻ. യേശുവിನ അർത്ഥം, യേശുവിന്റെ അർത്ഥം നാം പ്രസംഗ ಮಾಡ್ತೀವಿ. അവൻ നമ്മൾ എന്താ പ്രസംഗിക്കുന്നത്? ഭാവിയെ മനസ്സിരുന്നു, ഭാവിയെ മനസ്സാന്തരപ്പെടൂ, പാപത്തെ വിട്ടു വാ, നിന്റെ പാപത്തെ വിട്ടു വാ. അവനെ വിടും പാടില്ല, ആരും വരത്തില്ല. നീയെ വിടും പാടില്ല, നീയെ വിട മാട്ട, അവനെ വിട മാട്ട. അവൻ അവനും വിടത്തില്ല, നീയും വിടത്തില്ല. യേശുവിന്റെ പേര് തരുമാ? യേശുവിന്റെ പേരെന്നറിയോ? തങ്ങൾ ജനത്തുடைய പാപത്തിൽ നിന്ന് അവരെ വിടുവിച്ച് കാപ്പാൻ. ആമേൻ, സ്തോത്രം. തന്റെ ജനത്തിന്റെ പാപത്തിൽ നിന്ന് വിടുവിച്ച് കാക്കുന്നവൻ. ആമേൻ. What a beautiful name. അവൻ എത്ര നല്ല മനോഹരമായ പേര്. ഒരുവേള നീ പാപ വിടൂ എന്ന് യാർ വിടുത്തിട്ട്? അവൻ ഒരുപക്ഷെ നിങ്ങളോട് പാപം വിടാൻ പറഞ്ഞ ആരെ വിട്ടു വിടാൻ പാടില്ല. ആരും പാപത്തെ വിട്ടുകളയത്തില്ല. അതിന് യേശു പാപികളെ ഒടുക്കി രക്ഷിച്ചതുക്കായി അവൻ യേശു, എന്നാൽ യേശു കർത്താവ് പാപികളെ തേടി വന്ന് രക്ഷിക്കുവാൻ വേണ്ടി വന്നവനാണ്. ഹല്ലേലൂയ. ഈ രാത്രി യേശുവിൻ നാമത്തിനാൽ, ഈ രാത്രി യേശുവിൻ നാമത്തിൽ ಬಿಡುಗಡೆ ಮಾಡೋದಕ್ಕಾಗಿ ಬಂದಿದ್ದ. അവൻ വിടുവിക്കാൻ വേണ്ടി വന്ന ദൈവമാണ്. ಮೊದಲು ಆದಾಮ ಮೂಲಕವಾಗಿ ಪಾಪ ಬಂತು. അവൻ ആദ്യം ആദാം മുഖേന പാപം വന്നു. ಎರಡನೇ ಆದಾಮನಾಗಿ ಯೇಸು ಮೂಲಕವಾಗಿ ನಮ್ಮೆಲ್ಲರೂ, അവൻ രണ്ടാമത്തെ ആദാമായ യേശു കർത്താവ് മുഖേന നമ്മളെല്ലാവരും വിടുവിക്കപ്പെട്ടു. ಬೈಬಲ್ ಹೇಳ್ತದೆ, ರೋಮರ್ ಬರೆದ ಪತ್ರಿಕೆ 5ನೇ ಅಧ್ಯಾಯ 14ನೇ ವಚನದಲ್ಲಿ ಹೇಳ್ತದೆ, ರೋಮಕೃತ ಲೇಖನ 5ാം അധ്യായത്തിൽ 14ാം വാക്യം ഇങ്ങനെ പറയുന്നു, ആദാം ಹೆಚ್ಚು ಪಾಪ ಮಾಡಿದ್ರೆ ನಾವು ಹೆಚ್ಚು ಪಾಪ ಮಾಡಿದ್ವ. അവൻ ആദാം അധികമായി പാപം ചെയ്തിട്ടുണ്ട്, അതോ നമ്മളാണ് അധികം പാപം ചെയ്തത്? யாரு பெரிய பாவி, വലിയ പാവി யாரு? ഏറ്റവും വലിയ പാപി ആരാണ്? ആദാം എത്ര പാപം ചെയ്തു? ആദാം എത്ര പാപം ചെയ്തു? എത്ര? ആദാം എത്ര പാപം ചെയ്തു? 10. 10 ആണോ? ഒരെണ്ണം മച്ചി പറ. എത്ര പാപം ചെയ്തു ആദാം? ആദാം എത്ര പാപം ചെയ്തു? പറഞ്ഞില്ലെങ്കിൽ ഒന്ന് കാണിക്കെങ്കിലും ചെയ്യും. ഭാഷ പറയല്ല, സിഗ്നൽ. ഭാഷ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സിഗ്നൽ കാണിക്കും. ആ പാസ്റ്റർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നമ്മൾ എത്ര പാപം ചെയ്തു? അപ്പൊ നമ്മൾ എത്ര ചെയ്തു? കാണിക്കണ്ട. ಹೌದಾ? ಇಲ್ಲ അതല്ലേ? അല്ലേ? ഇത് കാണിക്കാൻ പാടില്ല. അവൻ ഇത് കാണിക്കണ്ട. എല്ലാവർക്കും അറിയാം. ആന ബൈബിൾ ಏನು ಹೇಳ್ತದೆ? വചനം എന്താ പറയുന്നത്? 5ನೇ ಅಧ್ಯಾಯ 14ನೇ ವಚನ, ರೋಮರ್ 5ാം അധ്യായം 14ാം വാക്യം വായിച്ചേ. ಆದಾಮನಿಗೆ ಸಮವಾದ ಪಾಪವನ್ನು ಮಾಡದಿದ್ದವರ ಮೇಲೂ, അവൻ ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ. 14 5:14. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായ പാപം ചെയ്തവരിൽ, നിദാനമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ പാപ ആദാം ഈക്വൽ ആಗಿ നാം ಮಾಡಿಲ್ಲ. അവൻ ആ പാപം ആദാമും നമ്മളും അവൻ ഒരുപോലല്ല ചെയ്തത്. ആദാം ഈക്വൽ ആಗಿ പാപ ಮಾಡಿಲ್ಲ. ആദാമിന് ഈക്വൽ ആയ പാപമല്ല നമ്മൾ ചെയ്തത്. എങ്ങനെ പാസ്റ്റർ? എങ്ങനെ പാസ്റ്റർ? പറഞ്ഞു തരാം. ആദാം 100% പരിശുദ്ധമായിട്ടുണ്ടായി. അവൻ ആദാം 100% പരിശുദ്ധനായിരുന്നു. അവൻ ഒരു പാപം பண்ணாலும் അര പാപം பண்ணாலும் പാപിയേ. അവൻ ഒരു പാപം ചെയ്താലും അരപ്പാപം ചെയ്താലും അവൻ പാപിയാണ്. പിറന്നതേ പാപിയായി. അവൻ എന്നാൽ നിങ്ങളും ഞാനും പിറന്നത് പോലും പാപിയായിട്ടാണ്. ഒരു പന്നി കുട്ടി പോട്ട, അവൻ ഒരു പന്നിക്ക് കുഞ്ഞുണ്ടായ എന്താ കുട്ടി പോടോ? എങ്ങനത്തെ ജനിക്കുന്ന കുഞ്ഞെന്താ? പന്നിക്കുഞ്ഞ. അത് തരില്ല, അത് പറയത്തില്ലേ? നിങ്ങൾ ഊരിലെ പന്നി കുട്ടി പോട്ട എന്താ കുട്ടി പോടോ? അവൻ നിങ്ങളുടെ നാട്ടിൽ പന്നി പ്രസവിച്ചാൽ എന്ത് കുഞ്ഞിനെ പറഞ്ഞേ? പന്നിക്കുട്ടിയല്ലേ? പന്നിക്കുഞ്ഞിനല്ലേ? ഇതെന്തിനാ പന്നിയെ പോലെ ജീവിക്കുന്നതാണ് പറഞ്ഞ? ഇതെന്തിനാ ഈ പന്നിക്കുഞ്ഞിനെ പന്നിയെ പോലെ ജീവിക്കുന്നെന്ന് ചോദിച്ചാ അതെന്ത് ന്യായം? അതെന്ത് ന്യായമാ? നാമെല്ലാവരും പാപികളാ. നമ്മളെല്ലാം പാപികളാ. നമ്മൾ ജനിച്ചതുപോലെ പാപിയാ. അർത്ഥമായിട്ടാ? മനസ്സിലായോ? എന്താ മനസ്സിലായപ്പ? എന്തോ മനസ്സിലായെന്നാ പറഞ്ഞേ. വളരെ ബുദ്ധിമുട്ടപ്പ. മനസ്സിലായോ? അയ്യോ ദൈവമേ, മനസ്സിലായിപ്പോ?
ಪೌಲ್ ಹೇಳ್ತಾರೆ, പൗൽ പറയുക, ನಾನು ಏನು ಮಾಡಬಾರ್ದು ಅದನ್ನೇ ಮಾಡ್ತೇನೆ. അവൻ ഞാൻ എന്ത് ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നു അത് തന്നെ ഞാൻ പ്രവർത്തിക്കുന്നു. ನಾನು ಏನು ಮಾಡಬಾರ್ದು ಅದನ್ನೇ ಮಾಡ್ತೇನೆ. ഞാൻ എന്ത് ചെയ്യരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് തന്നെ ഞാൻ ചെയ്യുന്നു. ಆ ಮಾಡುವುದು ನಾನಲ್ಲ, ನನ್ನಲ್ಲಿ ವಾಸ ಮಾಡುವ ಪಾಪ ಹಾಗೆ ಮಾಡಿಸ್ತದೆ. അവൻ ഞാൻ അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിലുള്ളതാകുന്ന അവൻ നശിക്കുന്ന ജഡമത്ര എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു. ನಮ್ಮ ರಕ್ತದಲ್ಲಿ ಪಾಪ ಇದೆ. എന്തുകൊണ്ടെന്ന് എന്റെ രക്തത്തിനകത്ത് പാപമുണ്ട്. ಆದಾಮ್ ರಕ್ತದಲ್ಲಿ ಪಾಪ ಇರಲಿಲ್ಲ. ആദാമിന്റെ രക്തത്തിൽ പാപമില്ല. ಆದ ಕಾರಣ ಅವನು ನಮಗಿಂತಲೂ ದೊಡ್ಡ ಪಾಪಿ. അവൻ അതുകൊണ്ട് ആദാം നമ്മെക്കാളും വലിയ പാപിയാണ്. ಈಗ ನಾವೆಲ್ಲರೂ ಪಾಪವಾಗೋದಕ್ಕೆ ಕಾರಣ ಯಾರು? അവൻ നമ്മളെല്ലാരും പാപികളാകാനുള്ള കാരണമാരാണ്. നീങ്ങളല്ല. നിങ്ങളല്ല. ആ വ്യക്തി അവിടെ പോയി നോക്കാം, പരലോകത്തിൽ. അവൻ നമുക്ക് അവിടെ പോയി നോക്കാം, കാണാം. നീ ചെയ്ത പാപം ഞങ്ങളെല്ലാം പാപിയാക്കി. അവൻ നീ കാണിച്ച കുർത്തക്കേട് കൊണ്ട് ഞങ്ങളെ എല്ലാം പാപികളാക്കി. അവിടെ പോയി ചോദിക്കാം. അവൻ നമുക്ക് അവിടെ പോയി ചോദിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അർത്ഥമായ? മനസ്സിലായോ? അയ്യോ ദൈവമേ. നെക്സ്റ്റ് ടൈം 5 ദിനം വെക്കണം. അവൻ അടുത്ത പ്രാവശ്യം 5 ദിവസം വെക്കും. கொஞ்சம் അർത്ഥമാവും. അണ്ണാടെ കുറച്ചൊക്കെ മനസ്സിലാവും. ಬೆಳಿಗ್ಗೆ ಹೇಳಿದೆ, അവൻ രാവിലെ ഞാൻ പറഞ്ഞിരുന്നു, ಇವಾಗ ಕಣ್ಣುಗಳು ಓಪನ್ ಆಗ್ತದೆ. അവൻ ഇപ്പൊ കണ്ണുകളെ തുറന്നു വരിക. ಯೇಸು ನಾಮದಲ್ಲಿ ನೋಡ್ತೀರಾ? യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ കാണാം. ಹಿಂದಿಲ್ ಹಾಕಿ ಬೈಬಲ್ ಪಚ 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 ಓಡ್ಕೊಂಡು ಬಂದ್ರು. അവൻ നിങ്ങൾ തുപ്പല് മറിച്ച് തുപ്പലാക്കി ഇങ്ങനെ പാപികളെ തിരിച്ചുകൊണ്ടേ. ನಾನು 60 വായിച്ചു, 60 സತಿ ഓದಿದೆ. അവൻ 60 പ്രാവശ്യം വായിച്ചു. 20 സತಿ ഓದಿದೆ ಅಂತ 20 പ്രാവശ്യം വായിച്ചു എന്ന് പറയാൻ വേണ്ടി. ಹಂಗಲ್ಲ, അങ്ങനല്ല. ಪರಿಶುದ್ಧಾತ್ಮನ ಸಹಾಯದಿಂದ ಓದಬೇಕು. പരിശുദ്ധാത്മാവിന്റെ സഹായം. ഹല്ലേലൂയ. ആത്മന സഹായದಿಂದ ബൈബിൾ ಓದಬೇಕು. അവന്റെ സഹായത്താൽ, പരിശുദ്ധാത്മ സഹായത്തോടെ വചനം വായിക്കണം. ಈಗ ನೋಡ್ರಿ, ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാണ്. ಎಲ್ಲರೂ ಪಾಪ ಮಾಡಿ ದೇವರ ಮಹಿಮೆ ಕಳ್ಕೊಂಡು, എല്ലാരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് കളഞ്ഞു. ದೇವರು ಪಾಪಿಗಳನ್ನು ಹುಡುಕಿ ರಕ್ಷಿಸುವುದಕ್ಕಾಗಿ, എന്നാൽ ദൈവം പാപികളെ തേടി വന്ന് രക്ഷിപ്പാൻ കടന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ನಾವೆಲ್ಲರೂ ಕೊರತೆ ಉಳ್ಳವರು. നമ്മളെല്ലാരും ബലഹീനരാ. ಅದಕ್ಕೆ ಪರಿಶುದ್ಧಾತ್ಮ ದೇವರ ಮೇಲೆ ದಯಪಾಲಿಸಿ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവാണ് ദൈവത്തെ നമുക്ക് തന്നിരിക്കുന്നത്. ಆ ಪರಿಶುದ್ಧಾತ್ಮ ದೇವರು, ആ പരിശുദ്ധാത്മ ദൈവം ನಮ್ಮನ್ನು നമ്മളെ ಸಕಲ ಸತ್ಯದಲ್ಲಿ ನಡೆಸಿಕೊಂಡು സകല സത്യത്തിനും വഴി നടത്താനിടയാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಅರ್ಥ ಆಯ್ತಾ? മനസ്സിലായോ? ನಾನು ನಡೆಯಕ್ಕಾಗುದಿಲ್ಲ. എനിക്ക് നടക്കാൻ കഴിയുകയില്ല. ನನ್ನನ್ನು ಬಲಪಡಿಸುವ ಕ್ರಿಸ್ತನಿಂದ ನಾನು ನಡೆಯಲು. എന്നെ ബലപ്പെടുത്തി എന്നെ ശക്തീകരിക്കുന്നവനാണ് എനിക്കത് സാധ്യമാണ്. ഹല്ലേലൂയ. യേಸು ಹುಡುಕಿಕೊಂಡು ಬಂದಿದ್ದು, യേശു തേടി വന്നത് ನಮ್ಮನ್ನು ರಕ್ಷಿಸುವುದಕ್ಕಾಗಿ, നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ನಮ್ಮ ಪಾಪಗಳನ್ನು ತನ್ನ ಮೇಲೆ ಹೊತ್ತುಕೊಂಡು അവൻ നമ്മുടെ പാപം അവൻ തന്റെ മേൽ വഹിച്ചു. ಆತನು ಶಿಲುಬೆ ಮೇಲೆ ನಮಗಾಗಿ ಎಲ್ಲವನ್ನು ವಹಿಸಿಕೊಂಡು, അവൻ തന്റെ ക്രൂശിൽ സകലവും അവൻ വഹിച്ചു. ಈಗ ನೀವು ನಂಬುವುದರ ಮೂಲಕ ഇപ്പോൾ നിങ്ങൾ അവനെ വിശ്വസിക്കുന്നതിനാൽ ಮಕ್ಕಳಾಗುವ ಅಧಿಕಾರ, നിങ്ങൾക്ക് മക്കളാകാനുള്ള അധികാരമുണ്ട്. ನಡೆಯೋದ್ರಿಂದಲ್ಲ, അവൻ നടക്കുന്നത് കൊണ്ടല്ല, ನಂಬೋದ್ರಿಂದ ಮಕ್ಕಳ ಅಧಿಕಾರ. വിശ്വസിക്കുന്നവരാൽ മക്കളാകുവാനുള്ള അധികാരമുണ്ട്. ನಡೆಯೋದ್ರಿಂದಲ್ಲ, അവൻ നടക്കുന്നത് കൊണ്ടല്ല, ನಂಬೋದ್ರಿಂದ ನೀತಿವಂತರಾಗಿ. വിശ്വസിക്കുന്നതിനാൽ നിങ്ങൾ നീതീകരിക്കപ്പെടും. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಕ್ರಿಸ್ತ ಯೇಸುವಿನ ಮೇಲೆ ನಂಬಿಕೆಯಿಂದ അവൻ ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചാൽ ನಾವೆಲ್ಲರೂ ಪರಿಶುದ್ಧವಂತರಾಗಿದ್ದೇವೆ. നാമെല്ലാം വിശുദ്ധന്മാരായി തീരുവാനിടയാകും. ನಾವೆಲ್ಲರೂ ನಂಬಿಕೆಯಿಂದ അവൻ നമ്മളെല്ലാം വിശ്വാസം ಆತನ ಎಲ್ಲ ವಾಗ್ದಾನಕ್ಕೂ ನಾವು ಬಾಧ್ಯರಾಗಿ, അവൻ അവന്റെ എല്ലാ വാഗ്ദത്തങ്ങൾക്കും അവകാശികളായി തീരാനിടയാകും. ನಂಬುವವರ ಮೂಲಕ അവൻ വിശ്വസിക്കുന്നവരാൽ ಆಗುವ ಸೂಚನೆಗಳು, അവൻ സംഭവിക്കുന്ന അടയാളങ്ങൾ, ಈ ಪರಿಶುದ್ಧಾತ್ಮ ಅಭಿಷೇಕ ಕೂಡ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ನಂಬುವವರಿಗೆ ಲಭ್ಯವಾಗಿದೆ. അവൻ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒന്നാണ്. ಯೇಸು ಕರೆದು ದಾಹವಾಗಿರುವ ನನ್ನ ಬಳಿಗೆ ಬರಲೇ, അവൻ യേശു പറഞ്ഞു, ദാഹിക്കുന്നവരെ അവൻ എന്റെ അടുക്കൽ വരട്ടെ. ನಾನು ಕೊಡುವುದನ್ನ ಕುಡಿಯಲೇ, അവൻ ഞാൻ നൽകുന്ന ജലം ജീവജലം കുടിക്കട്ടെ. ನನ್ನ ನಂಬುವವನ ಹೊಟ್ಟೆ ಒಳಗಿಂದ ಜೀವಕರವಾದ ಒಳಗೆ എന്നിൽ വിശ്വസിക്കുന്നവന്റെ അകത്തുനിന്ന് ജീവന്റെ ജലനദി ഒഴുകും. ഹല്ലേലൂയ. ആമേൻ. സത്യವನ್ನು ಅರಿವಿರಿ, ಸತ್ಯ ನಿಮ್ಮನ್ನು ಬಿಡುಗಡೆ ಮಾಡಿ. ആമേൻ. സത്യത്തെ അറിയുവിൻ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ಸತ್ಯ ಏನ್ ಹೇಳ್ತದೆ? സത്യം എന്താണ് പറയുന്നത്? ನನಗಾಗಿ ಏನ್ ಯೇಸು ಮಾಡಿದ್ದಾರೋ ಅದೇ ಸತ್ಯ. ആമേൻ. എനിക്ക് വേണ്ടി യേശു എന്താണോ ചെയ്തത് അതാണ് സത്യം. ಇದನ್ನು ಅರಿಯುತ್ತಾ ಇದ್ದಾಗ അവൻ ഇതിനെ നമ്മൾ അറിയുമ്പോൾ ಆ ಅರಿವು ನಮ್ಮನ್ನು ಬಿಡುಗಡೆ ಮಾಡುತ್ತೆ. ആ അറിവ് നമ്മളെ വിടുവിക്കും. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഹല്ലേലൂയ. ಈಗ ಎಲ್ಲ ಗಮನ ಕೇಳಿ. ആമേൻ. ഇനി വളരെ ശ്രദ്ധിച്ചു കേട്ടോട്ടെ. ಈ ಲೋಕದಲ್ಲಿ ಪಾಪಿಗಳಾಗೋದಕ್ಕೆ ಕಾರಣ ಯಾರು? ഈ ലോകത്തിൽ പാപികളാകുവാനുള്ള കാരണം എന്താണ്? ಯಾರು? ആരാണ്? വാസിക്കണോ? അവിടെ വായിച്ചു വായിക്കണോ? കൊട്ടി വായിച്ചു.
എങ്കിലും ആ. വരുവാനുള്ളവന്റെ ആ. പ്രതിരൂപമായ ആ. ആദമിന്റെ ആ. ലംഘനത്തിന് തുല്യമായി പാപം ചെയ്തവരിലും മരണം ആദം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ആ. ഒരുപോലെയല്ല. ആ. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ഒരു മനുഷ്യನ ಮೂಲಕ അനേകರು മരിച്ചു ಹೋದ್ರು. ഏകന്റെ പാപനിമിത്തം അനേകരും മരിച്ചതുപോലെ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഇടീ പ്രപഞ്ചമേ പാപികളാക്കുന്നതിന് കാരണയാണ്. ഈ മുഴു ലോകവും പാപികളായി തീരുവാനുള്ള കാരണം എന്താ? പറയണോ എന്ന് പറഞ്ഞേ. ഒരേ ഒരാൾ പറയുന്നത് ഓ നിങ്ങൾ സപ്പോർട്ടാ അതാണ്. നിങ്ങൾ ആദാമിന് സപ്പോർട്ടാണോ? പിന്നെ വാക്യം ഉണ്ടല്ലോ, ഇന്ന് വചനം ഉണ്ടല്ലോ കയ്യിൽ. യാർ കാരണം? ആരാ കാരണം? നിങ്ങൾ പാപിയാകുന്നതിന് യാർ കാരണം? നിങ്ങൾ പാപികളാകുവാനുള്ള കാരണം ആരാണ്? അർത്ഥമായ മനസ്സിലായോ? അയ്യോ ദൈവമേ, അർത്ഥമായ മനസ്സിലായോ? ಈಗ ನೀವು ಪರಿಶುದ್ಧವಾಗೋದಕ್ಕೆ ಕಾರಣ ಯಾರು? ഇനി നിങ്ങൾ പരിശുദ്ധരാകാനുള്ള കാരണം ആരാ? അതെ, അർത്ഥമായ കോപ്പ. ഞങ്ങളുടെ മേലെ കോപ്പയില്ലല്ലേ? ആദാമിനോട് നിങ്ങൾക്ക് ദേഷ്യമാണ്, ഞങ്ങളോട് ദേഷ്യമില്ലല്ലോ. അല്ല നോಡ್ರಿ, ശ്രദ്ധിക്ക്. ಒಬ್ಬ ಮನುಷ್ಯನು ഒരു മനുഷ്യൻ ಒಂದು ತಪ್ಪು ಮಾಡೋದಿಲ್ಲ, അവൻ ഒരു തെറ്റും ചെയ്യുന്നില്ല, ಒಬ್ಬ ಒಳ್ಳೆಯವನು, വളരെ നല്ലവൻ. ಆದರೂ എന്നാലും ബൈബിൾ പ്രಕಾರ വചനപ്രകാരം അവൻ രക്ഷಣೆ ಹೊಂದದೇ ಇದ್ರೆ അവൻ രക്ഷിക്കപ്പെടാതിരുന്നാൽ അവൻ പാപിയാ. കറക്റ്റാണോ? കറക്റ്റോ ഇല്ലയോ? കറക്റ്റാണോ അല്ലയോ? വീടി വലിക്കുന്നില്ല, തണ്ണി അടിക്കുന്നില്ല, അവൻ വെള്ളം കുടിക്കുന്നില്ല, ജാതി അടിക്കുന്നില്ല, അവൻ അടിക്കുന്നില്ല, ഭാര്യ അടിക്കുന്നില്ല, ആകിലും ഭാഗ്യേ, എന്നാലും അവൻ പാപിയാ. അവൻ കറക്റ്റ് അല്ല. ആണോ അല്ലയോ? 99% ഈസ് ഗുഡ് മാൻ. അവൻ 99% അവൻ നല്ലവനായി. ഒരേ ഒരു തെറ്റുണ്ട്, അവൻ ഒരേ ചെറിയ തെറ്റുണ്ട്, ആകിലും പാപി ലിസ്റ്റ്. അവൻ എന്നാലും അവൻ പാപിയുടെ ലിസ്റ്റിലാ. കറക്റ്റാ ഇല്ല? കറക്റ്റാണോ അല്ലയോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോ നിങ്ങൾ എല്ലാ ಒಳ್ಳೆ ಕಾರ್ಯಗಳು ಮಾಡೋದಿಲ್ಲ. നിങ്ങളെല്ലാം നല്ല കാര്യമൊന്നും അല്ല ചെയ്യുന്നിരിക്കട്ടെ. ಆದರೂ എന്നാലും യേശു ಮೇಲೆ ನಂಬಿಕೆ ಇಡ್ತೀರಾ? ನಂಬಿಕೆ ಇಡ್ತೀರಾ? യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നു. ನೀವು ನೀತಿವಂತರಾಗಿದ್ದೀರಿ. നിങ്ങൾ നീതിമാന്മാരാണ്. ಈಗ ನಿಮ್ಮ ನಡತೆ ನಿಮ್ಮನ್ನು ನೀತಿವಂತರಾಗಿ ಮಾಡುತ್ತೋ, ನಿಮ್ಮ ನಂಬಿಕೆ ನಿಮ್ಮ ನೀತಿವಂತರಾಗಿ? നിങ്ങളുടെ നടപ്പാണോ അതോ നിങ്ങളുടെ വിശ്വാസമാണോ നിങ്ങളെ നീതിമാന്മാരാക്കുന്നത്? വെരി ഗുഡ്. ഹല്ലേലൂയ. ഇപ്പോ கொஞ்சம் കണ്ണ് ഓപ്പൺ ആയി. ഇപ്പോ കുറച്ച് കണ്ണ് തുറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. നാം പരിശുദ്ധവന്തരാകുന്നതിന് നമ്മൾ വിശുദ്ധരാകുവാൻ നമ്മ നടത്തെ അല്ല, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ നടപ്പല്ല, നമ്മ ನಂಬಿಕೆ, നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ. ಹಾಗಾದ್ರೆ ಪಾಸ್ಟರ್, അങ്ങനെയാണെങ്കിൽ ಪಾಸ್ಟರ್ ಹೆಂಗ್ ಬೇಕಾದ್ರೂ ಜೀವಿಸಬಹುದಾ? എങ്ങനെ വേണേലും ജീവിക്കാമോ? ഇത് ലൈസൻസ് അല്ല, ഇത് ನಂಬಿಕೆ, ഇത് വിശ്വാസം. ബൈബിൾ ಹೇಳುತ್ತದೆ, വചനം പറയുന്നു, when you know the truth, നിങ്ങൾ സത്യം അറിയുമ്പോൾ the truth will set you free. ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. കുമാരൻ ಬಿಡುಗಡೆ ಮಾಡಿದರೆ, പുത്രൻ നമ്മളെ വിടുവിച്ചാൽ, ഈ സത്യം നിങ്ങളെ ಬಿಡುಗಡೆ വിടുവിച്ചാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, നിജനിജವಾದ ಬಿಡುಗಡೆ. അത് ഭൂമിയിൽ അത് സത്യമായ വിടുതലാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ಹಾಗಾಗಿ ಸತ್ಯವನ್ನು ಅರಿವಾಗ, അപ്പോൾ ഈ സത്യത്തെ നമ്മൾ അറിയുമ്പോൾ, സത്യം നമ്മൾ ಏನೆಡುತ್ತದೆ? ഈ സത്യം നമ്മളോട് എന്ത് പറയും? ನಾವು ನಂಬಿಕೆಯಿಂದ ನೀತಿವಂತರಾಗಿ, നമ്മൾ വിശ്വാസത്താൽ നീതിമാന്മാരായി. ഹല്ലേലൂയ. ബൈബിൾ ಹೇಳುತ್ತದೆ, വചനം പറയുന്നു, ರೋಮರ್ 8ನೇ ಅಧ್ಯಾಯ, റോമർ 8ാം അധ്യായം, ಅದು ಯಾರನ್ನ ದೇವರು ಮುನ್ಸೂಚಿಸಿದ್ರು, ആരൊക്കെ ദൈവം മുൻനിയമിച്ചുവോ ಅವರನ್ನು ದೇವರು ಕರೆದರು. അവരെ എല്ലാം ദൈവം മുന്നേ വിളിച്ചു. ಯಾರನ್ನೆಲ್ಲ ಕರೆದ್ರು, ആരെയൊക്കെ ദൈവം വിളിച്ചുവോ ಅವರನ್ನ ನೀತಿವಂತರನ್ನಾಗಿ, അവരെല്ലാം ദൈവം നീതീകരിച്ചു. ಯಾರನ್ನ ನೀತಿವಂತರಾಗಿ ಮಾಡಿದ್ರು, ആരെയൊക്കെ ദൈവം നീതീകരിച്ചുവോ, ಯಾರು ಕಲಿಸಿ ನೀತಿಯ
നിങ്ങളായോ നീതീകരിച്ചോ? അവൻ നിങ്ങളായി നീതീകരിക്കപ്പെട്ടതാണോ ഇല്ല നിങ്ങൾ നീതീകരിച്ചതാണോ? ನಮ್ಮನ್ನು ನೀತಿವಂತರಾಗಿ ಮಾಡಿದ್ರು. അവൻ നീതിമാന്മാരാക്കി അവൻ മാറ്റി. ಯಾರನ್ನ ನೀತಿವಂತರಾಗಿ ಮಾಡಿದ್ರು, ആരൊക്കെ നീതീകരിക്കപ്പെട്ടുവോ ತನ್ನ ಮಗನ ಸಾರೂಪ್ಯದಲ್ಲಿ ಅವರನ್ನ ಮಾಡಿದ್ರು. അവൻ പുത്രന്മാരാക്കി അവൻ നമ്മെ മാറ്റി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಅದಕ್ಕೆ ನ್ಯೂ ಕ್ರಿಯೇಷನ್ ಅಂತಾರೆ. അതിനാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. ಇನ್ನು ಜೀವಿಸುವುದು ನಾನಲ್ಲ, ഇനിമേൽ ജീവിക്കുന്നത് ഞാനല്ല, ಕ್ರಿಸ್ತು ನನ್ನಲ್ಲಿ ಜೀವಿಸುವ. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ನಾನು ಪಾಪದ ಪಾಲಿಗೆ ಸತ್ತೆ, ഞാൻ പാപത്തിൽ മരിച്ചു. ಇದು ನಾನಲ್ಲ, ഇത് ഞാനല്ല, ಕ್ರಿಸ್ತು ನನ್ನಲ್ಲಿ ಜೀವಿക്കുന്നു. ക്രിസ്തു എന്നിൽ ജീവിക്കൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಅರ್ಥമായ? മനസ്സിലായോ? ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഹല്ലേലൂയ. ಈಗ ಕ್ರಿಸ್ತನಲ್ಲಿ ഇപ്പോൾ ക്രിസ്തുവിൽ ನಾನು ಮಗನಾಗಿದ್ದೇನೆ. ഞാൻ മകനാണ്. മകനാണെങ്കിൽ ಎಲ್ಲ ಆಶೀರ್ವಾದಕ್ಕೆ ಬಾಧ್ಯನಾಗಿದ್ದೇನೆ. എല്ലാ അനുഗ്രഹത്തിനും നമ്മൾ അവകാശികളാണ്. യേശു ನನ್ನನ್ನು ಪಾಪದಿಂದ ಬಿಡಿಸಿ ಕಾಯುವಾತನಾಗಿದ್ದಾನೆ. യേശു നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ച് കാക്കുന്നവനാണ്. ಗಲಾತ್ಯರು 3:13 ಹೇಳ್ತದೆ, ಆತ ನಮಗೋಸ್ಕರ ಶಿಲುಬೆಯಲ್ಲಿ ಶಾಪಗ್ರಸ್ತನಾಗಿ ನಮ್ಮನ್ನು ಶಾಪದಿಂದ ಬಿಡುಗಡೆ ಮಾಡಿ. 3:16 ഇങ്ങനെ വായിക്കുന്നു, അവൻ യേശു കർത്താവ് 3:13 അവൻ 3:13 ഇങ്ങനെ കാണുന്നു, യേശു അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു, അവൻ നമുക്കായി മരിച്ചു എന്ന്. മരിച്ചു ഞങ്ങൾ ശാപമല്ല ശിലുബെ ಮೇಲೆ അവൻ മരിച്ചു നമ്മുടെ പാപത്തേക്ക് ക്രൂശിൽ ശാപത്തേക്ക് ക്രൂശിൽ വഹിച്ചു എന്ന്. വാസി 3:13 3:16 ഗലാത്യർ 3:13 മരത്തിൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നതുപോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ಯಾರಿಗೆ വേണ്ടി? ആർക്ക് വേണ്ടി? ಯಾರಿಗೆ വേണ്ടി? ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി. എനിക്കായി. ഈ സത്യത്തെ നിങ്ങൾ അറിയുമ്പോൾ, ഈ സത്യത്തെ നിങ്ങൾ അറിയുമ്പോൾ, ഈ സത്യമേ നിങ്ങളെ വിടുതലാക്കും. ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇപ്പോൾ നിങ്ങൾക്കൊപ്പം ശിലുബയിൽ മരിച്ചു, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ಈಗ ನಮ್ಮ ಶಾಪವನ್ನು ಯಾರು ಹೊತ್ತುಕೊಂಡು? ഇപ്പൊ നമ്മുടെ ശാപമൊക്കെ ആരാണ് വഹിച്ചിരിക്കുന്നത്? യേശു അതൊക്കെ വഹിച്ചു. ಶಾಪದಿಂದ ಬಿಡುಗಡೆ ಮಾಡಿದ್ರು. നമ്മളെ ശാപത്തിൽ നമ്മളെ വിടുവിച്ചു. അബ്രഹാം 48 ആശീർവാദ ನಮ್ಮ ಮೇಲೆ, അബ്രഹാമിന്റെ 48 അനുഗ്രഹം നമ്മുടെ മേൽ തന്നു. ವಾಗ್ದಾನ ಮಾಡಲ್ಪಟ್ಟ ಅಭಿಷೇಕ ನಮಗೆ ಕೊಟ್ಟಿದ್ದ. അവൻ വാഗ്ദത്തം ചെയ്ത അഭിഷേകം നമ്മുടെ മേൽ പകർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ, ഇന്ന് ನನ್ನ ಮೇಲೆ ಶಾಪ ಇಲ್ಲ. ഇനി എന്റെ മേൽ ശാപമില്ല. അബ്രഹാമൻ ആശീർവാദಕ್ಕೆ ಬಾಧ್ಯನು. ഞാൻ അബ്രഹാമിന്റെ അനുഗ്രഹത്തിന് അവകാശിയാ. പരിശുദ്ധാത്മ ദേവനിൽ വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവാകുന്ന അവൻ പരിശുദ്ധനിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ഇനി നമ്മുടെ വീട്ടിൽ ശാപമില്ല. ഇനി നമ്മുടെ മേൽ ശാപമില്ല. നമ്മുടെ മേൽ പാപമില്ല. നമ്മുടെ മേൽ പാപമില്ല. നമ്മ നീതിമാനാക്കി, നമ്മളെ ദൈവം നീതിമാനാക്കി. ആതന വാസുണ്ടകളെന്ന് ഗുണവാക്കി. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം നൽകി. സൗഖ്യമാവുന്നില്ല, സൗഖ്യമായി. അവൻ സൗഖ്യമാകുമെന്നല്ല, സൗഖ്യമാക്കി. 1 പേതുരു 2:24 ಹೇಳ್ತದೆ. 1 പത്രോസ് 2:24 ഇങ്ങനെ പറയുന്നു, ആതന വാസുണ്ടಗಳಿಂದ ನಾವು ഗുണವಾಗಿದ್ದೇವೆ. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചേട്ടെ. സൗഖ്യം കൊടുവല്ല, അവൻ സൗഖ്യം താ എന്നല്ല, സൗഖ്യമാക്കിದ್ದೇವೆ. നമ്മൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ಆತನ ಗಾಯಗಳಿಂದ, ಅವನ ಅಡಿಪಣೆಗಳಾൽ, ಈಗ ಈ ಗಾಯಗಳು ಯಾತಕ್ಕೆ ಬಂತು? ಅವನ ಈ ಮುರಿವುಗಳು എന്തുകൊണ്ട് വന്നത്? ಯಾರಿಗಾಗಿ? ആർക്ക് വേണ്ടി? ನಮ್ಮ ಗಾಯಗಳನ್ನು, അവൻ നമ്മുടെ മുറിവുകൾ, നമുക്ക് കായലಗಳು, നമ്മുടെ രോഗങ്ങൾ എല്ലാം യേശു ಹೊತ್ತುಕೊಂಡು, എല്ലാം യേശു വഹിച്ചു. ഇന്ന് ನೀನು ಹೊತ್ತಬೇಕಾದ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ഇനി നീ അത് വഹിക്കേണ്ട ആവശ്യമില്ല. ഇനി യേശു നിಮ್ಮನ್ನು സൗഖ്യം ಮಾಡುವುದಿಲ್ಲ. ഇനി നീ യേശു നിങ്ങളെ സൗഖ്യമാക്കേണ്ട ആവശ്യമില്ല. ആരാധന നിಮ್ಮನ್ನು ഇപ്പോഴേ തൊടുമിടുമില്ല. ആവേശത്തിൽ ആരെങ്കിലും നിങ്ങളോട് ഇപ്പോൾ നിങ്ങളെ തൊടും, ഇപ്പോൾ സ്പർശിക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ല. അവൻ ഇതാ വരുന്നുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. നീ നമ്പിക്കുന്ന ബതുക്കಬೇಕು. നിങ്ങൾ വിശ്വാസത്തോടെ ജീവിക്കണം. അർത്ഥമായ? മനസ്സിലായോ? മനസ്സിലായോ? ನಮಗೆ ವರ ಇದೆ. ಅವನ್ നമുക്ക് വരമുണ്ട്. ആ വരങ്ങൾ അന്യ ജനങ്ങൾക്കൊക്കെ ഉപയോഗിക്കಬಹುದು. അവൻ ഇത് അതായത് ജാതികൾക്ക് വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം. നീ വിശ്വാസിയാದ ಮೇಲೆ, അവൻ നീ വിശ്വാസിയായതിനു ശേഷം നീ ನಂಬಿಕೆಯಿಂದಲೇ ಬದುಕಬೇಕು. നീ വിശ്വാസത്താൽ ജീവിക്കണം. വിശ്വാസം തന്നെ
വിശ്വാസം എന്നാൽ എന്താ? അവന്റെ കായകളിൽ ഞാൻ വാസിയാക്കിದ್ದೇನೆ. അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമായി എന്നുള്ളതാണ് വിശ്വാസം. പ്രാർത്ഥനಯಿಂದ ಬದುಕಬೇಕಾ ನಂಬಿಕೆಯಿಂದ ಬದುಕಬೇಕಾ? പ്രാർത്ഥനയാൽ നിങ്ങൾ ജീവിക്കണമോ അതോ വിശ്വാസത്താൽ ജീവിക്കണമോ? Without faith you cannot please God. അവൻ വിശ്വാസമില്ലാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അർത്ഥമായ? മനസ്സിലായോ? സത്യത്തെ അറിവില് സത്യത്തെ അറിയുക, സത്യത്തെ ബലപ്പെടുക. സത്യം നിങ്ങളെ സ്വന്തമാക്കും. 2 കൊരിന്ത്യർ 8:9 ಹೇಳ್ತದೆ. 2 കൊരിന്ത്യർ 8:9 ഇങ്ങനെ വായിക്കുന്നു. ആതನು ಐಶ್ವರ್ಯವಂತನಾಗಿದ್ದರೂ ಸಹ അവൻ സ്തോത്രം ധനവാനായിരുന്നിട്ട് പോലും ಆತನು ದರಿದ್ರದಲ್ಲಿ ಸೇರಿದನು. അവൻ ദരിദ്രന്മാരോട് കൂടെ ചേർന്നു. ദരിദ്രമായി അവൻ തന്നെ സ്തോത്രം ദരിദ്രനാക്കി തീർന്നു. ആത്മ ദരിദ്രനും ಸೇರಿದ್ರಿಂದ അവൻ ദരിദ്രനായി തീർന്നത് കൊണ്ട് നമ്മെ ഐശ്വര്യವಂತರಾಗಿ നമ്മളെ അവൻ അനുഗ്രഹിക്കപ്പെട്ടവരാക്കി തീർത്തു. ಆಮೆನ್. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ಈಗ ದೇವರು ಪರಲೋಕದಿಂದ ಐಶ್ವರ್ಯ ಕೊಡೋದಿಲ್ಲ. ആമേൻ. ഇപ്പോൾ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് അനുഗ്രഹം ഇങ്ങനെ പിടിച്ചോന്ന് പറഞ്ഞാൽ കൊടുക്കത്തില്ല. ಐಶ್ವರ್ಯ ನಿನ್ನ ಮೇಲೆ ಇದೆ. അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ട്. ಈಗ ನಂಬಿಕೆಯಿಂದ ತರಬೇಕದನ್ನ. നീ വിശ്വാസത്താൽ അതിനെ കൊണ്ടുവരണം പുറത്ത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അർത്ഥമായിട്ടാ? മനസ്സിലായോ? ഓൾഡ് ടെസ്റ്റമെന്റ് ಅಲ್ಲಿ പഴയ നിയമത്തിൽ അനുഗ്രഹം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാകും. ന്യൂ ടെസ്റ്റമെന്റിലെ പുതിയ നിയമത്തിൽ യേശു നമുക്കായി എല്ലാവരും കൊടുത്തിട്ടുണ്ട്. യേശു നമുക്കായി എല്ലാം നൽകി തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും മാറിപ്പിച്ചില്ല. എല്ലാം നമുക്കായി ചെയ്തിരിക്കുകയാണ്. ನಂಬಿಕೆಯಿಂದ ಬದುಕಬೇಕು. നമ്മൾ വിശ്വാസത്തോടെ ജീവിക്കണം. യോഹന്നാൻ ಬರೆದ ಸುವಾರ್ತೆ യോഹന്നാന്റെ സുവിശേഷം 14:16 ನೆನಪಿಸನೆ. അവൻ 14:16 ആണെന്ന് വിചാരിച്ചു. സമാധാനവനെ നിಮಗೆ ಬಿಟ್ಟು ಹೋಗ್ತೇನೆ. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. കൊടുത്തേനെ അല്ല, തരാമെന്നല്ല, വിട്ടു ಹೋಗಿದ್ದೇನೆ. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. വിട്ടു പോയിരിക്കുന്നു. തന്നിട്ട് പോകുന്നു. വിട്ടു പോയിരിക്കുന്നത്. അവൻ കൊടുത്തിട്ട് പോയിരിക്കുക. ഹല്ലേലൂയ. ഇപ്പൊ എവിടെ കൊടുത്തു? എവിടാണ് കൊടുത്തത്? ചർച്ചിലല്ല. ചർച്ചിലല്ല, നിങ്ങൾ ഹൃദയത്തിൽ. നിന്റെ ഹൃദയത്തിൽ. ഹല്ലേലൂയ. എല്ലാ ഗ്രഹിക്കുകളും മീറുವ ದೇವರ ಸಮಾಧಾನ ನಿಮ್ಮ ಹೃದಯಗಳನ್ನು ಮನಸ್ಸು. അവൻ എല്ലാത്തെയും ജയിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവൻ ഭരിക്കുകയാണ്. ഹല്ലേലൂയ. യേശു ಹೇಳಿದ್ರು. യേശു പറഞ്ഞു. മത്തായി ಬರೆದ ಸುವಾರ್ತೆ 10ನೇ ಅಧ್ಯಾಯ 13ನೇ ವಚನದಲ್ಲಿ മത്തായി 10:13 ഇങ്ങനെ വായിക്കുന്നു. നീ ಯಾರಾದರೂ ಮನೆಗೆ ಹೋಗುವಾಗ നീ ഏതെങ്കിലും ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ அந்த வீட்டுக்குள் பிரவேசிக்குമ്പോൾ ആ വീട്ടിനകത്തേക്ക് നീ പ്രവേശിക്കുമ്പോൾ സമാധാനം ഉണ്ടാകുന്നത്. സമാധാനം ഉണ്ടാകട്ടെ. அந்த വീട്ടാർ യോഗ്യമാണെന്ന ആ ഭവനത്തിലുള്ളവർ അതിന് യോഗ്യരാണെങ്കിൽ ನೀನು ಹೇಳಿದ ಸಮಾಧಾನ ಉಳ್ಕೊತದೆ. നീ ഏതൊക്കെ സമാധാനം പറയുന്നുവോ ಅವನ ಉಳ್ಕೊತದೆ. ആ സമാധാനം അവിടെ തങ്ങുവാനിടയാണ്. ആ ಮನೆಯವರು ಸ್ವೀಕಾರ ಮಾಡಿಕೊಂಡಿಲ್ಲ. ആ സമാധാനം ആ വാക്കവർ സ്വീകരിച്ചില്ലെങ്കിൽ ಅದು ಪರಲೋಕಕ್ಕೆ ಹೋಗೋದಿಲ್ಲ, ವಾಪಸ್ ನಿನ್ನ ಬಳಿಗೆ ಬರ್ತದೆ. അത് സ്വർഗ്ഗത്തിലേക്ക് മടങ്ങി പോകാതെ അത് നിന്നിലേക്ക് തന്നെ മടങ്ങി വരാനിടയാണ്. இந்த உலகத்துக்கே கொடுக்கிற സമാധാന ബാങ്ക് നാവേ. ഈ ലോകത്തിലുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നതിന് ഞാൻ നിങ്ങളുമാ. ഹല്ലേലൂയ. പരലോകത്തിലില്ല, അവൻ സ്വർഗ്ഗത്തിലല്ല. ദൈവം ഇവിടെ പോകുമ്പോൾ വിട്ടുപോയി. ദൈവം കർത്താവ് ഇവിടുന്ന് പോയപ്പോൾ ആ സമാധാനം നമുക്ക് തന്നേച്ചു പോയിരിക്കുക. എവിടെ വിട്ടുപോയി? എവിടെ വിട്ട്? യെരൂശലേമിലല്ല. യെരൂശലേമിലല്ല. നിങ്ങൾ വിട്ടുപോയി. ഹൃദയത്തിൽ. ഹല്ലേലൂയ. സത്യത്തെ അറിയുമ്പോൾ സത്യത്തെ അറിയുമ്പോൾ സത്യം നിങ്ങൾ വിടുതലാക്കും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ನೀವು ಯೋಚನೆ ಮಾಡಬಹುದು, നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും, ಇವರಿಗೆ ಏನು ಪ್ರಾಬ್ಲಮೇ ಇಲ್ವಾ? ഇവർക്ക് ഒരു പ്രശ്നമില്ലേ? ನಿಮ್ಮೆಲ್ಲರಿಗಿಂತ ಜಾಸ್ತಿ ಪ್ರಾಬ್ಲಮ್ ನನಗೆ. നിങ്ങളെക്കാൾ എല്ലാരെക്കാളും അധികം ഏറ്റവും പ്രശ്നം കൂടുതലുള്ളത് ഞാൻ. ನಾನು ನಂಬಿಕೆಯಿಂದ ಬದುಕುತ್ತೇನೆ. എന്നാലും ഞാൻ വിശ്വാസത്തോടെ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ನನ್ನವನು ನೀತಿವಂತ ನಂಬಿಕೆಯಿಂದಲೇ ಬದುಕಬೇಕು. അവൻ എന്റെ മക്കൾ എന്ന് പറയുന്നവർ അവർ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. ഹല്ലേലൂയ. ನಾವು ಪ್ರತಿ ಹೆಜ್ಜೆ ನಂಬಿಕೆಯಿಂದಲೇ ಬದುಕಬೇಕು. നമ്മൾ ഓരോ സ്റ്റെപ്പും നമ്മൾ വിശ്വാസത്തോടെ ജീവിക്കണം. ಆ ವಿಶ್ವಾಸದಲ್ಲಿ ನಾವು ಈ ಭೂಮಿ ಮೇಲೆ ಬದುಕಿ ಬಾಳುವರಾಗಿ. ആ വിശ്വാസത്താൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ನಾವು ಚರ್ಚ್ ಕಟ್ತಾ ಇದ್ದೇವೆ. ഞങ്ങൾ സഭ പണിതുകൊണ്ടിരിക്കുക. കയ്ಯಲ್ಲಿ ಕಾಸಿಲ್ಲ. കയ്യിൽ കാശില്ല. 3 ಕೋಟಿ 4 ಕೋಟಿ ರೂಪಾಯಿ ಪ್ರಾಜೆಕ್ಟ್. 3 കോടി 4 കോടിക്ക് അടുത്ത് വരുന്ന ഒരു വലിയ പ്രോജക്റ്റാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಈಗಾಗಲೇ ಕಟ್ತಾ ಇದ್ದೇವೆ. ഇപ്പോ പണി നടന്നുകൊണ്ടിരിക്കുക. ಇನ್ನು 2 ಕೋಟಿ ಇದ್ರೆ
ಓಕೆ അവൻ ഇനി 2 കോടിയും കൂടെ ഉണ്ടെങ്കിൽ ഏകദേശം ഓക്കെയാണ്. ಆದರೂ എന്നാലും ಇವಾಗ ನನ್ನ ಬ್ಯಾಂಕ್ ഇപ്പോ എന്റെ ബാങ്ക് ಬೇಕಾದ್ರೆ ನೋಡಿ ನಿಲ್ അവൻ അതിൽ ഒന്നുമില്ല. ಎಲ್ಲ ಚರ್ಚ್ ಅಕೌಂಟ್ ನಿಲ್, ആ ചർച്ച അക്കൗണ്ടിൽ ಎಲ್ಲ ನಂದೆಲ್ಲ ನಿಲ್. അവൻ എന്റെ അക്കൗണ്ടും എല്ലാം അവിടെ 60 പേര് പണി എടുത്തിട്ടുണ്ട്. ഇപ്പൊ 60 പേര് അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വിശ്വാസത്തോടുണ്ട്. എന്നാലും ഞാൻ വിശ്വാസത്തോടെയാണ് ജീവിക്കുന്നത്. അവൻ ഇങ്ങനെ ഒരു നാൾ 2 നാളല്ല, ഇങ്ങനെ ഒരു ദിവസം 2 ദിവസമല്ല, 38 വർഷം അങ്ങനെ ജീവിക്കും. 38 വർഷമായിട്ട് ഞാൻ വിശ്വാസം ജീവിക്കുക. ഒരു ദിവസം ദൈവം കൈവിട്ടിട്ടില്ല. ഒരു ദിവസം പോലും കർത്താവ് കൈവിട്ടിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ನಂಬಿಕೆಯಿಂದ ಬಾಳುವವರಾಗಿ അവൻ നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ ആശ, അവൻ ദൈവത്തിന്റെ ആഗ്രഹം. നീ എത്ര ജോറ കൂകി കൈ തട്ടത്തിന് ദൈവം ഖുഷിയാകല്ല. അവൻ ഒരുപാട് അലറി വിളിച്ച് കൈ കൊട്ടിയാൽ ദൈവം അവൻ സന്തോഷിക്കത്തില്ല. ഉപവാസം എടുത്താലും ഖുഷിയാവില്ല. അവൻ ഉപവാസം എടുത്ത് ഇരുന്നാലും ദൈവം സന്തോഷിക്കത്തില്ല. ഇന്ന് ബേജാറാവും ദൈവം. അവൻ നീ കണ്ണീരൊഴുക്കിയാൽ ഇനി കർത്താവിന് വിഷമമാകത്തേ ഉള്ളൂ. വചനം പറഞ്ഞിട്ടുണ്ട്. അവൻ എന്നാൽ വചനം പറയുന്നത് ನಂಬಿಕೆ ಇಲ್ಲದೆ ದೇವರನ್ನ ಮೆಚ್ಚಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. വിശ്വാസമില്ലാതെ ദൈവത്തെ വിശ്വാസം കൂടാതെ ആർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നീ വിശ്വാസ ഇದ್ರೆ ದೇವರ ಮಹಿಮೆಯನ್ನು ಕಾಣು. അവൻ നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അർത്ഥ ಹೇಳುವಂತ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ആമേൻ. ആമേൻ. ನಾನು ಗ್ರಾಮದ ಸೇವೆ ಮಾಡ್ತಿದ್ದೆ. അവൻ ഞാനൊരു ഗ്രാമത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ಯಾವ ಫಾರಿನ್ ಹಣ ಇಲ್ಲ. അവൻ ഒരു ഫോറിൻ പൈസയും ഞങ്ങളുടെ കയ്യിലില്ല. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ആമേൻ. ನಾನು ಆಚೆ ಹೋಗಿ ಪ್ರಸಂಗ ಮಾಡಿ ಸಂಪಾದನೆ ಮಾಡುವನಲ್ಲ. അവൻ ഞാൻ വിദേശത്ത് പോയി ശുശ്രൂഷിച്ച് അവൻ കാശൊന്നും കൊണ്ടുവരുന്നവനല്ല. ಅದಲ್ಲವೇ ಅಲ್ಲ. അതല്ലേ അല്ല. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ആമേൻ. ಆದರೂ എന്നാലും ಇಲ್ಲಿಯವರೆಗೂ ഇതുവരെയും ದೇವರು ಅದ್ಭುತವಾಗಿ ನಡೆಸ್ತಾನೆ. ദൈവം അത്ഭുതകരമായി നടത്തിക്കൊണ്ടുവരികയാണ്. ಹಲ್ಲೆಲೂಯ. ആമേൻ. ಆರೋಗ್ಯದ ವಿಷಯದಲ್ಲಿ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, ಸಮಾಧಾನದ ವಿಷಯದಲ್ಲಿ, സമാധാനത്തിന്റെ വിഷയത്തിൽ, ಪಾಪದ ವಿಷಯದಲ್ಲಿ, പാപത്തിന്റെ വിഷയത്തിൽ, ಎಲ್ಲ ವಿಷಯದಲ್ಲಿ ನಾವು ನಂಬಿಕೆಯಿಂದಲೇ ಬದುಕೋಣ. ഞങ്ങൾ വിശ്വാസത്തോടെ ജീവിക്കുകയാണ്. ಹಣದ ವಿಷಯದಲ್ಲಿ ಕೂಡ അവൻ കാശിന്റെ കാര്യത്തിലും ನಂಬಿಕೆಯಲ್ಲಿ അവൻ വിശ്വാസത്തോടെ ജീവിക്കുകയാണ്. 9 ವರಗಳು ನೋಡಿದ್ದೇನೆ. അവൻ 9 വരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ಆದರೆ 9 ವರಗಳು ಈಗ ಇದೆಯಾ ನನ್ನ ಹತ್ರ ಇಲ್ಲ. അവൻ ഈ 9 വരങ്ങളും ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് ഇല്ല. ನಾನು ಆಪರೇಟ್ ಆಗುವಾಗ ಅದು ಆಪರೇಟ್ ಆಗ അവൻ അത് ഞാൻ ഓപ്പറേറ്റ് ആകുമ്പോൾ ആ വരങ്ങളും ഓപ്പറേറ്റ് ആകും. ಹಲ್ಲೆಲೂಯ. ആമേൻ. ಅದು ನಂಬಿಕೆ ಇದೆ. അത് വിശ്വാസത്തിലാണ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഹല്ലേലൂയ. ಅರ್ಥವಾಯೋ? മനസ്സിലായോ? മനസ്സിലായോ? ಈ ರೀತಿಯಲ್ಲಿ ದೇವರು ನಮ್ಮನ್ನ ಎಲ್ಲ ಮಾಡಿ ಮುಗಿಸಿದ್ದ. അവൻ ഇപ്രകാരം ദൈവം നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ്. ಬೈಬಲ್ ಓದುವಾಗ ഈ വചനം വായിക്കുമ്പോൾ ಸತ್ಯವನ್ನು ತಿಳ್ಕೊಳ್ಳಿ. ഈ സത്യത്തെ അറിയണം. ಆ ಸತ್ಯ ನಮ್ಮನ್ನು ಬಿಡುಗಡೆ ആ സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. God bless you. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ಕರ್ತನು ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಿದ್ದಾನೆ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ಒಂದೇ ಒಂದು ವಚನ ಹೇಳಿ ಮುಗಿಸ್ತೇನೆ. ഒരേ ഒരു വാക്യം പറഞ്ഞു നിർത്താം. ಎಫೆಸರ್ 1:13 ಹೇಳ್ತದೆ. 1:3. എഫെസർ 1:3. ಪರಲೋಕದಲ್ಲಿರುವ ಸಕಲ ಆತ್ಮೀಯವಾದ ವರಗಳನ್ನು ದೇವರು ನಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಿದ್ದಾನೆ. അവൻ സ്വർഗ്ഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ಆಶೀರ್ವದಿಸಿದ್ದಾನೆ. അനുഗ്രഹിച്ചിരിക്കുന്നു. ಎಲ್ಲ ನಿಮ್ಮ ಮೇಲೆ ಐತೆ. എല്ലാം നിങ്ങളുടെ മേൽ ഉണ്ട്. ನಮ್ಮ ಮೇಲೆ ಪಾಪವನ್ನು ತಗೊಂಡ್ಬಿಟ್ರು. നമ്മുടെ മേലിരുന്ന പാപത്തെ അവൻ എടുത്തു. ನಮ್ಮನ್ನು ಪರಿಶುದ್ಧವಂತರಾಗಿ ಮಾಡಿ നമ്മെ പരിശുദ്ധരാക്കി തീർത്തു. ನಮ್ಮ ಮೇಲಿರುವ ಶಾಪ ಹೊತ್ಕೊಂಡ್ರು. നമ്മുടെ മേലിരുന്ന ശാപത്തെ അവൻ വഹിച്ചു. ಅಬ್ರಹಾಂ ಆಶೀರ್ವಾದ ನಮಗೆ ಬರಮಾಡಿ. അബ്രഹാമിന്റെ അനുഗ്രഹത്തെ നമ്മുടെ മേൽ ചൊരിഞ്ഞു. ಆತನು ನಮ್ಮನ್ನು ಪರಿಶುದ್ಧಾತ್ಮದಿಂದ ತುಂಬಿದ್ದಾನೆ. അവൻ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറച്ചു. ಇನ್ನು ನಾವು ಶಾಪಗ್ರಸ್ತರಲ್ಲ, ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟು. ഇനി നമ്മൾ ശപിക്കപ്പെട്ടവരല്ല, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ಮೂರನೇದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ, ನಾವು ರೋಗಿಗಳಲ್ಲ. അവൻ ഇനി നമ്മൾ കാണുന്നത് രോഗികളല്ല. ಆತನ ಗಾಯಗಳಿಂದ ನಾವು ವಾಸಿಯಾಗಿದ್ದೇವೆ. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ಆಮೆನ್. ആമേൻ. ನಾಲ್ಕನೇದಾಗಿ ನೋಡುತ್ತೇವೆ, നാലാമതായി നാം കാണുന്നു, ಆತನು ತನ್ನ ಸಮಾಧಾನವನ್ನೇ ಬಿಟ್ಟು ಹೋಗಿದ್ದಾನೆ. അവന്റെ സമാധാനത്തെ അവൻ നമുക്ക് തന്നിട്ട് പോയിരിക്കുകയാണ്. ಐದನೇದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ, അഞ്ചാമതായി നമ്മൾ കാണുന്നു, ಆತನು ಆ ಐಶ್ವರ್ಯವಂತರಾಗಿದ್ರು ನನಗೋಸ್ಕರ ನಿನಗೋಸ್ಕರ ದರಿದ್ರನಾದ. അവന്റെ സമൃദ്ധിയിലിരിക്കെ അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. ಈಗ ನಮ್ಮನ್ನು ಐಶ್ವರ್ಯವಂತರಾಗಿ ಮಾಡಿಬಿಟ್ಟಿದ್ದಾನೆ. ഇപ്പോൾ നമ്മെ അനുഗ്രഹങ്ങളാക്കി തീർത്തിരിക്കുകയാണ്. ಆತನು ನಮಗೆ ನಿತ್ಯ ಜೀವವನ್ನೇ ಕೊಟ್ಟು ಬಿಟ್ಟಿದ್ದಾನೆ. അവൻ നമ്മിൽ നിത്യജീവനെ തന്നെ തന്നിരിക്കുകയാണ്. ಅವನು ಹೋದ ಮೇಲೆ ಕೊಡಲ್ಲ, ಈಗಲೇ ಕೊಟ್ಟಿದ್ದಾನೆ. അവിടെ പോയതിനു ശേഷം തരാമെന്നല്ല, ഇപ്പോൾ തന്നെ തന്നിരിക്കുകയാണ്. ನಾನಾದರೂ ಅವನಿಗೆ ಜೀವ
ജീവ സമൃദ്ധിಯನ್ನು ಉಂಟು ಮಾಡೋದಕ್ಕಾಗಿ അവൻ ജീവൻ നൽകുവാൻ ജീവൻ ആ സമൃദ്ധിയാകുവാൻ വേണ്ടി വന്നവനാണ്. ഏഴാമതായി നാം ನೋಡ್ತೇವೆ, ഏഴാമതായി നാം കാണുന്നു, പരലോകದ സകല ആത്മീയವಾದ ആശീർവാദಗಳಿಂದ ആശീർവദിಸಿದ್ದಾನೆ. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ಯಾವ ಒಬ್ಬ ಮನುಷ್ಯನಿಂದ ಕೊಡುವಂತದ್ದಲ್ಲ. അവൻ ഇത് ഒരു മനുഷ്യനിൽ നിന്ന് അവൻ നൽകുന്ന സംഭവങ്ങളല്ല. ಇದನ್ನ അറിಯೋದ್ರ ಮೂಲಕವಾಗಿ ನೀವು ಹೊಂದಿಕೊಳ್ಳಿ. അവൻ ഇത് അറിയുന്നത് നിമിത്തം നമ്മൾ പ്രാപിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അറിಯೋದ್ರ ಮೂಲಕ അവൻ ഇത് അറിയുന്നതിനാൽ ನೀವು ಈ ಭೂಮಿ ಮೇಲೆ ಅನುಭವಿಸಬಹುದು. അവൻ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അതിനെ പ്രാപിക്കാൻ കഴിയും. ಒಳ್ಳೆ ಹೋರಾಟ ಹೋರಾಡಿ അവൻ നല്ല പോരാട്ടം പോരാടി അവൻ ಹೇಳಿದ ವಾಕ್ಯ ಹಿಡಿದುಕೊಳ್ಳಿ. അവൻ പറഞ്ഞ വചനത്തെ മുറുകെ പിടിച്ച് ഹല്ലേലൂയ ജീവನ ಜಯಮಾಲೆ ಲಭಿಸಿದ. അവൻ ജീവന്റെ കിരീടം പ്രാപിപ്പാനിടയായി. ಅವರು ಹೇಳಿದ ನಾನು ಒಳ್ಳೆ ಹೋರಾಟ ಹೋರಾಡಿದ್ದೇನೆ. പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പോരതു, ವಿಶ್ವಾಸವನ್ನು ಕಾಪಾಡಿಕೊಂಡು. ഞാൻ വിശ്വാസം കാത്തു. ವಿಶ್ವಾಸಕ್ಕೆ ಆಧಾರ ಯಾವುದು? അവൻ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? സത്യ, സത്യമാണ്. when you know the truth, അവൻ ഈ സത്യം അറിയുമ്പോൾ, when you know the truth, അവൻ ഈ സത്യം ಈ അറിയുമ്പോൾ ಸತ್ಯ ನಿಮ್ಮನ್ನು ಬಿಡುಗಡೆ ഈ ಮಾಡುತ್ತದೆ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ಸತ್ಯ ನಾವು ಕೇಳ್ತಾ അവൻ ഈ സത്യം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ನಮಗೆ ನಂಬಿಕೆ ಬರ್ತದೆ. നമുക്ക് വിശ്വാസം ಆ ഉണ്ടാകും. ನಂಬಿಕೆಯಿಂದ ನೀತಿವಂತನ ಬದುಕು. ആ വിശ്വാസത്താൽ എന്റെ നീതിമാൻ ജീവിക്കും. God bless you. കർത്താവ് നിಮ್ಮನ್ನು ആശീർവദിക്കട്ടെ. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ്. കേട്ട വചനത്തിന്റെ മുന്നിൽ എത്ര പേർക്ക് ആത്മാർത്ഥതയോടെ പറയാൻ കഴിയും, എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല, അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം, ബുദ്ധിക്കതീതമാമത്യത്ഭുതങ്ങള എന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശു എൻ കൂടെയുള്ളതാ. ചേർന്ന് പാടി കരങ്ങളടിച്ചാട്ട് സന്തോഷത്തോടെ ചില വരികൾ മാത്രം പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഓ സാത്താന്റെ ശക്തികളെ ജയിക്കുമോ ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കുമോ. ഓ സാത്താന്റെ ശക്തികൾ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമ ശക്തി നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമ ശക്തി എന്നെ നിറച്ചെന്നെ ജയാളിയായി. സാധ്യമേ, 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 യേശുവിൻ കൂടെയുള്ളതാ. ഓ സാധ്യമേ, സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ എല്ലാം കുലോകയില്ലാതെ. ഓ ഭാരം പ്രയാസങ്ങൾ എല്ലാം കുലോകയില്ലാതെ. ബുദ്ധിക്കതീതമായ സമാധാനം എന്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമായ സമാധാനം എന്റെ ഉള്ളത്തിൽ അവൻ. സാധ്യമേ, 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 യേശുവിൻ കൂടെയുള്ള എന്റെ യേശു കൂടെയുള്ള. സാധ്യമേ, സാധ്യമേ, എന്റെ യേശുവിൻ കൂടെയുള്ള. അസാധ്യമായൊന്നുമില്ല, അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ഓ അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമാമത്യത്ഭുതങ്ങളാലെന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാമത്യത്ഭുതങ്ങളാലെന്റെ ദൈവം എന്നെ. സാധ്യമേ, 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 യേശുവിൻ കൂടെയുള്ളതാ. ഓ
വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് വചനം പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. ഇന്ന് രാത്രി അടയാളങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ കൂടെയുള്ളതാൽ യേശുവിന്റെ കൂടെയുള്ളതാൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വചനം പറയുന്നു, വിശ്വാസമെന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പം, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഇന്ന് രാത്രികാലം ചില എൻകൗണ്ടറുകൾ സംഭവിക്കട്ടെ, ചില കാണാത്ത കാര്യങ്ങൾ സംഭവിക്കട്ടെ. വചനത്തിന്റെ ശക്തിയാൽ സാത്താന്യ ശക്തികൾ ഇറങ്ങി മാറും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ശക്തിയാണ്. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ സെബാസ്റ്റ്യൻ പാസ്റ്റർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഓ ജീസസ്, താങ്ക് യു ലോർഡ്. ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുക. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. കർത്താവിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച സുവിശേഷ മഹായോഗത്തിന്റെ പ്രാരംഭ രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് കൃത്യമായി വ്യക്തമായി തന്നെ പ്രത്യക്ഷത്തിൽ ഇടപെടുവാനിടയായി. കേട്ട സന്ദേശത്തെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞങ്ങളുടെ സുവിശേഷ മഹായോഗത്തിന്റെ പ്രാരംഭ രാത്രി പരിശുദ്ധാത്മാവിന്റെ രാത്രി നടകൊള്ളുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗീതങ്ങൾ പാടുവാൻ സ്റ്റാലിനെ ദൈവം ബലപ്പെടുത്തിയതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കടന്നു വന്ന മക്കൾക്ക് ആവശ്യമുള്ള സന്ദേശം പരിശുദ്ധാത്മാവിന്റെ രാത്രി തന്നെ പൃഥ്വിയിലൂടെ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ പുത്രരാക്കി തീർത്ത കരുണയ്ക്കായി പുത്രരെങ്കിൽ അവകാശികളെന്ന് തിരുവെഴുത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഞങ്ങൾ യാചിക്കേണ്ടവരല്ല, ഞങ്ങൾ ഇരക്കേണ്ടവരല്ല. പുത്രത്വത്തിന്റെ അവകാശത്തിൽ നിന്ന് പിതാവിനുള്ളത് വാങ്ങി ഈ ഭൂമിയിൽ മുന്നോട്ട് പോകുവാൻ ഓരോരുത്തരും ദൈവം സഹായിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി കേട്ട സന്ദേശം ആമേ ജീവിതങ്ങൾക്ക് വിടുതലായി, ആശ്വാസമായി, മുന്നേറ്റമായി, ആത്മീയ കരുത്തായി അവിടുന്ന് മാറിയതിനായി നന്ദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവത്തിന്റെ ശക്തിയോടെ നാളെ പകലും രാത്രിയും ശക്തിയോടെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചാട്ട് ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു എന്ന് പറയത്തക്ക നിലയിൽ കർത്താവേ, ഒരു അത്ഭുതം ഈ ദേശത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജനങ്ങൾ ആ പുത്രത്വത്തിലേക്ക് വന്ന് അവകാശികളായി തീരുവാൻ സ്വർഗത്തിലേക്ക് സഹായിക്കണം. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആലയത്തെയും പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട് ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട ക്രമീകരണങ്ങൾ ഈ ദേശത്ത് ചെയ്യുവാൻ സ്വർഗം സഹായിച്ചതിനായി സ്തോത്രം. തലമുറയ്ക്ക് ദൈവവൃദ്ധന്മാരെ, ദൈവ കുഞ്ഞുങ്ങളെ എല്ലാ വചനങ്ങൾ സമർപ്പിക്കട്ടെ യേശുവിൻ നാമത്തിൽ. നമ്മുടെ പ്രാർത്ഥനയുടേതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും ഇരുന്നാട്ടെ, ഒരു നിമിഷം എല്ലാവരും ഇരുന്നാട്ടെ. ഹല്ലേലൂയ. നാളെ കൃത്യം രാവിലെ 10 മണിക്ക് തന്നെ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ യോഗം ആരംഭിക്കും. കർത്താവിന്റെ ദാസൻ സ്റ്റാൻലി പാസ്റ്റർ നമ്മളെ ഗാന ശുശ്രൂഷയിൽ നയിക്കും. അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ സ്റ്റീവൻ സുരേഷ് പാസ്റ്റർ നമ്മളെ മെസ്സേജ് തരും. ഒരു കാര്യം ഞാൻ പ്രത്യേകമായി ഓർമ്മിക്കട്ടെ, നാളത്തെ പകൽ സെക്ഷനിൽ കർത്താവിന്റെ ദാസൻ സ്റ്റീവൻ പാസ്റ്റർ പ്രത്യേകമായ ദൈവിക കൃപാവര ശുശ്രൂഷ കർത്താവിന്റെ ദാസന്മാരിലൂടെ ദൈവമക്കളിലൂടെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ള ദൈവവചന ഭാഗമായിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും ഉത്സാഹത്തോടെ കടന്നു വരിക. കേൾപ്പിക്കപ്പെട്ട വചനം നമുക്ക് അനുഗ്രഹമാണ്, മറ്റുള്ളവർക്കും അനുഗ്രഹമാകേണ്ടതിന് മറ്റുള്ളവരെ വിളിച്ചുകൊണ്ടുവരിക. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. കേൾക്കപ്പെടുന്ന ദൈവവചനം സത്യം. ആ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. സത്യം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. എത്ര പേർക്ക് സന്തോഷമുണ്ട്?
ഇന്ന് കേട്ട ദൈവവചനം എനിക്ക് സന്തോഷമായി. എൻ്റെ ജീവിതത്തിന് ഇന്നു മുതൽ ഹല്ലേലൂയ ഒരു അനുഗ്രഹമായി തീർന്നുവെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളും മനസ്സുകളും ക്രിസ്തുയേശുവിൽ കാക്കപ്പെടുമാറാകട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യേശു കർത്താവിന്റെ കൃപയും ആശ്വസിപ്പിച്ചു വഴി നിർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ കൂട്ടായ്മയും സഹവാസവും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിലും എല്ലാ ദൈവമക്കളുമേലും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ വരവരെയും ഇരിക്കുമാറാകട്ടെ. ഈ രാത്രികാലം ക്രിസ്തേശു മുഖാന്തരം നമുക്ക് ചെയ്യുന്ന പിതാവാം ദൈവത്തിന് മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുവേ വരണമേ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ.